രണ്ടാം ദിന രാത്രി യോഗത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നുവല്ലോ. ആശീർവദിക്കപ്പെട്ടതാണ് இந்த இரண்டாம் நாள் കൺവെൻഷനിൽ ആണ്ടവർ കൊണ്ടുവന്നതിനായി സ്തോത്രം. ദൈവാസന്നിധിയിലിരുന്ന് ഇതുവരെ നാം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇതുവരെയും നാം ദേവനുடைய ആശീർവാദങ്ങളെ പെറ്റുകൊണ്ടിരുന്നോ. പ്രത്യാശയുടെ ഗാനങ്ങളെ പാടി ദൈവത്തിൽ സന്തോഷിപ്പാൻ ആനന്ദിപ്പാൻ എന്ന് കൃപ നൽകി. ആശീർവാദമാണ് പാടലുകളെ പാടി ദേവനിൽ സന്തോഷം പെഴ ആണ്ടവർ ഉദവി ചെയ്താർ. അനുഭവസമ്പന്നമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും ഇതിനോട് ആശ്രയിപ്പാനിടയായി തീർന്നല്ലോ. അനുഭവമുള്ളതാണ് സാക്ഷിയെ കേൾക്കുക ആണ്ടവർ ഉദവി ചെയ്താർ. തുടർന്ന് നാം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ദൈവാസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, തുടർന്ന് നമ്മുടെ ഹൃദയങ്ങളെ ആയത്തപ്പെടുത്തി നാം ദേവനുடைய സമൂഹത്തിൽ കാത്തിരുന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ച് നമ്മെ അനുഗ്രഹിപ്പാനായിട്ടിടയായിത്തീരും. ദേവനുடைய വസനത്തിൽ ആണ്ടവർ നമ്മോട് പേശി ഉദവി ചെയ്യുവാൻ. രാത്രി കാലം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. இந்த ராத்திரி வேளையில் இங்கே நிற்பது எனக்கு மிகுந்த சந்தோஷம் அளிக்கிறது. 36 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പ്രായമുള്ള മദർ ഒരു സ്വപ്നം കാണുകയുണ്ടായി, ഒരു ദർശനം കാണുകയുണ്ടായി. 36 வருடங்களுக்கு முன்பு வயதான ஒரு மதர் ஒரு தரிசனம் காண இடையானது. ആ ദർശനത്തിന്റെ നിവൃത്തി എന്നോണമാണ് ഞാൻ ഇന്ന് രാത്രി കാലം നിങ്ങളുടെ മുൻപാകെ നിൽപ്പാനിടയായി തീർന്നിരിക്കുന്നത്. அந்த தரிசனத்தின் பலன்தான் இந்த நாட்களில் நான் இங்கே நிற்பது முடிந்தது. ചില വർഷങ്ങൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകുകയുണ്ടായി. சில வருடங்கள் இங்கே ஊழியம் செய்ய ஆண்டவர் எனக்கு கிருபை செய்தார். പ്രദേശ ശുശ്രൂഷാകാലം വളരെ സന്തോഷമായിരുന്നു, വളരെ ആനന്ദപ്രദമായിരുന്നു. இங்கே ஊழியம் செய்த நாட்கள் மிகவும் சந்தோஷமும் ஆனந்தமாக இருந்தது. 88 മുതൽ 2003 വരെ ഇവിടെ കർത്താവിന്റെ വേല ചെയ്യാൻ എനിക്ക് കൃപ നൽകി. 88 മുതൽ 2003 വരെയും ഇங்கே ஊழியம் செய்ய ஆண்டவர் உதவி செய்தார். ഇവിടുന്ന് ട്രാൻസ്ഫർ എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടായി. இங்கிருந்து மாற்றம் செய்த போது எனக்கு மிகவும் வேதனையாக இருந்தது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, தேவனுக்கு மகிமை உண்டாகட்டும். ഇത്ര വലിയ സന്തോഷവും ആനന്ദവും ഈ ഭാഗത്ത് ശുശ്രൂഷ ചെയ്ത് അനുഭവിക്കാനായിട്ട് സാധ്യമായി തീർന്നു. இவ்வளவு பெரிதான சந்தோஷமும் இந்த ஊழியத்தில் பெற்றுக்கொள்ள உதவி செய்தார். ദൈവത്തിന് മഹത്വം, தேவனுக்கு மகிமை. ഇന്ന് രാത്രി കാലം നാം ദൈവത്തിലായിരിക്കുകയാണല്ലോ. இந்த ராத்திரி வேளையில் நாம் தேவனுடைய சமூகத்தில் இருக்கிறோம். ഒരു നിർണായകമായ കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുകയാണ്. ஒரு கடைசி காலகட்டத்தில் நாம் வந்திருக்கிறோம். ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. உலகம் இந்த கடைசி காலங்களில் சென்று கொண்டிருக்கிறது. ലോകത്തിന്റെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കർത്താവിന്റെ രഹസ്യ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. உலகத்தில் நடக்கிறதான சம்பவங்கள் எல்லாம் ஆண்டவருடைய கடைசி நாட்களை அழைத்து சொல்லிக் கொண்டிருக்கிறது. അതിനാൽ ഈ നാളുകൾ നാം എല്ലാവരും ഉണർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ஆகையால் நாம் இந்த கடைசி நாட்களில் உணர வேண்டியதாக இருக்கிறது. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ഇങ്ങനെയുള്ളതായ യോഗങ്ങൾ ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. அதற்காகத்தான் ஆண்டவர் இந்த கடைசி நாட்களில் மீட்டிங்களை ஆயத்தப்படுத்தி தந்திருக்கிறார். അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ഇങ്ങനെ വിശുദ്ധന്മാരുടെ ഐക്യം നൽകിയിരിക്കുന്നത്. அதற்காகத்தான் ஆண்டவர் இந்த விசுத்தன்மாருடைய பரிசுத்தவான்களின் ஐக்கியத்தை ஆண்டவர் தந்திருக்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, தேவனுக்கு மகிமை உண்டாகட்டும். നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. கொஞ்ச நேரம் நாம் தேவனுடைய சமூகத்தில் ஜெபத்தோடு കൂടി இருப்போம். 75-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 75-ാം സംഗീതം 6-ാം വചനം വാസിப்போம். കിഴക്കു നിന്നല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. கிழக்கிலும் மேற்கிலும் வனாந்தர திசையிலும் இருந்து ஜெயம் வராது. தேவனே நியாயாதிபதி, ஒருவனை தாழ்த்தி ஒருவனை உயர்த்துகிறார். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, தேவனுடைய நாமத்துக்கு மகிமை உண்டாகட்டும். നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് നാം വായിച്ചു കേട്ടത്. എല്ലാവർക്കും மிகவும் தெரிந்ததான ஒரு வசனம் தான். കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. கிழக்கிலும் மேற்கிலும் வனாந்தர திசையிலும் இருந்து ஜெயம் வராது. എല്ലാവരും ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ്. எல்லாவரும் ஒரு உயர்வு ஆசைப்படுகிறவர்கள் தான். താഴ്ച ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. தாழ்ந்திருப்பதை யாரும் തന്നെ விரும்புவதில்லை. ഏതെങ്കിലും നിലയിൽ ഉയരുവാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ஏதாவது ஒரு நிலைமையில் உயர்த்தப்பட வேண்டும் என்றுதான் எல்லாரும் விரும்புகிறார்கள். ഏത് രംഗത്താണെങ്കിൽ തന്നെ അവിടെ ഉയർച്ച പ്രാപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. எல்லாரும் உயர்ச்ச பெற்றுக்கொள்ள வேண்டும் என்றுதான் விரும்புகிறார்கள். എന്നാൽ ആ ഉയർച്ചയ്ക്കായിട്ട് പല മാർഗങ്ങൾ അവലംബിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ஒரு உயர்வை பெற்றுக்கொள்ள பலரும் பல காரியங்களை செய்கிறார்கள். ചില തെറ്റായ വഴികളിലൂടെ ഉയരുന്നവരുണ്ട്, பல தவறான வழிகளிലൂടെ പോകുന്നவர்கள் இருக்கிறார்கள். മറ്റു പല നിലയിൽ ഉയർച്ച പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ஏதாவது ஒரு விதத்தில் உயர்வை பெற்றுக்கொள்ள விரும்புகிறவர்கள் இருக்கிறார்கள். എന്നാൽ ആ ഉയർച്ചയും തന്നെ അത് നിരന്തരമായിരിക്കില്ല, എല്ലാം താൽക്കാലികമായിരിക്കും. இந்த உயர்வுகள் எல்லாம் நிரந்தரமாக இல்லை, இதெல்லாம் தற்காலிகமாகவே இருக்கிறது. അതെല്ലാം തന്നെ പരാജയത്തിൽ കലാശിക്കുവാനായിട്ടിടയായിത്തീരും. இதெல்லாம் ஒரு தோல்வியில் தான் போய் முடிகிறது. എന്നാൽ ദൈവത്താൽ ഒരു വ്യക്തി ഉയർത്തപ്പെട്ടാൽ, ஆனால் தேவனால் ஒரு மனிதன் உயர்த்தப்பட்டால், ആ ഉയർച്ച വാസ്തവത്തിൽ യഥാർത്ഥമായ ഉയർച്ചയായിരിക്കും.
അത് നിത്യമായൊരു ഉയർച്ചയായിരിക്കും. அந்த உயர்த்தப்படுதல் அது உண்மையாகவே உயர்த்தப்படுதலாக இருக்கும், அது நித்தியமானதாக இருக்கும். ഇവിടെ കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. கிழக்கிலும் மேற்கிலும் தெற்கிலும் இருந்து ஜெயம் வராது. അങ്ങനെയാണെങ്കിൽ വടക്ക് നിന്നാണ് ഉയർച്ച വരുന്നത്. அப்படி என்றால் வடக்கு திசையில் இருந்து தான் ஜெயம் வருகிறது. വടക്ക് എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന സ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. வடக்கு என்று சொல்லும்போது தேவன் வசிக்கிறான இடம் என்று நமக்கு எல்லாருக்கும் தெரியும். വടക്ക് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്തെ കാണിക്കുകയാണ്. வடக்கு என்று சொல்லும்போது உயரத்தில் இருக்கிறதான இடம், மேலே இருக்கிறதை தான் காட்டுகிறது. ദൈവനാമത്തിന് മഹത്വം. தேவனுக்கு மகிமை உண்டாகட்டும். ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വമിടെയും ആനന്ദമാകുന്നു. வடதிசையில் இதுக்கான சியோன் பர்வதம் அது மகிழ்ச்சி உள்ளதாக இருக்கிறது. സൗന്ദര്യത്തിന് പൂർണ്ണതയായ സിയോനിൽ ദൈവം പ്രകാശിക്കുന്നു. பூர்ண வடிவுள்ள சியோனிலிருந்து தேவன் பிரகாசிக்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അതിനാൽ ദൈവം വസിക്കുന്ന സ്ഥാനമാണ് വടക്ക് എന്നുള്ളത്. அதனால் தான் தேவன் வாசம் பண்ணுகிற இடம் தான் வடக்கு. അതിനാൽ ദൈവത്താലാണ് നമുക്ക് ഉയർച്ച വരേണ്ടിയിരിക്കുന്നത്. நமக்கு தேவனால் தான் உயர்வு வர வேண்டும். അതേ ദൈവം നമ്മെ എല്ലാവരും ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. நம்ம எல்லாவரையும் தேவன் உயர்த்த விரும்புகிறார். അതേ സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മെ ഉയർത്തുവാനായിട്ട് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. நம்ம இந்த இரவு வேளையில் நம்மை உயர்த்தும்படியாக ஆண்டவர் நம்முடைய மத்தியில் கடந்து வந்திருக்கிறார். ആ ദൈവം നമ്മെ ഉയർത്തേണമെങ്കിൽ அந்த ஆண்டவர் நம்மை உயர்த்த வேண்டும் என்றால் ആ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നാം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ஆண்டவர் சொல்லியிருக்கிறதான காரியங்களை நாம் அப்படியே செய்ய வேண்டியதாக இருக்கிறது. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉയർത്തുവാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. அப்படி செய்தால் மட்டுமே தேவனால் நாம் உயர்த்தப்பட முடியும். ദൈവം നമ്മെ നേരായ മാർഗത്തിലൂടെയാണ് നമ്മെ ഉയർത്തുവാനായി തീരുന്നത്. ஆண்டவர் நம்மை நேரான பாதையில் தான் நம்மை உயர்த்த விரும்புகிறார். ദൈവം ഉയർത്തുവാനായിട്ട് മറ്റു കുറുക്ക് വഴികളൊന്നും തന്നെ തേടാറില്ല. தேவன் நம்மை உயர்த்தும்படிக்கு குறுக்கு வழிகள் ஒன்றும் தேடுவதில்லை. അതിനാൽ ദൈവത്താൽ നാം ഉയർത്തപ്പെടേണമെങ്കിൽ நாம் தேவனால் உயர்த்தப்பட வேண்டும் என்றால் തിരുവെഴുത്ത് അനുശാസിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ നാം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ஆண்டவர் ஆசைப்படுகிறது போல நம்முடைய ஜீவியத்தை ஆயத்தப்படுத்த வேண்டும். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுடைய நாமத்துக்கு மகிமை உண்டாகட்டும். 147 സങ്കീർത്തനം 6 വാക്യത്തിലേക്ക് വരുമ്പോൾ 147 சங்கீதம் 6 வசனத்தில் படிக்கும்போது അവിടെ താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുന്നു എന്ന് വായിക്കുന്നുണ്ട്. அவர் தாழ்மையுள்ளவர்களை உயர்த்துகிறார், சாந்த குணமுள்ளவர்களை உயர்த்துகிறார். ആ താഴ്മയുള്ളവരെയാണ് ദൈവത്തിന് ഉയർത്തുവാൻ കഴിയുന്നത്. தாழ்மையுள்ளவர்களை ஆண்டவர் உயர்த்த முடியும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എന്താണ് താഴ്മ എന്ന് പറയുന്നത്? என்ன தாழ்மை என்று சொல்லும்போது என்ன? ഒന്നാം താഴ്മ എന്ന് പറയുന്നത് നാം നമ്മുടെ അവസ്ഥയെ ദൈവത്തിൽ സമ്മതിക്കുന്ന അനുഭവമാണ്. தாழ்மை என்று சொல்லும்போது ஒன்றாவது நம்முடைய நிலவரத்தை தேவனுடைய சமூகத்தில் ஒப்புக் கொடுப்பதுதான். സകല മനുഷ്യരും ദൈവദൃഷ്ടിയിൽ പാപികളാണ്. தேவனுடைய பார்வையில் நாம் எல்லாவரும் பாவிகள் தான். നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല. நீதிமான் ஒருவன் போலும் இல்லை. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശറ്റവരായി തീർന്നു. எல்லாவரும் பாவம் செய்து தேவ மகிமையற்றவர்களாக இருக்கிறார்கள். ആദാം പാപം ചെയ്തതിനാൽ അവന്റെ സന്തതികളെല്ലാം പാപികളായിട്ടാണ് ജനിക്കുന്നത്. ஆதாம் பாவம் செய்ததனால் அவனுடைய சந்ததி முழுவதும் பாவத்தில் தான் பிறக்கிறது. ദൈവനാമത്തിന് അങ്ങയോട് സ്തോത്രം. தேவனுடைய நாமத்துக்கு ஸ்தோத்திரம். അതേ താഴ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥയെ നാം സമ്മതിക്കുന്ന അനുഭവമാണ്. தாழ்மை என்று சொல்லும்போது நம்முடைய நிலவரத்தை சம்மதிப்பதுதான். ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ லூக்கா சுவிசேஷம் 18 அதிகாரத்தில் படிக்கும்போது രണ്ടുപേർ ആലയത്തിലേക്ക് പ്രാർത്ഥിപ്പാൻ കടന്നുപോയി. 2 பேர் தேவனுடைய ஆலயத்தில் கடந்து போனார்கள் ஜெபிக்கும்படி. ഒരു പരീശനും ഒരു ചുങ്കക്കാരനും. ஒருவன் ஆயக்காரனும் மற்றொருவன் பரிசேயனும். പരീശൻ തന്നെ തന്നെ നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. பரிசேயன் தேவனுடைய சமூகத்தில் நின்று கொண்டு தன்னை தான் உயர்த்தி கொண்டிருந்தான். എന്നാൽ ചുങ്കക്കാരനോ തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുകയാണ്. ஆயக்காரனோ அவர் தேவனுடைய சமூகத்தை தன்னை தாழ்த்தி ஜெபித்தான். അവൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ அவன் வானத்தில் பார்க்க அவன் வானத்துக்கு ஏறெடுக்க துணியாமல் മാറത്ത് അടിച്ചുകൊണ്ട് தன் மார்பில் அடித்துக் கொண்டு പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. பாவியாக என்மேல் கிருபையா என்றும் ஜெபித்தான். ദൈവനാമത്തിന് അതിനോട് സ്തോത്രം. தேவனுடைய நாமத்துக்கு ஸ்தோத்திரம். അതിനാൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി കരുണ പ്രാപിച്ചവനായി ഉയർത്തപ്പെട്ടവനായി തീരുവാനിടയായി തീർന്നു. அதனால் தான் அவன் நீதிமானாக்கப்பட்டவன், உயர்த்தப்பட்டவன் திரும்பி போனான். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். യേശു പ്രകാരം പറയുകയുണ്ടായി, இயேசு இப்படி சொன்னார், തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നതെല്ലാം ഉയർത്തപ്പെടും. தன்னைத்தான் தாழ்த்துகிறவன் உயர்த்தப்படுவான், உயர்த்துகிறவன் எல்லாம் தாழ்த்தப்பட்டு അവിടെ போவான். തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുന്നത് தன்னைத்தான் தாழ்த்துவது என்று சொன்னால் താൻ പാപി എന്ന് സമ്മതിച്ച ഒരു അനുഭവമാണ്. நான் பாவி என்று சம்மதிக்கிறதான அனுபவம் தான். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுடைய நாமத்துக்கு மகிமை உண்டாகட்டும். പ്രിയ ദൈവമക്കളെ, എല്ലാവരും പാപികളാണ്. நாம் எல்லாவரும் பாவிகள் தான். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അതേ നമ്മുടെ പാപത്തെ സമ്മതിച്ച് ദൈവത്തോട് നാം എടുക്കുമ്പോഴാണ് നമുക്ക് ദൈവത്താൽ ഉയർത്തപ്പെടുവാനായിട്ട് സാധ്യമായി തീരുന്നത്. நம்முடைய பாவங்களை ஒத்துக்கொண்டு நாம் தேவன் சமூகத்தில் தாழ்த்தும் போது நம்மை உயர்த்தப்பட முடியும். നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. நாம் பாவமில்லை என்று சொல்லுவோமானால் நாம் நம்மை வஞ்சிக்கிறவர்களா இருப்போம், சத்தியம் நமக்குள் இராது. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுடைய நாமத்துக்கு மகிமை உண்டாகட்டும். നാം പാപി എന്ന് സമ്മതിക്കുമ്പോഴാണ് നാം നമ്മെ തന്നെ താഴ്ത്തുന്ന അനുഭവം ഉണ്ടാകുന്നത്. நாம் நம்மை தான் பாவி என்று சொல்லும் போதுதான் நாம் நம்மை தாழ்த்துகிறதான அனுபவம் உண்டாகிறது. ഈ ചുങ്കക്കാരൻ പാപി എന്ന് സമ്മതിച്ചു ഏറ്റുപറയാടിയായി തീർന്നു. ஆயக்காரன் தான் ஒரு பாவி என்று சொல்லி அவன் தன்னை பூர்ணமாய் ஒப்பு கொடுத்தான். അതിനാൽ അവൻ
ദൈവത്താൽ യേശുവിനാൽ ഉയർത്തപ്പെടുവാനായിട്ടിടയായി തീർന്നു. ஆகையினால் தான் அவன் தேவனால் உயர்த்தப்பட முடிந்தது. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, எங்களை கவனிக்கிறதான தேவனுடைய பிள்ளைகளே, നാം ഉയർത്തപ്പെടണമെങ്കിൽ നാം പാപി എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. நாம் உயர்த்தப்பட வேண்டும் என்று சொன்னால் நான் ஒரு பாவி என்று ஒத்துக்கொள்ள வேண்டும். നമ്മുടെ പാപങ്ങളെല്ലാം ദൈവത്തോട് ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. நம்முடைய பாவங்களை எல்லாம் தேவனிடத்தில் அறிக்கை செய்ய வேண்டும். പാപി എന്ന് സംബന്ധിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മെ കഴുകി ശുദ്ധീകരിപ്പാൻ സാധ്യമായി തീരുകയുള്ളൂ. பாவி என்று சொல்லி நாம் அறிக்கை செய்யும்போது மாத்திரமே தேவனால் நம்மை கழுவ முடியும். എന്തുകൊണ്ടെന്നാൽ പാപം വംശങ്ങൾക്ക് നാശം ഉണ്ടാക്കുന്നതാണ്. பாவம் மனுஷருக்கு அது நாசத்தை கொண்டு வருகிறது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். പാപത്താൽ ഇന്ന് ലോകം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. பாவத்தினால் இந்த நாட்களில் உலகம் நசித்துக் கொண்டிருக்கிறது. സകല മനുഷ്യരിലും പാപം കുടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. பாவம் இந்த நாட்டில் அநேகர் கொடுமையாய் வாழ்ந்து கொண்டிருக்கிறது. പാപത്തിന്റെ ഒരു വലിയ ഭീകര വാഴ്ചയാണ് നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നത്. பாவம் இந்த நாட்களில் அநேகரை ஆண்டு கொண்டிருக்கிறது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ஆதியாகமம் 4-ாம் அதிகாரத்தில் படிக்கும்போது കയീനെ നോക്കി ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്. காயினை பார்த்து ஆண்டவர் இப்படி சொல்லுகிறார், പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, பாவம் உன் வாசற்படியில் படுத்திருக்கும், നീയോ അതിനെ കീഴടക്കണം, நீ அதை கீழ்ப்படுத்த வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അതിനാൽ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ മേൽ നമുക്കൊരു ജയമുണ്ടാകേണ്ടിയിരിക്കുന്നു. பிரியமுள்ளவர்களே, பாவத்தின் மேல் நமக்கு ஒரு ஜெயம் வேண்டும். അത് പാപി എന്ന് സംബന്ധിച്ച് ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് ആ ജയം പ്രാപിപ്പാൻ കഴിയുന്നത്. அது பாவி என்று சொல்லும்போது ஒத்துக்கொள்ளும்போது மாத்திரமே நமக்கு கிடைக்கக்கூடியதான காரியம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். യാക്കോബിനെ ദൈവം ഇസ്രായേലായിട്ട് ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. யாக்கோபை ஆண்டவர் இஸ்ரவேலாக உயர்த்தும் போது യാക്കോബിനെ ഉയർത്തുവാൻ കാരണമായി തീർന്നത് എന്താണ്? அவனை உயர்த்த காரணம் என்ன? അവൻ അവന്റെ പേര് ചോദിച്ചപ്പോൾ അവൻ പേര് പറയുവാൻ ഇടയായി തീർന്നു. அவனுடைய பேர் அவன் சொல்றதாக படிக்கிறோம். നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ உன்னுடைய பேர் என்று கேட்டபோது അവൻ യാക്കോബ് എന്ന് സമ്മതിപ്പാൻ ഇടയായി തീർന്നു. அவன் யாக்கோபு என்று ஒத்துக்கொண்டான். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு மகிமை. അതിനാൽ ദൈവം അവനെ ഉയർത്തി ഇസ്രായേലാക്കി മാറ്റി. அதனால் தேவன் அவனை உயர்த்தினார், இஸ்ரவேலாக അവനെ மாற்றினார். ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റി. அவனை தேவனுடைய பிரபுவாக மாற்றினார். പ്രിയ ദൈവമക്കളെ, பிரிய தேவனுடைய பிள்ளைகளே, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, எங்களை கவனிக்கிறவர்களே, ഉയർച്ച പ്രാപിപ്പാൻ മറ്റ് വഴികളൊന്നും തേടേണ്ട ആവശ്യമില്ല. நாம் உயர்வை பெற்றுக்கொள்ள வேற வழிகளை தேட வேண்டாம். നമ്മുടെ പാപങ്ങളെ നാം സമ്മതിച്ചാൽ മാത്രം മതി. நம்முடைய பாவங்களை நாம் ஒத்துக்கொண்டால் மாத்திரம் നമ്മുടെ போதும். പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. நம்முடைய பாவங்களை நாம் அறிக்கை செய்தால் போதும். നമ്മുടെ പാപങ്ങൾക്ക് രക്ഷ നൽകുവാൻ, പാപങ്ങൾ ക്ഷമിപ്പാൻ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. நம்முடைய பாவங்களை மன்னிக்க ஆண்டவராய் இயேசு கிறிஸ்துவுக்கு மட்டுமே முடியும். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். കർത്താവായ യേശു കാൽവരിയിൽ യാഗമായി തീർന്ന നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து கல்வரியில் பலியானது நம்முடைய பாவங்களை மாற்றும்படியாகத்தான். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. கர்த்தருக்கு ஸ்தோத்திரம். അതിനാൽ ഈ രാത്രികാലം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ യേശു നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. இந்த ராத்திரி வேளையில் நம்முடைய பாவங்களை கழுகி சுத்திகரிக்க ஆண்டவர் நம்முடைய மத்தியில் வந்திருக்கிறார். അവന്റെ തിരുരക്തമായി നമ്മുടെ മധ്യേ നടകൊള്ളുകയാണ്. அவர் நம்முடைய மத்தியில் நடந்து கொண்டிருக்கிறார். അതിനാൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരായി തീരാം. அதனால் நம்முடைய பாவங்களை ஏற்று அறிக்கை செய்து நாம் சுத்திகரிக்க பெற்றுக்கொள்வோம். ദൈവമക്കളായി തീരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. நாம் தேவனுடைய பிள்ளைகளாய் மாற்றப்பட உதவியாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ நாம் தேவனுடைய வசனத்தில் படிக்கும்போது നാം ഉയർത്തപ്പെടുവാനായിട്ട് നീതിമാന്മാരായിട്ട് നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. நாம் ഉയർത്തப்பட வேண்டும் என்று சொன்னால் நீதிமான்களாக மாற்றப்பட வேண்டும். സദൃശവാക്യങ്ങൾ 14-34 വാക്യത്തിലേക്ക് വരുമ്പോൾ நீதிமொழிகள் 14-ாம் அதிகாரம் 36-ாம் வசனத்தில் படிக்கும்போது നീതി ജാതിയെ ഉയർത്തുന്നു എന്ന് കാണുന്നു. நீதி ஜனத்தை உயர்த்தும் என்று படிக்கிறோம். വംശങ്ങൾക്ക് നാശമാണ് പാപം എന്നുള്ളത്. வம்சங்களுக்கு நாசம் தான் பாவம். നാം ഇന്ന് അനീതി നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. நாம் அநீதி நிறைந்த உலகத்தில் தான் வசிக்கிறோம். എവിടെയും നമുക്ക് നീതി ദർശിപ്പാൻ കഴിയുന്നില്ല. இங்கே நீதி எங்கேயுமே தரிசிப்பதில்லை. എവിടെയും അനീതിയും അക്രമവും അഴിമതിയും നിറഞ്ഞിരിക്കുകയാണ്. எல்லா இடத்திலும் அநீதி தான் நிறைந்திருக்கிறது. ദൈവനാമത്തിന് എന്നോട് സ്തോത്രം. தேவனுடைய நாமத்துக்கு ഇതിന്റെ ஸ்தோத்திரம். മധ്യത്തിൽ നീതിമാന്മാരായി ജീവിക്കാന്ന് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. இந்த உலகத்தில் நீதிமானாய் வாழ்வது கொஞ்சம் கஷ்டமான காரியம். എന്നാൽ ദൈവാകൃപ പ്രാപിച്ചവർക്ക് നീതിമാന്മാരായി ജീവിപ്പാൻ ഒരു പ്രയാസവുമില്ല പ്രിയ മക്കളെ. ஆனால் தேவனுடைய கிருபையை பெற்றுக் கொண்டவர்களுக்கு நீதிமான்களாக வாழ ஒரு கஷ்டமும் இல்லை. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். എങ്ങനെയാണ് നമുക്ക് നീതിമാന്മാരായി തീരുവാൻ കഴിയുന്നത്? நாம் எப்படி நீதிமான்களாக்கப்பட முடியும்? ദൈവവചന ഉപദേശ സത്യങ്ങളൊക്കെ നാം അനുസരിക്കുമ്പോൾ നമുക്ക് നീതിമാന്മാരായി തീരുവാൻ കഴിയും. நாம் தேவனுடைய வசனங்களை பூர்ணமாய் கீழ்ப்படியும் போது நாம் நீதிமான்களாக்கப்பட முடியும். നമുക്ക് ലഭിച്ചിരുന്ന ഉപദേശ സത്യങ്ങൾ നമ്മെ നീതിമാന്മാരാക്കി തീർക്കുന്നു. நமக்கு கிடைத்ததான உபதேச சத்தியங்கள் நம்மை நீதிமான்களாக்குகிறது. നാം നീതി പ്രവർത്തികൾ ചെയ്യുമ്പോൾ നാം നീതിമാന്മാരായി തീരുന്നു. நாம் நீதி கிரியைகள் செய்யும்போது நாம் நீதிமான்களாக்கப்படுகிறோம். അതേ ദൈവിക സ്വഭാവങ്ങളിൽ നാം വളരുമ്പോൾ നീതിമാന്മാരായി തീരുന്നു. நாம் திவ்ய സ്വഭാവങ്ങളിൽ വളരുம்போது നീதிமான்களாக்கப்படுகிறோம். നീതിമാന്മാരായി തീരുന്ന അനുഭവങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. நாம் நீதிமான்களாக்கப்படுகிற अनेक കാര്യങ്ങളെ വചനത്തിൽ പഠിக்கிறோம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ மத்தேயு சுவிசேஷம் 3-ாம் அதிகாரத்தில் படிக்கும்போது 15-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ. அதன் 15-ாம் வசனத்தில் இப்படி படிக்கிறோம். യേശു പറയുന്നു, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം. இப்படி எல்லா நீதியும் நிறைவேற்றுவது நமக்கு நல்லது என்று சொன்னார். ജലസ്നാനം സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. இங்க ஞானஸ்நானத்தை பற்றி படிக்கிறோம். കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽപ്പാടിയായി തീർന്നു. ஆண்டவராய் இயேசு கிறிஸ்து யோகன்னான்
ஸ்நாபகனின் கீழ் அவன் ஞானஸ்நானம் பெற்றுக்கொண்டார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്ക് നമുക്ക് ഉചിതം. இப்பொழுது இடம் கொடு எல்லா நீதியை நிறைவேற்றுவது நமக்கு ஏற்றதா இருக்கிறது. നാം നീതിമാന്മാരായി തീരണമെങ്കിൽ, நாம் நீதிமான்களாக மாற்றப்பட வேண்டும் என்றால், നീതിമാന്മാരായി ഉയർത്തപ്പെടണമെങ്കിൽ, நீதிமான்களாய் உயர்த்தப்பட வேண்டும் என்றால் യഥാർത്ഥമായ ജലസ്നാനം സ്വീകരിക്കണം. நாம் ஒரு ஞானஸ்நானத்தை பெற்றுக்கொள்ள வேண்டும். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுடைய நாமத்துக்கு மகிமை உண்டாகட்டும். ജലസ്നാനത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പുതിയ എഴുത്തിൽ കാണുവാൻ കഴിയും. ஞானஸ்நானத்தில் அநேகம் ஆசீர்வாதங்கள் அடங்கி இருக்கிறது. ഇവിടെ ഇരിക്കുന്ന ഏരിയമെങ്ങും ജലസ്നാനം സ്വീകരിച്ചവരാണ്. இங்க இருப்பதில் அநேகரும் ஞானஸ்நானத்தை பெற்றுக்கொண்டவர்கள் தான். ജലസ്നാനം എടുക്കാത്തവരുണ്ടെങ്കിൽ, ஞானஸ்நானம் பெறாதவர்கள் இருந்தால், ദൈവം നമുക്ക് മനോഹരമായ ഒരു അവസരം തന്നിരിക്കുകയാണ്. ஆண்டவர் நமக்கு அருமையான ஒரு நேரத்தை தந்திருக்கிறார். നാം ജലസ്നാനം സ്വീകരിപ്പാൻ തീരുമാനിക്കുക. இந்த கன்வென்ஷன் நாட்களில் ஞானஸ்நானத்தை பெற்றுக்கொள்ள தீர்மானம் எடுங்கள். ദൈവം നമുക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കുവാനായിട്ടിടയായി തീരും. அப்படியானால் ஆண்டவர் நமக்கு வேண்டி வானத்தை துறப்பார். യേശു ജ്ഞാനസ്നാനം എടുത്തவுடன், இயேசு ஞானஸ்நானத்தை பெற்றவுடன் സ്വർഗ്ഗം തുറക്കുവാനിടയായി തീർന്നു. வானம் அவருக்கு திறக்கப்பட்டது. ചിലർക്ക് ഇപ്പോൾ സ്വർഗ്ഗ കവാടം അടഞ്ഞിരിക്കുകയാണ്. சிலருக்கு வானம் பரலோகம் இப்போது அடைக்கப்பட்டிருக்கிறது. എന്തുകൊണ്ടാണ് അടയാൻ കാരണമായി തീർന്നിരിക്കുന്നത്? அதற்கு காரணம் என்ன? അവർ ഈ നീതി നിവർത്തിക്കാത്തത് കൊണ്ടാണ്. இந்த நீதியை நிறைவேற்றாததினால் தான். പ്രിയപ്പെട്ട സഹോദര സഹോദരി, பிரியமான சகோதரனே சகோதரியே, ഈ നീതി നിവർത്തിപ്പാൻ നീ തീരുമാനിക്കുന്നെങ്കിൽ, இந்த நீதியை நிறைவேற்ற நீ விரும்பினால், നിശ്ചയമായിട്ട് നിനക്ക് വേണ്ടി സ്വർഗ്ഗ കവാടം തുറക്കുവാനിടയായി തീരും. நிச்சயமாகவே உனக்கு வேணும் பரலோகம் வானம் திறக்கப்படும். അടയപ്പെട്ട വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. அடைக்கப்பட்டு போனதான வாசல்கள் திறக்கப்படும். അതിനാൽ ഈ നീതിയിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. அதனால் தான் இந்த நீதியில் கடந்து வரும்படி உங்களை அழைக்கிறோம். നീതി ജാതിയെ ഉയർത്തുന്നു. நீதி ஜனத்தை உயர்த்தும். പാപമോ വംശങ്ങൾക്ക് നാശമാകുന്നു. பாவமோ ஜனத்துக்கு இல்லாத ஆக்குகிறது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, தேவனுடைய வசனத்தை படிக்கும் போது, അതേ നാം ക്രിസ്തുവിലായിത്തീരുന്ന അനുഭവം ഉണ്ട്. நாம் கிறிஸ்துவுக்குள் ஆகிறதான ஒரு அனுபவம் இருக்கிறது. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, கொரிந்தியர் 2-ാം அதிகாரம் 11-ാം വചനത്തിൽ പഠിക്കുമ്പോൾ, ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 12-ാം அதிகாரத்தில் படிக்கும்போது, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. கிறிஸ்துவில் இருக்கிறதான ஒரு மனுஷனை நான் பார்க்கிறேன். അവൻ 14 സംവത്സരങ്ങൾക്ക് 3-ാം സ്വർഗ്ഗത്തോളം ഉയർത്തപ്പെട്ടു. 14 வருஷங்களுக்கு முன்பு தான் 3-ാം வானம் வரை உயர்த்தப்பட்டான். 3-ാം സ്വർഗ്ഗം വരെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. 3-ാം வானம் வரை உயர்த்தப்பட்ட மனிதனை நாம் பார்க்க முடிகிறது. നമുക്കറിയാം, അത് പൗലോസ് അപ്പോസ്തലനാണ്. அது பவுலோஸ் தான். പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. பவுல் அப்போஸ்தலன் 3-ാം வானம் வரை உயர்த்தப்பட்டார். 3-ാം വാനം വരെ ഉയർത്തപ്പെടുവാനിടയായി തീർന്നു. அவர் 3-ാം வானம் வரை உயர்த்தப்பட முடிந்தது. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். എന്തുകൊണ്ടാണ് ഉയർത്തപ്പെടുവാനിടയായി തീർന്നത്? எதனால் உயர்த்தப்பட முடிந்தது? ക്രിസ്തുവിലുള്ള വ്യക്തിയായിരുന്നു. அவன் கிறிஸ்துவுக்குள் இருக்கிற மனிதனாய். ക്രിസ്തുവിലാണെങ്കിൽ മാത്രമേ ഉയർത്തപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. ஒருவன் கிறிஸ்துவுக்குள் இருந்தால் மட்டும்தான் உயர்த்தப்பட முடியும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை. എപ്പോഴാണ് ഒരു വ്യക്തി ക്രിസ്തുവിലായി തീരുന്നത്? எப்படி கிறிஸ்துவுக்குள் ஆக முடியும்? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, பரிசுத்தாவின் அபிஷேகத்தை பெற்றுக்கொள்ளும் போது. രക്ഷിക്കപ്പെട്ട വ്യക്തി, ரட்சிக்கப்பட்ட நபர், എടുത്ത വ്യക്തി, ஞானஸ்நானத்தை பெற்றுக்கொண்ட நபர் പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, பரிசுத்தாவின் அபிஷேகத்தை பெற்றுக்கொள்ளும் போது വ്യക്തി ക്രിസ്തുവിലായി തീരുകയാണ്. அவன் கிறிஸ்துவுக்குள்ளாக மாற்றப்படுகிறான். നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉപദേശ സത്യങ്ങളാണ്. இந்த உபதேச சத்தியங்கள் நமக்கு எல்லாருக்கும் தெரியும். പുതിയ ആത്മാക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. இது புதிய ஆத்மாக்களுக்காக ஞாபகப்படுத்துகிறோம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ஒருவன் கிறிஸ்துவுக்குள் இருந்தால் அவன் புது சிருஷ்டியா இருக்கிறார். പഴയത് കഴിഞ്ഞുപോയി, பழையதெல்லாம் ஒளிந்து போனது. അതേ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരികയാണ്. ஒரு புதிய அனுபவத்தில் வருகிறோம். അതേ ക്രിസ്തുവിൽ അധിവസിക്കുന്ന ഒരു അനുഭവം, கிறிஸ்துவில் வாழ்கிறதான ஒரு அனுபவம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1-ാം அதிகாரம் 4-ാം அதிகாരം 13-ാം വചനത്തിൽ പഠിക്കുമ്പോൾ, അവൻ നമ്മിലും നാമിലും ആകുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. யோவான் அப்போஸ்தலன் சொல்கிறார், நாம் அவனில் அவன் நம்மில் இருக்கிறதினால் நாம் அறிந்து கொள்கிறோம். നാം അവനിലും അവൻ നമ്മിലുമായി തീരുന്നു. நாம் அவனிலும் அவர் நம்மிலும் ஆகிறதான അവൻ அனுபவம். തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. அவர் தம்முடைய ஆவியை நமக்கு தந்ததினால் நாம் தெரிந்து கொள்கிறோம். വീണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, யோவான் அப்போஸ்தலன் சொல்கிறார், അന്ന് നിങ്ങൾ അറിയുന്ന അവൻ ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും പിതാവ് അവനിലും പിതാവിലും നിങ്ങൾ അന്നറിയും. கிறிஸ்து அவனிலும் நாம் அவனிலும் பிதா நம்மிலும் എന്നുള്ളതാണ് കാര്യങ്ങൾ தெரியும்படி. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ദിനത്തെ കുറിച്ചാണ് പറയുന്നത്. பரிசுத்தாவின் அபிஷேகத்தை பெற்றுக்கொள்ளுகிற காரியங்களை தான். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். പ്രിയ ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിലായി തീരുന്ന ഒരു അനുഭവം ഉണ്ട്. இவங்களோட நாம் கிறிஸ்துவுக்குள் ஆகிறதான அனுபவம் இருக்கிறது. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். എഫേസ്യർ 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യർ 2:7 പഠിക്കുമ്പോൾ, ക്രിസ്തു യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. கிறிஸ்து இயேசுவுக்குள் நம்மை அவரோடு கூட எழுப்பி உன்னதங்களிலே அவரோடு உட்காரவும் செய்தார். ഉയരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു അനുഭവം, அவர் உயரத்தில் உன்னதங்களை உயர்த்துகிறதான அனுபவம், സ്വർഗ്ഗത്തിൽ നമ്മെ ഇരുത്തുന്ന ഒരു അനുഭവം, பரலோகத்தில் நம்மை உட்கார வைக்கிற அனுபவம், ഒരു വിശേഷിക്കപ്പെട്ട അനുഭവമാണ്. പ്രിയ ദൈവമക്കളെ, அது വിശേഷിക്കപ്പെട്ടதான அனுபவம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். സ്വർഗ്ഗത്തിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ
ഉന്നതങ്ങളിൽ ഇരുത്തപ്പെടുന്നു. அவர் உன்னதங்களில் அவரோடு உட்காரவும் செய்கிறார். സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെടുക എന്ന് പറയുമ്പോൾ உன்னதங்களில் அவரோடு உட்காருக എന്ന് சொல்லும்போது സകല ഭാരങ്ങളും ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ വിശ്രമിക്കുന്ന അനുഭവമാണ്. சகலவும் விட்டு தேவனோடு இளைப்பாறுகிறதான ஒரு அனுபவம். ക്രിസ്തുവിലായിത്തീർന്ന വ്യക്തികൾ கிறிஸ்துவில் ஆகிறதான ஒரு நபர் ഭാരങ്ങളെല്ലാം ദൈവത്തിന്റെ മേൽ ദൈവത്തിൽ വിശ്രമിക്കുന്നവരായിരിക്കണം. ഭാരങ്ങൾ എല്ലാം தேவன் மேல் வைத்துவிட்டு அவர் இளைப்பாறுகிறவர்கள் இருக்கிறார். നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമക്കുന്ന ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. நம்முடைய பாரங்களை எல்லாம் சுமக்கிற ஆண்டவர் നമ്മുടെ மத்தியில் இருக்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അധ്വാനിക്കുന്നവരും ഭാരം നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. அதனால தான் இயேசு சொன்னார், வருத்தப்பட்டு பாரம் சுமக்கிறவர்களே நீங்கள் எல்லாரும் என்னிடத்தில் வாருங்கள், ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. நான் உங்களுக்கு ഇளைപ്പാறுதൽ தருவேன். ലോകത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ടോ? அப்படி யாருக்காவது உலகத்தில் சொல்ல முடிந்திருக்கிறதா? നിങ്ങളുടെ ഭാരമെല്ലാം എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. உங்களுடைய பாரங்களை எல்லாம் என்னிடத்தில் கொண்டு வாருங்கள் என்று. ഭാരമായിട്ട് ഇന്ന് രാത്രി കാലം വന്നിട്ടുണ്ടെങ്കിൽ, நீங்கள் ஏதாவது ஒரு பாரத்தோடு கடந்து வந்திருந்தால் ആ ഭാരങ്ങളെല്ലാം ഏറ്റെടുപ്പാൻ നമ്മുടെ യേശു നമ്മുടെ മധ്യേ ഉണ്ട്. அந்த பாரங்களை எல்லாம் சுமக்க ஆண்டவராக இயேசு கிறிஸ்து இருக்கிறார். സകല ഭാരങ്ങളും അവൻ ഏറ്റെടുക്കുന്നവനാണ്. எல்லா பாரங்களையும் அவர் சுமக்கிறவர். പിതാവിന്റെ മണവാട്ടി സകല ഭാരങ്ങളും ദൈവത്തിൽ വേണ്ടി വിശ്രമിക്കുന്ന വ്യക്തിയാണ്. பிதாவின் மனவாட்டி அது எல்லா பாரங்களையும் சுமக்கிறவர். പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. வசனத்தை எப்படி படிக்கிறோம்? മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ആർ, வனாந்தரத்தில் பிரியன் மேல் சார்ந்து கொண்டு வருகிற இவள் யார்? മരുഭൂമിവാസികളാണ് പ്രിയപ്പെട്ടവരെ. இது ஒரு வனாந்தர பாதை பிரியமுள்ளவர்களே. കനാനിലേക്ക് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. இந்த வனாந்தரத்தில் நாம் பிரயாணம் செய்து கொண்டிருக்கிறோம். ഈ മരുവാസത്തിൽ നമുക്ക് ചാരുവാൻ ഒരു സ്ഥാനമുണ്ട്. இந்த மறுபூமியில் நமக்கு சார்ந்து கொள்ளும்படியாக ஒரு இடம் இருக்கிறது. പ്രിയന്റെ മാർവിലാണ് നാം ചാരേണ്ടത്. அவன் பிரியன் மார்பில் சார்ந்து கொண்டு வருகிறவன். നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവത്തിന് മേലിട്ട് വിശ്രമിക്കുന്ന അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്. நம்முடைய பாரங்களை எல்லாம் தேவன் மேல் வைக்கிறதான அனுபவத்தை அது வெளிப்படுத்துகிறது. യാതൊരു ഭാരങ്ങളും നാം ചുമക്കുന്നവരായി തീരരുത്. நாம் எந்த விதமான பாரங்களை சுமக்கிறவராக காணப்படக்கூடாது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு ஸ்தோத்திரம். ഭാരങ്ങൾ നാം ചുമന്നാൽ കർത്താവിന്റെ നമുക്കത് കെണിയായി തീരും. பாரங்களை நாம் சுமக்கிறவர்களாக இருந்தால் அது நமக்கு ஒரு கண்ணியாய் தீரும். യേശു പ്രകാരം പറയുകയുണ്ടായി. இயேசு இப்படி சொன்னார், നിങ്ങളുടെ ജീവിത അതിഭക്ഷണത്താലും മദ്യപാനത്താലും വെറുക്കൂത്തുകളാലും നിറഞ്ഞ അതിഭക്ഷണത്താലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഹൃദയം ഭക്ഷണത്താലും മദ്യപാനത്തിനാലും വെറികൊണ്ട് പോകാതെപടി இருக்க வேண்டும் என்று சொல்லியிருக்கு. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അതിനാൽ ഭാരങ്ങൾ കർത്താവിന്റെ വരവിൽ നമ്മെ ചേർത്തുകൊള്ളുന്നതിന് തടസ്സമായി കാണപ്പെടുന്നു. ഭാരങ്ങൾ നാം சுமப்பது தேவனுடைய வருகைக்கு நமக்கு தடையாய் காணப்படுகிறது. സകല ഭാരങ്ങൾ നമുക്ക് ദൈവത്തിന് വേണ്ടി വിശ്രമിക്കാം. சகல பாரங்களை வைத்து நாம் ஆண்டவர் மேல் இளைப்பாற வேண்டும். ക്രിസ്തുവിലായിത്തീരുന്ന അനുഭവത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, கிறிஸ்துவிலாகதான் அனுபவத்தை நாம் நினைக்கும் போது അതിനെ നമുക്ക് മൂന്നായിട്ട് തിരിച്ചു പഠിപ്പാൻ കഴിയും. நாம் மூன்று வகையாக படிக்கலாம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு ஸ்தோத்திரம். ക്രിസ്തുവിൽ പൂർണ്ണരായിത്തീരുന്ന അനുഭവമുണ്ട്. கிறிஸ்துவில் பூரணராக மாற்றப்படுகிற அனுபவம். ക്രിസ്തുവിൽ ശിശുക്കളായിത്തീരുന്ന അനുഭവമുണ്ട്. கிறிஸ்துவில் சிசுக்களாய் காணப்படுகிற அனுபவம் இருக்கு. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு ஸ்தோத்திரம். ക്രിസ്തുവിൽ ആത്മീകർ എന്നൊരു അവസ്ഥയുണ്ട്. கிறிஸ்துவில் ஆத்மீகர் என்ற அனுபவம் இருக்கிறது. ദൈവത്തിന് മഹത്വം. தேவனுக்கு ஸ்தோத்திரம். ആത്മീകൻ, പ്രാകൃതൻ, ചെടികൻ, ഇങ്ങനെ നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ஆவிக்குரியவன், பூமிக்குரியவன், எழுத்துக்குரியவன் என்று படிக்கிறோம். അതിനാൽ നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. நாம் கிறிஸ்துவில் பூரணராக மாற்றப்பட வேண்டும். ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക. நாம் கிறிஸ்துவில் பூரணராக்கப்பட வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். നാം ആത്മീയമായ വളർച്ച പ്രാപിക്കേണ്ടിയിരിക്കുന്നു. நாம் ஆவிக்குரிய பிரகாரமாக வளர வேண்டும். എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പൂർണ്ണരായി തീരുവാൻ കഴിയത്തുള്ളൂ. அப்போது மாத்திரம் தான் தேவனில் நாம் பூர்ணரும் ஆக முடியும். അതിനാൽ ക്രിസ്തുവിലുള്ള ശൈശവമായ അനുഭവത്തിൽ നാം പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടേണ്ടിയിരിക്കുന്നു. அதனால்தான் கிறிஸ்துவினுள்ளதான எல்லா விதமான பூர்ணங்களில் நாம் வளர வேண்டும். ഒരു ശൈശവ പ്രകൃതത്തിൽ നാം കാണപ്പെടുവാൻ പാടില്ല. நாம் ஒரு சிசுவின் அனுபவத்தில் காணப்படக்கூடாது. എല്ലാ ശൈശവ പ്രകൃതങ്ങളും നമ്മൾ മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. நாம் சிசுவின் அனுபவத்தில் பூர்ணமாய் மாற்றப்பட வேண்டும். അങ്ങനെ മാറ്റപ്പെടുമെങ്കിൽ മാത്രമേ നമുക്ക് അവകാശം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. அப்படி மாற்றப்பட்டால் மாத்திரம்தான் நாம் அவகாசங்களை பெற்றுக்கொள்ள முடியும். അവന്റെ മണവാട്ടിയായി തീരുവാൻ സാധിക്കത്തുള്ളൂ. நாம் அவருடைய மனவாட்டியாய் மாற்றப்பட முடியும். അല്ലെങ്കിൽ നാം ഉയർത്തപ്പെടുവാനായി തീരത്തുള്ളൂ. அப்போதுதான் நமக்கு உயர்த்தப்பட முடியும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ഗലാത്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, கலாத்தியர் 4-ாம் அதிகாரத்தில் படிக்கும்போது നാം വായിക്കുന്നുണ്ട്, അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. சுதந்திரவாளியவன் சிசுவாய் இருக்கிறனாலும் தன் தாசனை காலம் ஒரு விதத்திலும் அவன் உயர்த்தப்பட்டவன் அல்ல. അവകാശി സർവ്വത്തിന് യജമാനാണെങ്കിൽ തന്നെയും அவகாசி சுதந்திரவாளி அவன் சிசுவா இருக்கும் காலம், എന്നാൽ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. அவன் சிசுவாய் குழந்தையா இருக்கிற நாள் வரையும் அவன் தாசனை காலம் ஒரு விதத்திலும் உயர்த்தப்பட்டவன் அல்ல. ശിശുവായിരിക്കുന്നിടത്തോളം അവനെ അവകാശത്തിലേക്ക് ഉയർത്തുവാൻ കഴിയത്തില്ല. சிசுவா இருக்கிறவன் அவன் சுதந்திரத்தை பெற்றுக்கொள்ள உயர்த்தப்பட முடியாது. അവന് അവകാശം കൊടുപ്പാൻ പിതാവിന് സാധിക്കത്തില്ല. அவன் ஒரு சுதந்திரத்தை பெற்றுக்கொள்ள அவனால் முடியாது. അവൻ ആ ശൈശവ പ്രകൃതങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവൻ വളർച്ച പ്രാപിക്കേണ്ടിയിരിക്കുന്നു. அதனால் அவன் சிசுவின் அனுபவத்தில் இருந்து மாற்றப்பட்டு பூர்ண பிராபிக்க வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എങ്കിൽ മാത്രമേ അവന് അവകാശം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. அப்போதுதான் அவனால் சுதந்திரத்தை பெற்றுக்கொள்ள முடியும். എങ്കിൽ മാത്രമേ അവൻ ഉയർത്തപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. அப்போது மட்டும்தான்
மட்டும்தான் அவனால் உயர்த்தப்பட முடியும். ദൈവത്തിന് മഹത്വം. தேவனுக்கு மகிமை. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ ശൈശവ പ്രകൃതങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റപ്പെടണം. അതിനാൽ நான் எல்லாம் சிசுவின் அனுபவங்கள் பூர்ணமாய் மாற்றப்பட வேண்டும். കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, கொரிந்தியர்கள் நிருபத்தில் அப்போஸ்தலன் சொல்கிறார், നിങ്ങളോട് എനിക്ക് ആത്മീയരെന്ന പോലെ അല്ല, നിങ്ങളോട് ആവിക്കുരവർ എന്ന് சொன்னது போல அல்ல, ക്രിസ്തുവിൽ ശിശുക്കളെ പോലെ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. കുഴந்தைகளோடு பேசுவது போல தான் பேச முடிகிறது. ക്രിസ്തുവിൽ ശിശുക്കളുടെ സ്വഭാവവിശേഷതകളെ കുറിച്ച് അവിടെ പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. நாம் கிறிஸ்துவுக்குள் குழந்தைகளா இருக்கிற அனுபவத்தை நாம் அங்க படிக்கிறோம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അവിടെ പക്ഷം പിടിക്കുന്ന അനുഭവത്തെ കുറിച്ചൊക്കെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. அங்கே பட்சம் பிடிக்கதான் சேர்ந்து போகிற அனுபவத்தை படிக்கிறோம். പക്ഷം പിടിച്ചുകൊണ്ട് ഓരോരുത്തരും കാണപ്പെടുകയാണ്. மற்றவர்களோடு சேர்ந்து போகிறதான ஒரு அனுபவத்தை அங்க படிக்கிறோம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ ശിശുക്കളാണെന്ന് പറയുകയാണ്. அப்படி இருக்கிறவர்கள் தேவனுக்கு சிசுக்களாக காணப்படுகிறார்கள். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എല്ലാ ശൈശവ പ്രകൃതങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടേണ്ടിയിരിക്കുന്നു. அதனால் குழந்தையின் அனுபவம் சிசுவின் அனுபவம் பூர்ணமாய் மாற்றப்பட வேண்டும். അതിനാണ് ദൈവം നമുക്ക് ഈ കൂട്ടായ്മയുടെ ബന്ധം തന്നിരിക്കുന്നത്. அதனால் தான் ஆண்டவர் நமக்கு இந்த ஐக்கியத்தை தந்திருக்கிறார். അതിനാണ് ദൈവം നമുക്ക് ഉപദേശം തന്നിരിക്കുന്നത്. அதனால் தான் நமக்கு ஆண்டவர் உபதேசத்தை தந்திருக்கிறார். ഉപദേശമാണ് നമ്മെ എല്ലാ ശൈശവ പ്രകൃതങ്ങളും വിടുവിക്കുവാൻ ഇടയായി തീരുന്നത്. இந்த உபதேசம் நம்ம எல்லா குழந்தையின் சிசுவின் அனுபவத்தில் நம்மை விடுவிக்கிறது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അതിനാൽ ക്രിസ്തുവിലായിരിക്കുന്ന അനുഭവത്തിൽ നമുക്ക് എപ്പോഴും കാണപ്പെടാൻ പ്രിയപ്പെട്ടവരെ, அதனால் கிறிஸ்துவின் அனுபவத்தில் எப்போதும் காணப்படுகிற அனுபவம் படிக்கிறோம். ക്രിസ്തുവിലായിരിക്കുന്ന മൂന്നാം സ്വർഗ്ഗത്തോട് ഉയർത്തപ്പെടുന്ന അനുഭവത്തിൽ കാണപ്പെടാം. நாம் கிறிஸ்துவின் உயர்த்தப்படுகிறதான மூன்றாம் உயரத்தில் படுகிறதான அனுபவத்தை பெறுவோம். എന്നാൽ ആ പൂർണ്ണതയിലേക്ക് വളരുന്ന അനുഭവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. நாம் உயர்த்தப்படுகிறதான அனுபவத்தை ஆசைப்படுவோம். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுடைய നാമத்துக்கு மகிமை உண்டாகட்டும். നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, நாம் தேவனுடைய வசனத்தை படிக்கும்போது 91 സങ്കീർത്തനം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ 91 சங்கீதம் 14 வசனத்தை படிக்கும்போது അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, அங்கே எப்படி படிக்கிறோம்? അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, அவனை நாமத்தை அறிந்திருக்கிறபடியால் அவனை உயர்த்துவேன், അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, அவன் என்னிடத்தில் வாஞ்சியா இருக்கிறபடியால் அவனை விடுவிப்பேன். നാം ഉയർത്തപ്പെടണമെങ്കിൽ நாம் உயர்த்தப்பட வேண்டும் என்றால் ദൈവത്തിന്റെ നാമത്തെ അറിയുന്നവരായിരിക്കണം. நாம் தேவனுடைய நாமத்தை அறிந்தவர்களாக இருக்க வேண்டும். അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, அவன் என்னுடைய நாமத்தை அறிந்தபடினால் நான் அவனை உயர்த்துவேன். അതെ, ദൈവത്തിന്റെ നാമത്തെ അറിയണമെങ്കിൽ എപ്രകാരമായിരിക്കണം? நாம் தேவனுடைய நாமத்தை அறிந்தவர்கள் எப்படி செய்ய வேண்டும்? ദൈവത്തോട് നാം പറ്റിയിരിക്കുന്നവരായിരിക്കണം. நாம் தேவனோடு சேர்ந்து இருக்கிறவர்களாக இருக்க வேண்டும். അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, அவன் என்னிடத்தில் வாஞ்சியா இருக்கிறபடியால் நான் அவனை விடுவிப்பேன். നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, அவன் என் நாமத்தை அறிந்திருக்கிறபடியால் நான் അവனை உயர்த்துவேன். അതിനാൽ പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോഴാണ് നമുക്ക് അവന്റെ നാമത്തെ അറിയുവാൻ കഴിയുന്നത്. நாம் தேவனோடு சேர்ந்து இருக்கிறவர்களாக இருக்கும்போது மட்டும்தான் நாம் உயர்த்தப்பட முடியும். എത്രമാത്രം നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നു അത്രമാത്രം അവന്റെ നാമത്തെ കുറിച്ച് അറിയുവാൻ കഴിയും. நாம் எவ்வளவு அதிகமாய் தேவனோடு சேர்ந்து இருக்கிறோம், எவ்வளவு அதிகமாய் தேவனோடு பற்றி இருக்கிறோம். ദൈവത്തിന്റെ നാമം അവന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. தேவனுடைய நாமம் அவனுடைய சுபாவத்தை வெளிப்படுத்துகிறது. ദൈവത്തിന്റെ നാമത്തെ നാം അറിയുന്നവരായിരിക്കണം. தேவனுடைய நாமத்தை நாம் தெரிந்து கொள்ளவர்களாக இருக்க வேண்டும். ദൈവത്തിന്റെ സ്വഭാവത്തെ നാം മനസ്സിലാക്കുന്നവരായിരിക്കണം. நாம் தேவனுடைய சுபாவத்தை நாம் புரிந்து கொள்ளவர்களாக இருக்க வேண்டும். നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നവരായിരിക്കണം. அதற்காகத்தான் நாம் தேவனிடத்தில் வாஞ்சியா இருக்க வேண்டும். ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്കാണ് അവന്റെ നാമത്തെ അറിഞ്ഞ് ഉയർത്തപ്പെടുവാൻ സാധ്യമായി തീരുന്നത്. தேவனிடத்தில் வாஞ்சியா இருக்கிறவர்கள் மட்டும்தான் அவரால் உயர்த்தப்பட முடியும். ഇസ്രായേൽ ജനത്തെ ദൈവം അവരെ പറ്റിയിരിക്കുമാറാക്കി. இஸ்ரவேல் ஜனத்தை ஆண்டவர் அவரோடு பற்றியிருக்கும்படியாக செய்தார். കച്ച അരിയോട് പറ്റിയിരിക്കുന്ന പോലെ അവരെ പറ്റിയിരിക്കുമാറാക്കി. மற்ற அரியோடு சேர்ந்து இருக்கிறது போல அவரோடு சேர்ந்து இருக்க பண்ணினார். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അവന്റെ പാപങ്ങൾ പിന്മാറ്റങ്ങൾ ആ അവസ്ഥയിൽ അവരെ അകറ്റിക്കളയായി തീർന്നു. அவருடைய பாவங்கள் பின்மாற்றங்கள் எல்லாம் அகற்ற முடிந்தது. അവർ പറ്റിയിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. அவர்கள் சேர்ந்து இருக்கும்போது அவர்களுக்கு கிடைக்கிற ஆசீர்வாதத்தை படிக்கிறோம். അവരെ പ്രശംസാ വിഷയമാക്കും. அவர்களை ஆண்டவர் புகழ்ச்சியாக வைப்பார். ഉയർത്തപ്പെട്ടവരായി തീരും. அவர்கள் உயர்த்தப்பட்டவர்களாக மாற்றப்படுவார். അതിനായിട്ട് ദൈവം അവരെ പറ്റിയിരിക്കുമാറാക്കി. அதனால் ஆண்டவர் அவர்கள் சேர்ந்து இருக்கும்படி செய்தார். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അവരെന്താണ് ചെയ്തത്? அவர் என்ன செய்தார்கள்? അവരുടെ പ്രമാണ ലംഘനത്താൽ പിന്മാറ്റത്താൽ ആ അവസ്ഥയിൽ അവർ അതേ തള്ളപ്പെടുവാനായിട്ടിടയായി തീർന്നു. அவருடைய வசனத்தை கேட்காமல் அவர் பல விதங்களில் பின்மாற்றத்தில் தள்ளப்பட்டார்கள். അതിനാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് എപ്പോഴും ദൈവത്തോട് പറ്റിയിരിക്കുന്നവരായി തീരാം. ஆகையால் நாம் எப்போதும் தேவனோடு சேர்ந்து இருக்கிறவர்களாக இருக்க வேண்டும். അവന്റെ നാമത്തെ അറിയുന്നവരായി തീരാം. நாம் அவருடைய நாமத்தை அறிந்தவர்களாக இருக்க வேண்டும். ദൈവത്തിന്റെ നാമത്തെ എങ്ങനെയാണ് അറിയുവാൻ കഴിയുന്നത്? தேவனுடைய நாமத்தை நாம் எப்படி தெரிந்து கொள்ள முடியும்? പറ്റിയിരുന്നാൽ മാത്രം പോരാ, சேர்ந்திருந்தால் மட்டும் போதாது. അവന്റെ നാമത്തെ അറിയണമെങ്കിൽ നാം ഒരു ശരിയായ പ്രതിഷ്ഠയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. நாம் அவருடைய நாமத்தை அறிந்து கொள்ள ஒரு பிரதிஷ்டையில் வளர்ந்து வர வேண்டும். ശരിയായ ഒരു ത്യാഗപരമായ ജീവിതത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ஒரு தியாகமுள்ளதான ஒரு வாழ்க்கை செய்ய வேண்டும். എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ നാമത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. அப்போது மட்டும்தான் தேவனுடைய நாமத்தை அறிந்து கொள்ள முடியும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ഫിലിപ്പിയർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം அதிகாரத்தில் படிக்கும்போது പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. பவுல் பிரகாரம் சொல்லுகிறார், അവനെ കുറിച്ചുള്ള പരിചാരത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി அவரை குறித்துள்ள
பரிஞானத்தின் உயரத்தின் வேண்டி അവനെ കുറിച്ച് അറിവിന്റെ മേന്മയ്ക്കായിട്ട് அவரை அறிகிறதான அறிவின் மேன்மைக்காக ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറെണ്ണുന്നു. நான் எல்லாவற்றையும் குப்பையாக எண்ணுகிறேன். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு ஸ்தோத்திரம். ഈ ലോകത്തിലെ പ്രശംസയും പുകഴ്ചയും പദവികളെല്ലാം തന്നെ ഉപേക്ഷിച്ച് ചവറെണ്ണുന്ന ഒരു ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ. இந்த உலகத்தில் இருக்கிறதான பதவிகள் ஸ்தானங்கள் எல்லாவற்றையும் குப்பை என்று எழுதுகிறதான ஒரு அனுபவம் இருக்கிறது. ഈ ലോകക്കാർ ആഗ്രഹിക്കുന്നതായ വിധത്തിലുള്ളതായ കാര്യങ്ങൾ, இந்த உலகத்தில் உள்ளவர்கள் ஆசைப்படுறதான பல காரியங்கள். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு ஸ்தோத்திரம். ഈ ലോകം പിന്നാലെ പോകുന്ന പലവിധമായ കാര്യങ്ങൾ, ഈ உலகத்தின் பின்னாலே போகிறதான பல காரியங்கள். ദൈവത്തിന് മഹത്വം. தேவனுக்கு ஸ்தோத்திரம். അതിനെ കുറിച്ചൊക്കെ വിശുദ്ധ പൗലോസ് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. அதை குறித்து பவுல் மேலே சொல்லியிருக்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்ടെ. ഞങ്ങളുടെ പ്രശംസയും പുകഴ്ചയും എല്ലാം പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിക്കണം. அப்படி இருக்கிறதான புகழ்ச்சியும் காரியங்களிலிருந்து நாம் பூர்ணமாய் விடுதலை பெற்றுக் கொள்ள வேண்டும். ഉപേക്ഷിച്ച് ചവറെണ്ണുന്നവരായിരിക്കണം. எல்லாவற்றையும் விட்டு குப்பையாக எண்ண வேண்டும். ദൈവത്തിന് മഹത്വം. தேவனுக்கு மகிமை. എങ്കിൽ മാത്രമേ ദൈവത്തെ അറിയുന്ന അറിവിലേക്ക് വരുത്തുള്ളൂ. அப்போது மட்டும் தான் தேவனை அறிகிற அறிவில் கடந்து வர முடியும். അറിവിന് വേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറെണ്ണുന്നു. அந்த அறிவை பெற்றுக்கொள்ள எல்லாவற்றையும் குப்பையாக எண்ண வேண்டும். യോബ് ദൈവത്തെ ശരിയായിട്ട് അറിയാൻ വേണ്ടി, யோபு தேவனை பூர்ணமாய் அறிந்து கொள்ளும்படி ശരിയായ ഒരു പാതയിലൂടെ, കഷ്ടത്തിന്റെ പാതയിലൂടെ, നഷ്ടത്തിന്റെ പാതയിലൂടെ ദൈവനെ നടത്തി. மிகவும் சரியான கஷ்டமான பாதையில் தேவன் நடத்தப்பட்டார். എല്ലായിടത്തും മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. அவனிருந்தான் எல்லாம் மாற்றப்பட்டது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்ടെ. ഇപ്പോൾ യോബ് പറയുന്നത്, அதனால்தான் தேவன் சொல்லுகிறார், ഞാൻ ദൈവത്തെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. நான் தேவனை பற்றி கேட்டு மட்டும்தான் இருக்கிறேன். എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ കണ്ണാൽ കാണുന്നു. இப்போது நான் என்னுடைய கண்களால் கண்டிருக்கிறேன். ദൈവത്തെ കുറിച്ച് ശരിയായ അറിവിലേക്ക് അവൻ വരുവാനിടയായി തീർന്നു. அவன் தேவனை குறித்தான சரியான ஒரு அறிவில் கடந்து வந்தான். അതിനായിട്ട് ദൈവനെ കഷ്ടത്തിലെ നഷ്ടത്തിലെ പാതയിലൂടെ നടത്തുവാനിടയായി തീർന്നു. അതിനാൽ ആண்டவர் അവനെ കഷ്ടത്തിൻ പാതയിൽ നടത്തിனார். മക്കളെ, നാം നമ്മുടെ ദൈവത്തെ കുറിച്ച് ശരിയായിട്ട് അറിയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം தேவனை நாம் அறிய வேண்டிய വിധങ്ങളിൽ അവന്റെ നാമത്തെ നാം അറിയുമ്പോൾ അവൻ നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. அவருடைய நாமத்தை நாம் அறியும்போது அவர் நம்மை உயர்த்துவார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்ടെ. വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും தேவனுடைய വചനത്തെ പഠിക്കുമ്പോൾ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 1 പേതുരു 5-ാം അധ്യായത്തിൽ പഠിக்கிறோம். അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിക്കുക. அவர் நம்மை உயர்த்தும்படி அவருடைய பலமுள்ள கையின் கீழ் அடங்கி இருக்க வேண்டும். തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാൻ വേണ്ടി, ஏற்ற காலத்தில் தேவனை உயர்த்தும்படி അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ നാം താണിരിക്കുന്നവരായിരിക്കണം. அவருடைய பலத்த கைக்குள் அடங்கி இருக்க வேண்டும். ദൈവത്തിന് ബലമുള്ള ഒരു കരമുണ്ട് പ്രിയപ്പെട്ടവരെ. தேவனுக்கு பலமுள்ள ஒரு கரம் இருக்கிறது. ആ കരത്തിന്റെ കീഴിലായിരിക്കണം നാം ഓരോരുത്തരും കാണപ്പെടേണ്ടത്. அந்த கையின் கீழ் நாம் எல்லாரும் காணப்பட ആ வேண்டும். കരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നടത്തിപ്പിനെ വെളിപ്പെടുത്തുകയാണ്. அந்த கை என்று சொல்லுவது தேவனுடைய நடத்திப்பை காட்டுகிறது. ദൈവത്തിന്റെ നടത്തിപ്പിൻ കീഴിലായിരിക്കണം നാം കാണപ്പെടേണ്ടത്. நாம் தேவனுடைய நடத்திப்பின் கீழில் காணப்பட എന്ന് வேண்டும். പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? அதனுடைய அர்த்தம் என்ன? ഒന്നാമതായിട്ട് ദൈവത്തിനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. அது நம்மை பூர்ணமாய் தேவனுக்கு ஒப்பு கொடுக்கிறதான காரியம். ദൈവം നമ്മെ നടത്തുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിലയിൽ നാം കാണപ്പെടണം. தேவனை நாம் ஒப்பு கொடுத்து தேவன் நம்மை பிரியப்படுகிற அனுபவத்தை பெற்றுக்கொள்ள வேண்டும். നമ്മളെ സ്വന്തം ഇഷ്ടങ്ങളൊന്നും നാം ചെയ്യുന്നവരായി തീരരുത്. நாம் சொந்த விருப்பங்கள் செய்கிறவர்களாக காணப்படக்கூடாது. ദൈവ നടത്തിപ്പിന്, ദൈവ നിയന്ത്രണത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. முழுவதுமாக தேவனுடைய சித்தத்துக்கு நம்மை ஒப்பு கொடுக்கிறவர்களாக இருக்க வேண்டும். അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. அப்போஸ்தலனாയ பவுல் இப்படி சொல்கிறார், അത് ഞങ്ങൾ വിചാരിച്ചിരുന്ന പോലെയല്ല. அது நாங்கள் நினைத்தது போல அல்ல. അവർ മുൻപേ തങ്ങളെ തന്നെ ദൈവത്തിനും കർത്താവിനും, அவர் தங்களை பூர்ணமாய் கர்த்தருக்கும் தேவனுக்கும் പിന്നെ ദൈവ ഇഷ്ടത്തിലോട്ട് ഞങ്ങൾക്കും ഏൽപ്പിച്ചു. പിന്നെ தேவனுடைய இஷ்டத்திற்கு எங்களுக்கும் ஒப்பு கொடுத்தார். ഒന്നാം ദൈവത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ஒன்றாவது அவர் தேவனுக்கு தங்களை தான் ஒப்பு கொடுத்தார். എന്തിനു വേണ്ടി? ഉയർത്തപ്പെടുവാൻ വേണ്ടി. உயர்த்தப்பட வேண்டும் என்றால் ஒப்பு கொடுக்க வேண்டும். സമയത്ത് ഉയർത്തുവാൻ വേണ്ടി ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ஏற்ற காலத்தில் உயர்த்தப்படும்படிக்கு நாம் ஒப்பு கொடுக்க வேண்டும். രണ്ടാമതായിട്ട് ദൈവ ഇഷ്ടത്തിനൊത്തോണം അതേ വിശുദ്ധന്മാർക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. இரண்டாவதாக நாம் பரிசுத்தவான்களுக்கு ஒப்பு கொடுக்க வேண்டும். ഒന്നാം ദൈവത്തിനും ദൈവ ഇഷ്ടത്തോളം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ஒன்றாவது தேவனுக்கும் தேவனுடைய இஷ்டத்தின்படி தான் எங்களுக்கும் ஒப்பு கொடுத்தார்கள். യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ, கிறிஸ்திய வாழ்க்கை என்று சொல்லும்போது ദൈവത്തിന് നടത്തിപ്പുകാർക്കും ഏൽപ്പിച്ച ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. தேவனுக்கும் பரிசுத்தவான்களுக்கும் அடங்கி இருக்கிற அனுபவமாகும். അതൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. அது ஒரு ஆசீர்வாதமான ஒரு வாழ்க்கை. അതൊരു സന്തോഷപ്രദമായ ജീവിതമാണ്. அது ஒரு சந்தோஷம் நிறைந்த வாழ்க்கை. അതൊരു സുരക്ഷിതത്വമുള്ള ജീവിതമാണ്. அது ஒரு பாதுகாப்பு நிறைந்த வாழ்க்கை. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்ടെ. ദൈവം നമ്മെ ഉയർത്താൻ ബലമുള്ള കരത്തിന് കീഴിലേക്ക് നമുക്ക് കടന്നു വരുന്നവരായി തീരാം. தேவன் நம்மை உயர்த்தும்படிக்கு பலமுள்ள கையின் கீழில் கடந்து வர வேண்டும். ദൈവത്തിന് മഹത്വം. தேவனுக்கு மகிமை. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, எபிராயர் 13-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 17-ാം വചനത്തിൽ இப்படி படிக்கிறோம், നിങ്ങളെ നടത്തുന്നതിനനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. உங்களை நடத்துகிறவர்களுக்கு கீழ்ப்பட்டு இருக்க வேண்டும். അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതിനാകിയാൽ அவர்கள் கணக்கு போதிப்பிக்கின்றவர்களா இருக்கிறார்கள். ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. அவர் உங்கள் ஆத்துமாக்களுக்காக உத்தரவாதம் பண்ணுகிறவர்கள். അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോട് ചെയ്യുവാൻ ഇടവരുത്തുവീൻ. அவர்கள் துக்கத்தோடு சந்தோஷத்தோடு செய்யும்படி கீழ்ப்பட்டிருங்கள். എല്ലാ
ഞാൻ നിങ്ങൾക്ക് നന്നല്ല. இல்லை என்றால் அது உங்களுக்கு நன்றாக பிரயோஜனமா இருக்காது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ ഓർപ്പിക്കുകയാണ്. உங்களை நடத்துகிறவர்கள் நீங்கள் கீழ்ப்பட்டிருக்க வேண்டும். നടത്തുന്നവരെ അനുസരിച്ച് നാം കീഴ്പ്പെട്ടിരിക്കണം. உங்களை நடத்துகிறவர்களுக்கு பூர்ணமாக கீழ்ப்பட்டிருக்க வேண்டும். യേശു പിതാവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിരുന്നു. ஆண்டவராகிய இயேசு பிதாவுக்கு பூர்ணமாக கீழ்ப்படிந்திருந்தார். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്. அதனால்தான் இயேசு இப்படி சொன்னார், ഞാൻ സ്വയമായി വന്നില്ല, ഞാൻ சுயமாக வரவில்லை, പിതാവ് തന്നെ അയക്കുകയാണ് ചെയ്തത്. பிதாவு அவரை அனுப்பினார். പിതാവിന്റെ മടിയിൽ നിന്ന് യേശുവിനെ പിതാവ് അയക്കുവാനിടയായി തീർന്നു. பிதாவின் மடியிலிருந்து இயேசுவை அவர் அனுப்பினார். ഞാൻ സ്വയമായി വന്നില്ല, நான் சுயமாய் வரவில்லை, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്തിട്ടില്ല, நான் சுயமாய் ஒன்றும் செய்யவில்லை, ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, நான் சுயமாய் ஒன்றும் பேசவில்லை, സ്വയമായിട്ട് വന്നില്ല, சுயமாய் வரவில்லை, സ്വയമായി ഒന്നും ചെയ്തില്ല, சுயமாய் ஒன்றும் செய்யவில்லை, സ്വയമായിട്ടൊന്നും സംസാരിച്ചില്ല. சுயமாய் ஒன்றும் பேசவும் இல்லை. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு എന്ന് ஸ்தோத்திரம். പറഞ്ഞാൽ എന്റെ അർത്ഥം പിതാവിന്റെ നടത്തിപ്പിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിരുന്നു. இதன் அர்த்தம் பிதாவின் நடத்திப்புக்கு பூர்ணமாக ഈ கீழ்ப்படிவதுதான். ലോകത്തിലായിരുന്നപ്പോൾ இந்த உலகத்தில் இருந்தபோது മനുഷ്യ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടാണ് ഇരുന്നത്. அவன் மனுஷனுடைய நியமங்களுக்கு கீழ்ப்பட்டிருந்ததா, തന്റെ മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നു. தன்னுடைய பெற்றோர்களுக்கு கீழ்ப்படிந்திருந்தார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശുവിന്റെ ചരിത്രം ബൈബിളിൽ കാണുന്നില്ല. 12 வயது முதல் 30 வயசு வரை இயேசுவின் வாழ்க்கையை நாம் பைபிளில் படிப்பதில்லை. എന്നാൽ ആ 30 വയസ്സ് വരെയും 12 വയസ്സ് മുതൽ യേശു മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നു. 12 வயசு முதல் 30 வயசு வரையும் பெற்றோருக்கு கீழ்ப்படிந்திருந்தார். മാതാപിതാക്കളെ അനുസരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. பெற்றோர்கள் கீழ்ப்படிந்து எல்லா காரியங்களும் செய்து கொண்டிருந்தார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എന്നാൽ നിത്യതയിൽ പിതാവിന് ഇപ്പോഴും യേശു കീഴ്പ്പെട്ടിരിക്കുകയാണ്. இப்போது நித்தியத்தில் ஆண்டவர் യേശു പിതാവുக்கு കീഴ്ப்படிந்திருக்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. கொரிന്ത്യர்களின் நிருபத்தில் പൗലോസ് இப்படி சொல்லுகிறார், എന്നെല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. தன்னுடைய எல்லா காரியங்களும் ஒப்பு கொடுத்து தன்னுடைய ராஜ்யத்தை அவர் பிதாவுக்கு ஒப்பு கொடுக்கிறார். പിതാവായ ദൈവത്തിന്റെ നിത്യരാജ്യം, பிதாவின் ஒரு நித்தியமான ராஜ்யத்தை ஒப்பு கொடுக்கிறார். രാജ്യത്തിലേക്ക് നാം നോക്കിയാൽ அந்த நித்திய ராஜ்யத்தை நாம் பார்க்கும்போது സകലവും കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. சகலத்தையும் கீழ்ப்படுന്നவர் கீழ்ப்படுத்திருக்கிற அனுபவத்தை பார்க்கிறோம். പിതാവിന് യേശു നിത്യതയിലും കീഴ്പ്പെട്ടിരിക്കുകയാണ്. பிதாவுக்கு ஆண்டவர் பூர்ணமாக கீழ்ப்படுத்திருக்கிறார். പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സഹതുല്യരും സഹനിത്യരുമാണ്. பிதா குமாரன் பரிசுத்தாவின் சகம் அவர் ഒരേ സമനിലയിൽ ഉള്ളവരായി இருக்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് യേശുവിനെ കാണുവാൻ കഴിയുന്നത്? നാം എപ്പടി യേശുവെ കാണ முடிகிறது? പിതാവിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു യേശു, പിതാവെ പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്നതാണ് യേശു. അതിനാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു ദൈവികമായ നടത്തിപ്പ് ദൈവത്തിന്റെ സഭയിൽ തന്നിട്ടുണ്ട്. ആകയാൽ നമുക്ക് പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ നടത്തിപ്പ് ആണ്ടോ തന്നിരിക്കുന്നത്. നടത്തിപ്പുകാരെ അനുസരിച്ച് നാം കീഴടങ്ങിയിരിക്കുന്നവരായിരിക്കണം. നാം നടത്തിപ്പുകാരിൽ കീഴ്പ്പെടുന്ന അടങ്ങിയിരിക്ക வேண்டும். അവിടെ നമുക്കൊരു സുരക്ഷിതമുണ്ട്. அப்போது നമുക്ക് ഒരു പാதுകാപ്പ് கிடைக்கும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். 91 സംഗീതത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, 91 സംഗീതം 1-ാം വചനത്തിൽ പഠിക്കുമ്പോൾ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, ഉന്നതமான ഒരു മറവിൽ ഇരിക്കുന്ന സർവ്വവല്ലവരുടെ നിഴലിൽ തങ്ങുகிறവൻ, സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ കാണപ്പെടുകയാണ്. സർവ്വവല്ലവരുടെ നിഴലിൽ അവൻ തങ്ങുവാൻ. അവിടെ കാണപ്പെടുന്നുണ്ട്. എന്താണ് ഗുണം? അത് കാണപ്പെടുന്നതാണ് ഇടം. അനേക അനുഗ്രഹങ്ങൾ അവിടെ 91-ാം സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അത് 91-ാം സംഗീതത്തിൽ ആശീർവാദങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഇരുട്ടിൽ സഞ്ചരിക്കുന്നതാണ് മഹാവ്യാധികളിൽ ഇരുന്നും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். നശിപ്പിക്കുന്ന സംഹാരം, മധ്യാഹ്നത്തിൽ പാലാക്കും നോയ്കൾ, പകൽ പറക്കുന്ന അസ്ത്രം, പകലിൽ പറക്കുന്നതാണ് അമ്പുകൾ, ഒന്നിനെയും നിനക്ക് പേടിപ്പാനില്ല. ഇത് ഒന്നിനെയും ഭയപ്പെട தேவையில்லை. എന്തുകൊണ്ടാണ്? നീ ഒരു സുരക്ഷിത സ്ഥാനത്ത് കാണപ്പെടുകയാണ്. കാരണം பாதுகாப்பான ஒரு இடத்தில் இருக்கிறோம். ഒരു നടത്തിപ്പിന്റെ കീഴിൽ നിങ്ങൾ കാണപ്പെടുകയാണ്. ഒരു നടത്തിപ്പിൻ കീഴിൽ കാണപ്പെടുகிறோம். അതിനാൽ പ്രിയ ദൈവമക്കളെ, നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്, അതിനാൽ നാം ഏറ്റ കാലത്ത് ഉയർത്തപ്പെടുമ്പടിക്ക് ദൈവത്തിന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിക്കുന്നവരായിരിക്കണം. தேவனுடைய பலமுள்ள கரத்தின் கீழில் அடங்கி இருக்க வேண்டும். ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ലൂക്ക 19-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ നോക്കി യേശു പ്രകാരം പറയുകയുണ്ടായി. இஸ்ரவேல் ஜனங்களை பார்த்து இயேசு இப்படி சொன்னார். യെരൂശലേമിനെ നോക്കി ഇപ്രകാരം പറയുകയുണ്ടായി. യെരൂശലേமை பார்த்து இப்படி சொன்னார், യെരൂശലേമേ, 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 കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. கோழி தன் குஞ்சுகளை சிறுகன் கீழ் சேர்ப்பது போல உங்களுடைய பிள்ளைகளை சேர்க்க எத்தனை முறை எனக்கு ஆசையா കോഴി இருந்தது. തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കുന്ന പോലെ, கோழி தன் குஞ்சுகளை சிறுகன் கீழ் சேர்ப்பது போல നിങ്ങളെ ചേർപ്പാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. உங்களை சேர்த்துக்கொள்ள எத்தனையோ முறை எனக்கு மனதாக இருந்தது. എന്നാൽ നിങ്ങൾക്ക് മനസ്സില്ലാതെ പോയി. என்றால் உங்களுக்கோ மனதில்லாமல் ആ போனது. ചിറകിന്റെ കീഴിലേക്ക് വരുവാൻ അവർക്ക് മനസ്സില്ലാതെ പോയി. அவர்களுக்கு சிறுகன் கீழ் கடந்து வர அவர்களுக்கு மனதில்லை. അനുഗ്രഹം പ്രായപ്പെട്ടവർക്ക് താല്പര്യമില്ലാതെ പോയി. சிறுகன் கீழ் இருக்கான ஆசீர்வாதத்தை பெற்றுக்கொள்ள மனதில்லை. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை ആ உண்டாகட்டும். ചിറകിൻ കീഴിൽ ഘോഷിച്ചുല്ലസിക്കുന്ന ഒരു അനുഭവമുണ്ട് அந்த പ്രിയപ്പെട്ടവരെ. சிறுகன் கீழில் ஆனந்தப்படுகிற சந்தோஷப்படுகிற அனுபவம் இருக்கு. ചിറകിന്റെ കീഴിൽ നമുക്ക് വലിയ സന്തോഷം അനുഭവിപ്പാൻ കഴിയും. அந்த சிறுகன்
கீழில் நமக்கு ஒரு மிகுந்த சந்தோஷம் இருக்கிறது. ஓ சிறகின் கீழ் നമുക്ക് വലിയ ആനന്ദം അനുഭവിപ്പാൻ കഴിയും. அந்த சிறகின் கீழ் വലിய பெரிய ஒரு மகிழ்ச்சி ஆனந்தம் இருக்கிறது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். കുഞ്ഞുങ്ങൾക്ക് കോഴിയുടെ ചിറകിൻ തള്ളക്കോഴിയുടെ ചിറകിന്റെ കീഴാണ് അതിന് അഭയമായിരിക്കുന്നത്. ஒரு தாய் கோழியின் சிறகில் இருக்கிற குழந்தைகளுக்கு நல்ல ஒரு அடைக்கலம் கிடைக்கிறது. ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ சில சமயங்களில் ഈ തള്ളക്കോഴി ചില സിഗ്നൽ കൊടുക്കാറുണ്ട്. தாய் கோழி ஒரு சிக்னல் கொடுக்கிறது. ശത്രു വരുമ്പോൾ സിഗ്നൽ കൊടുക്കും, ഒരു ശബ്ദം കേൾപ്പിക്കും. சத்துரு வரும்போது அது சிக்னல் கொடுக்கிறது. ആ ശബ്ദം കേട്ടവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അറിയാം அந்த சத்தத்தை கேட்கும்போது അതുപോലെ ചിറകിന്റെ കീഴിലേക്ക് വരികയാണ്. அந்த சத்தத்தை கேட்கும்போது சிறகின் கீழ் வருகிறது. അതിന്റെ കീഴിൽ വലിയ സംരക്ഷണമാകുകയാണ്. அந்த சிறகின் கீழ் பெரிய பாதுகாப்பு இருக்கிறது. എന്നാൽ അതിൽ കയറി ഇരിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. அந்த சிறகின் கீழில் இருக்கும்போது கொஞ்சம் கஷ்டம் தான். ഓടി നടന്നും പറന്നും ഒക്കെ നടക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതിനായിട്ട് ഇടയിലിരിക്കുമ്പോൾ പറന്ന് നടക്കുന്നതാണ് കുഞ്ഞുങ്ങൾ അതുക്കുള്ളിൽ വരുമ്പോൾ கொஞ்சம் കഷ്ടം தான். എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? அப்படி இருக்கும்போது என்ன நடக்கிறது? മറ്റ് ശത്രുവിൽ നിന്ന് അതിന് സംരക്ഷണം ഉണ്ടാകുകയാണ്. சத்ருவின் கையிலிருந்து அதுக்கு ஒரு பாதுகாப்பு கிடைக்கிறது. അതിന് വലിയ സംരക്ഷണമുണ്ട് പ്രിയപ്പെട്ടവരെ. அங்கே ஒரு பெரிய பாதுகாப்பு இருக்கிறது. അതിനാൽ നാം ഉയർത്തപ്പെടുവാൻ നമുക്ക് കീഴിലേക്ക് വരുന്നവരായി തീരാം. அதனால நாம் உயர்த்தப்படும்படிக்கு நாம் கீழ்ப்பட்டு இருக்க வேண்டும். ആ സിഗ്നൽ കേൾക്കുമ്പോൾ ഓടി വരേണം. அந்த எச்சரிப்பின் சத்தம் கேட்கும்போது நாம் கீழ்ப்பட்டு வர வேண்டும். നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ நடத்திப்பார்கள் நமக்கு எச்சரிப்பின் சத்தம் தரும்போது ഓടി നമ്മൾ വരേണം. நாம் கடந்து ஓடி வர வேண்டும். ചിറകിന്റെ കീഴിൽ നമുക്ക് അഭയം പ്രാപിപ്പാൻ കഴിയും. நாம் சிறகின் கீழில் நமக்கு அபயம் பெற்றுக்கொள்ள வேண்டும். നമുക്ക് അവിടെ വലിയ സംരക്ഷണമുണ്ട്. நமக்கு இங்கே பெரிய பாதுகாப்பு இருக்கிறது. ദൈവനാമത്തിന് സ്തോത്രം. தேவனுடைய நாமத்துக்கு ஸ்தோத்திரம். വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ மீண்டும் தேவனுடைய வசனத்தில் படிக்கும்போது അതേ ഒരു വൃതനെ ഉയർത്തിയെന്ന് കാണുന്നുണ്ട്. ஒரு மனிதனை உயர்த்தியதை நாம் படிக்கிறோம். 89 സങ്കീർത്തനം 19 വാക്യത്തിലേക്ക് വരുമ്പോൾ 89 சங்கீதம் 19 வசனத்தில் படிக்கும்போது ജനത്തിൽ ഒരു വൃതനെ ഉയർത്തുവാനിടയായി இந்த ஜனத்தினிடையில் இருந்து நான் ஒரு மனிதனை உயர்த்தி இருக்கிறேன். ദാവീദിനെ ഉയർത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. தாவீது உயர்த்தியதை குறித்து தான் நாங்கள் படிக்கிறோம். ഇപ്പോൾ വൃതനെ ഉയർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ஒரு விருதனை உயர்த்துவது என்று சொல்லும்போது നമ്മൾ വൃതന്മാരായി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായി. நம்ம ஒரு விருதன்மாராய் காணப்படும் தேவன் நம்மை உயர்த்துகிறார். വൃതന്മാരെന്ന് പറയുമ്പോൾ விருதன்மார் என்று சொல்லும்போது ഒരു പ്രത്യേക പ്രതിഷ്ഠയുള്ള കൂട്ടരാണ്. மிகுதான பிரதிஷ்ഠுள்ளதான நபர். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். പ്രത്യേകമായ ജീവൻ നയിക്കുന്നവരാണ് വൃതന്മാർ. பிரத்யேகமான ஒரு வாழ்க்கை வாழ்கிறதுதான் விருதன்மார். ദൈവത്തിനായിട്ട് മാത്രം വേർതിരിക്കപ്പെട്ടവർ. அவர்கள் தேவனுக்காக வேறுபிரிக்கப்பட்டவர்கள். ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ. அவர்கள் தேவனுக்காக மாத்திரம் வாழ்கிறவர்கள். വൃതന്മാരായിട്ട് നാം കാണപ്പെടണം. நாம் அவர்கள் நாம் காணப்பட வேண்டும். വൃതന്മാരാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുവാൻ ഇടയായി തീരും. விருதன்மாரை ஆண்டவர் உயர்த்துகிறதாக நாம் படிக்கிறோம். എന്താണ് വൃതന്മാരെന്ന് പറഞ്ഞാൽ? விருதன்மார் என்று சொல்லும்போது തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അനേക വിവരണങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. வசனத்தில் நாம் அநேகம் வாசனங்களை நாம் படிக்கிறோம். ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് 18 അധ്യായത്തിൽ പഠിക്കുമ്പോൾ അവിടെ രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ഓർപ്പിക്കുകയാണ്. இரவும் பகலும் கூப்பிடுகிறான் என்ற ஜனத்தை குறித்து நாம் படிக்கிறோம். രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. இரவும் பகலும் அவரை நோக்கி கூப்பிடுகிறான அவருடைய காரியங்களில் அவர் தீர்க்கசமயமுள்ளவராக இருக்கிறார். ഒരു വൃതൻ എന്ന് പറയുമ്പോൾ രാപ്പകൽ നിലവിളിക്കുന്ന വ്യക്തിയാണ്. இருபதன்மார் என்று சொல்லும்போது இரவும் பகலும் கூப்பிடுகிறதான ஒரு அனுபவம். ഒരു നിലവിളിയുടെ അനുഭവം നമുക്ക് നാളുകൾ ആവശ്യമായിരിക്കുകയാണ്. இரவும் பகலும் நாம் கூப்பிடுகிறதான அனுபவம் நமக்கு தேவையாக இருக்கிறது. യേശു ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി. യേശു ഒരു മുறை இப்படி சொன்னார். യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. യെരൂശലേം പുത്രി കുമാർത്തികളെ എന്നെ சொல்லி அழ வேண்டாம். യേശുവിന്റെ പിന്നാലെ അവർ കരഞ്ഞു കരഞ്ഞു ചെല്ലുകയാണ്. യേശുവിன் பின்னாக அழுது அழுது சென்றார்கள். യേശുവിന്റെ ക്രൂശീകരണത്തെ ഓർത്ത് വേദനപ്പെട്ട് നിലവിളിക്കുകയാണ്. യേശു சிலுவை சுமப்பதை பார்த்து அவர் அழுதார்கள். എന്നാൽ യേശു എന്താണ് പറയുന്നത്? യേശു என்ன சொல்லுகிறார்? യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട. യെരൂശലേം കുമാർത്തികളെ നിങ്ങൾ എന്നെ பார்த்து அழ வேண்டாம். നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവീൻ. നിങ്ങൾ உங்களையும் உங்கள் பிள்ளைகளையும் நினைத்து அழுங்கள். ഈ വചനത്തിൽ എത്രമാത്രം പ്രസക്തിയുണ്ട് നമുക്കറിയാമല്ലോ. இந்த வசனத்துக்கு எவ்வளவு முக்கியத்துவம் இருக்கிறது. ഈ കാലഘട്ടം ഈ വചനത്തിൽ എത്രമാത്രം പ്രസക്തിയുണ്ട്. இந்த காலத்தில் இந்த வசனத்துக்கு எவ்வளவோ காரியம் இருக்கிறது. അതിനാൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നവരായിരിക്കാം. அதனால தான் നമ്മുടെ பிள்ளைகளை ഓർത്ത് അഴുகிறവരാக இருக்க வேண்டும். വീതിയുടെ തലക്കൽ വിശപ്പ് കൊണ്ട് മരിക്കാൻ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാൻ പറയുകയാണ്. വീதிகளில் பசியின் காரணமாக மரிக்கதான் பிள்ளைகளை நினைத்து அழ வேண்டும். വീതിയുടെ തലക്കൽ കിടക്കുകയാണ്. அவர்கள் வீதிகளில் அவர் காணப்படுகிறார்கள். ദൈവത്തിന് മഹത്വം. தேவனுக்கு மகிமை. അവർക്ക് വേണ്ട ഭോജനമില്ല. பலருக்கும் அது வேண்டிய ஆகாரம் இல்லை. അവർക്ക് വേണ്ട പാനീയമില്ല. அவர்களுக்கான தண்ணீர் இல்லை. അവർ മരണവാതിലോട് അടുത്തിരിക്കുകയാണ്. அவர்கள் மரணத்தின் வாசல் வரை എത്തിയിരിക്കുകയാണ്. ഓർത്ത് കരയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. அவர்களுக்காக அழ வேண்டும் என்று தேவனுடைய ஆவியானவர் நம்மை ஞாபகப்படுத்துகிறார். പ്രിയ ദൈവമക്കളെ, പ്രിയ தேவனுடைய பிள்ளைகளே, നമുക്കൊരു കരയുന്ന അനുഭവം നാളെ ദൈവത്തോട് പ്രാപിക്കാം. நாம் அழுகிறதான ஒரு அனுபவத்தை பெற்றுக்கொள்ள வேண்டும். കരയുന്ന ഒരു അനുഭവം ദൈവത്തിൽ നമുക്ക് പ്രാപിക്കുന്നവരായി തീരാം. நாம் அழுகிறதான ஒரு அனுபவத்தை தேவனிடத்திலிருந்து பெற்றுக்கொள்ள வேண்டும். നമ്മുടെ തലമുറകളെ ഓർത്ത് നമുക്ക് കരയാം. நாம் நம்முடைய தலைமுறைகளை ஓர்த்து நினைத்து அழ வேண்டும். ഒരു വല്ലാത്ത
കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. நாம் ஒரு கொடுமையான ஒரு காலங்களில் வந்திருக்கிறோம். നമ്മുടെ എം ടി അപ്പച്ചൻ എപ്പോഴും ഓർപ്പിക്കാറുള്ള വിഷയമാണല്ലോ ഇത്. நம்முடைய எம்டி அப்பச்சன் எப்பொழுதும் சொல்லுகிறதான காரியம். അതേ തലമുറകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. தலைமுறைகள் நஷ்டப்பட்டு போய் கொண்டிருக்கிறார்கள். മദ്യത്തിന് മയക്കുമരുന്നിനൊക്കെ അടിമകളായി തീരുകയാണ്. போதைப் பொருளுக்கு மயக்க மருந்துகளுக்கு அடிமைப்பட்டு கொண்டிருக்கிறார்கள். ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. ஆரையும் நியந்திரிக்க முடிவதில்லை. ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തി എന്നോണമാണ് അങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. தேவனுடைய வசனத்தின் நிறைவேறுதல் என்று கூட சொல்லலாம். എന്നാൽ നാം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നാം അവർക്കാக നാം ജെപിக்க வேண்டும். നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ ഒരു അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ തലമുറകൾക്കാக നാം ജെപിക്കാൻ ഒരു തരുണം തന്നിരിക്കുകയാണ്. അങ്ങനെ നിലവിളിക്കുന്നവരെയാണ് ദൈവത്തിന് അതേ അടയാളം വിട്ട് സൂക്ഷിപ്പാൻ കഴിയുന്നത്. அப்படி ஜெபிக்கிறவர்களை ஆண்டவர் அடையாளப்படுத்தி உயர்த்த முடிகிறார். എസെക്കിയേൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എസെക്കിയേൽ 9-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ പ്രകാരം നാം വായിക്കുന്നത് യെരൂശലേമിൽ നടക്കുന്ന മ്ലേച്ഛതകൾ നിമിത്തം കരഞ്ഞ് നെടുവീർപ്പിടുന്ന അവരുടെ നെറ്റിമേൽ അടയാളം വിട്ട് സൂക്ഷിക്കുക. യെരൂശലേമിൽ உள்ளதான മ്ലേച്ഛതകൾ காரணமாக ஒரு அடையாளம் போட்டு காணப்படுகிறதான படிக்கும். യെരൂശലേമിൽ നടക്കുന്ന മ്ലേച്ഛതകൾ നിമിത്തം കരഞ്ഞ് നെടുവീർപ്പിടുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക. യെരൂശലേമിൽ കാണപ്പെടുகிறதான വിഗ്രഹങ്ങൾ മറ്റുള്ള നരകലാന കാര്യങ്ങളെ കാർത്ത് നെറ്റിയിൽ അടയാളപ്പെടുത്തുന്നതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേവനുക്ക് സ്തോത്രം. അതെ, യെരൂശലേമിലെ മ്ലേച്ഛതകളെ ഓർത്ത് കരയുന്ന ഒരു കൂട്ടരെ ദൈവം അടയാളം വിട്ട് സൂക്ഷിക്കാൻ പോകുകയാണ്. യെരൂശലേമിൻ അറുപ്പുകിറപ്പിലെ ഓർത്ത് അവർക്ക് ജപിക്കുന്ന കാര്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേവനുക്ക് സ്തോത്രം. അവരുടെ നെറ്റിയിൽ അടയാളം വിട്ട് ദൈവം അവരെ സൂക്ഷിക്കാൻ പോകുന്നു. അവരുടെ നെറ്റിയിൽ അടയാളം പോട്ട് അവരെ പാതുകാക്കുക. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം വെട്ടിക്കളയുവാൻ ഓർപ്പിക്കുകയാണ്. மீதியுள்ளவர்களெல்லாம் வெட்டி போட்டு அதான் படிக்கிறோம். ദൈവത്തിന്റെ വലിയ ന്യായവിധിയും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. தேவனுடைய பெரிய நியாயத்தீர்ப்பை அங்க படிக்கிறோம். നിലവിളിക്കാത്തവർക്ക് വലിയ ന്യായവിധി വരാൻ പോകുകയാണ്. நிலவிலிக்காதவருக்கு ஒரு பெரிய நியாயத்தீர்ப்பு வருகிறது. ദൈവത്തിന്റെ വാള് അവരുടെ നേരെ വരുവാൻ പോകുകയാണ്. தேவனுடைய நியாயத்தீர்ப்பு பட்டயம் அவருக்கு நேராக வருகிறது. എന്നാൽ നിലവിളിക്കുന്നവരെ ദൈവം അതേ മുദ്രയിട്ട് സൂക്ഷിപ്പാൻ പോകുകയാണ്. എന്നാൽ നിലവിളിക്കുന്നവർക്ക് ജപിക്കുന്നവർക്ക് അവർ ഒരു മുദ്ര എടുക്കുന്നതാൽ പഠിக்கிறோம். ഒരു അടയാളം ഇട്ട് അവർ സൂക്ഷിപ്പാൻ പോകുകയാണ്. ഒരു അടയാളം പോട്ട് അവരെ പാതുകാக்கிறார். വാക്യം ഒന്ന് വായിച്ചാട്ടെ. 9-ാം അധ്യായം അതിന്റെ கர்த்தர் அவனை நோக்கி, நீ எருசலேம் நகரம் எங்கும் உருவ போய் அதற்குள்ளே செய்யப்படுகிற சகல அருவருப்புகளின் நிமித்தமும் பெருமூச்சு விட்டாளுகிற மனுஷரின் நெற்றிகளில் அடையாளம் போடு என்றார். பின்பு அவர் என் காதில் கேட்க மற்றவர்களை நோக்கி, நீங்கள் இவன் பின்னாலே நகரம் எங்கும் உருவ போய் வெட்டுங்கள். உங்கள் கண் தப்ப விடாமலும் நீங்கள் இறங்காமலும் முதியோரையும் வாலிபரையும் கன்னிகைகளையும் குழந்தைகளையும் ஸ்திரீகளையும் சங்கரித்து கொன்று போடுங்கள். அடையாளம் போடப்பட்டிருக்கிற ஒருவனையும் கிட்டாதிருங்கள். அடையாளம் இட்டிருக்கிற ஒருத்தனை தொடருது. அடையாளம் போட்டப்பட்டிருக்கிற ஒருவனையும் கிட்டாதிருங்கள். ആരെയാണ് അടയാളം വിട്ട് സൂക്ഷിക്കുന്നത്? யாரை அடையாளம் போட்டு பாதுகாக்கிறார்? നെടുവീർപ്പിട്ട് കരയുന്നവരെ അടയാളം വിട്ട് സൂക്ഷിക്കുകയാണ്. அவள் பெருமூச்சு விட்டு அழுகிறவர்களை அடையாளம் போடுகிறார். ബാക്കി എല്ലാവരെയും വെട്ടാനായിട്ട് ഇപ്പോൾ കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്. நீதியுள்ளவர்களெல்லாம் வெட்டி போட கற்பனை வந்திருக்கு. അതേ, ആലയത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണിത്. அது கடையில் நடக்க போறதான காரியங்கள். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். യെരൂശലേം ദൈവത്തിന്റെ സഭയെ കാണിക്കുകയാണ്. യെരൂശലേം தேவனுடைய சபையை காட்டுகிறது. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പ്രകാരം ഓർപ്പിച്ചത്. அதனால்தான் பரிசுத்த பவுல் பேதுரு இப்படி சொல்லுகிறார். ന്യായവിധി ദൈവത്തിന്റെ ഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ന്യായതീർപ്പ് தேவனுடைய சபையில் ஆரம்பிக்கிறதான நாள் சமயமாயிருக்கிறது. അത് നമ്മിൽ തുടങ്ങിയാൽ അഭക്തന്റെയും പാപികളുടെയും ഗതി എന്താകും? அது நம்மில் தொடங்கியால் பாவிകളുടെയും മറ്റുള്ളവർ കാര്യം എപ്പടിയാകും? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സഭയിൽ ദൈവം ന്യായവിധി നടത്തുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. தேவனுடைய சபையில் ന്യായതീർപ്പ് തുടങ്ങും എന്ന കാര്യത്തെ ആണർ சரியாக சொல்லியிருக்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ വേണ്ടി இந்த ന്യായതീർപ്പിൽ തപ്പിத்துக் കൊള്ളുம்படி നമുക്ക് ദൈവത്തോട് നിലവിളിക്കുന്നവരായി തീരാം. നാം தேவனோடு பெருமூச்சு விடுகிறவர்களாக காணப்பட வேண்டும். ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുന്നവരായി തീരാം. നാം தேவனிடத்தில் நாம் அழுது ஜெபிக்கிறவர்களாக காணப்பட வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എന്ന് പറയുമ്പോൾ ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുന്ന വ്യക്തിയാണ്. தெரிந்து கொள்ளப்பட்டவர் என்று சொல்லும் போது அது தேவனோடு அழுகிறதான ஜெபிக்கிறதான ஒரு அனுபவம் உள்ளவர். ദൈവം ഉയർത്തുവാൻ പോകുകയാണ്. அந்த தெரிந்து கொள்ளப்பட்டவர்களை ஆண்டு உயர்த்துகிறார். നമുക്കറിയാം, അനേക ഭക്തന്മാരുടെ അനുഭവത്തെ കുറിച്ചൊക്കെ പഠിച്ചാൽ അനേകം தேவனுடைய பக்தர்களை குறித்து படிக்கும்போது അവരെല്ലാം ഉയർത്തപ്പെട്ടത് ദൈവത്തോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ചത് കൊണ്ടാണ്. അവരെല്ലാം தேவனிடத்தில் ஜெபித்து நிலவிலிருந்ததின் காரணம்தான். ഉദാഹരണം ദാനിയേലിനെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ நாம் தானியேலை குறித்து படிக்கும்போது ദാനിയേൽ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. தானியேல் 3 நேரம் தேவனிடத்தில் ஜெபிக்கிறவனாக இருந்தான். അവന്റെ വീടിന്റെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടിരുന്നു. യെരൂശലേമിന്റെ വാതിലുകൾ തുറന്നിരിക്കുമ്പടി ഒരിക്കലും അവൻ യെരൂശലേമിന്റെ ദർശനം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല.
നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ഒരു നാളും യെരൂശലേമിൻ ദർശനത്തെ നഷ്ടപ്പെടുത്തவில்லை. പഴയ നിയമത്തിന്മാർക്കല്ല യെരൂശലേം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു. பழைய நியம நாட்களில் எருசலேம் மிக முக்கியமான ஒரு காரியமாக இருந்தது. യെരൂശലേമിനെ മറക്കാൻ പോലും പാടില്ല. அவர் எருசலேமை மறக்க கூடாது. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, அதனால்தான் சங்கீதக்காரன் சொல்கிறார், യെരൂശലേമിനെ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ, எருசலேமே நான் உன்னை மறந்தால் എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. என் வலங்கை என் தொழிலை மறப்பதாக. തമിഴ് തൊഴിൽ മറന്നു പോകട്ടെ എന്നാണ്. தமிழில் தொழில் என்று சொல்லப்பட்டிருக்கிறது. അർത്ഥം എന്താണ്? அதன் அர்த்தம் என்ன? യെരൂശലേമിനെ മറന്നുകൊണ്ട് നാം ഒന്നും ചെയ്യണ്ടെന്നാണ് അർത്ഥം. எருசலேமை மறந்துட்டு நாம் நம்முடைய ஒன்றும் செய்யக்கூடாது என்றுதான். ഏത് തൊഴിലാണെങ്കിൽ തന്നെയും நாம் எந்த தொழில் செய்தாலும் യെരൂശലേമിനെ മറന്നിട്ട് നാം ഒന്നും ചെയ്യേണ്ടതാണ് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്. எருசலேமை மறந்துட்டு ஒன்றும் செய்யக்கூடாது என்று சொல்லப்பட்டிருக்கிறது. യെരൂശലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ, எருசலேமே நான் உன்னை மறந்தால் എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. என்னுடைய வலங்கை என் தொழிலை மறப்பதாக. യെരൂശലേമേ ഞാൻ നിന്നെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ, எருசலேமே நான் என்னுடைய முக்கியமான சந்தோஷத்தை காலம் பெரிதாக எண்ணாமல் போனால், എന്റെ നാവ് അണ്ണാക്കിനോട് വറ്റിപ്പോകട്ടെ. என் வாயின் மேல்வாடு നാവോട് ഒറ്റിക്കൊള്ളട്ടെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? அதனுடைய அர்த்தம் என்ன? യെരൂശലേം നമ്മുടെ സന്തോഷമാകുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും സംസാരിക്കാൻ പോകണ്ടെന്ന് അതിന്റെ അർത്ഥം. எருசலேம் நம்முடைய சமாதான சந்தோஷமாக இருக்காவிட்டால் நாம் ஒன்றும் செய்யக்கூடாது. ഒന്നും കഴിക്കണ്ട, കുടിക്കണ്ട. நாம் ஒன்றும் சாப்பிடக்கூடாது, குடிக்க கூடாது. നമ്മുടെ ചെറിയ നാവ് മേൽനാവോട് ഒട്ടിപ്പോയി കഴിഞ്ഞാൽ நம்முடைய கீழ் நாவு மேலோடு ஒட்டிக்கொள்ளும் போது സംസാരിക്കാൻ കഴിയുമോ? எப்படி நம்மளால பேச முடியும்? പിന്നെ കഴിക്കാൻ കഴിയുമോ? நாம் எப்படி சாப்பிட முடியும்? മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ കഴിക്കാൻ കഴിയുമോ? மட்டன் பிரியாணி, சிக்கன் பிரியாணி ஒன்றும் சாப்பிட முடியாது. കഴിക്കാൻ സാധിക്കത്തില്ല. ஒன்றும் சாப்பிட முடியாது. യെരൂശലേമിനെ മറന്നിട്ട് നീ ഒന്നും കഴിക്കണ്ട പ്രിയപ്പെട്ടവരെ. எருசலேமை மறந்துட்டு நீங்கள் ஒன்றும் சாப்பிட வேண்டாம். യെരൂശലേം നമ്മുടെ മുഖ്യ സന്തോഷമായിരിക്കണം. எருசலேம் நம்முடைய முக்கிய சந்தோஷமாக இருக்க வேண்டும். ഹല്ലേലൂയ. യെരൂശലേമിനെ നാം മറക്കുന്നവരായി തീരരുത്. எருசலேமை நாம் மறக்கிறவர்களாக காணப்படக்கூடாது. ഒരു യഹൂദൻ ഒരിക്കലും യെരൂശലേമിനെ മറക്കത്തില്ല. ஒரு யூதன் ஒரு நாளும் எருசலேமை மறக்க கூடாது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். അതെ, ദാനിയേലിന്റെ വീടിന്റെ മാളിക കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. தானியேல் வீட்டில் வாதில்கள் பலகணிகள் அவன் எருசலேமுக்கு நேரே திறந்திருந்தது. നമ്മുടെ കിളിവാതിൽ എവിടെയൊക്കെ തുറന്നിരിക്കുന്നത്? நம்முடைய பலகணிகள் எங்கே திறந்திருக்கிறது? അമേരിക്കയിലേക്കാണോ? அமெரிக்கையிலானோ? ഇന്ന് യെരൂശലേമിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹം. சிலரெல்லாம் அமெரிக்காவுக்கு போக வேண்டும் என்று விரும்புகிறார்கள். യെരൂശലേം പോയില്ലെങ്കിലും കുഴപ്പമില്ല, எருசலேமுக்கு போகாவிட்டாலும் பரவாயில்லை, അമേരിക്ക പോകണമെന്ന് ആഗ്രഹം. எப்படியாவது அமெரிக்கா போக வேண்டும், ഓസ്ട്രേലിയ പോകണം, ஆஸ்திரேலியா போக வேண்டும், ന്യൂസിലാൻഡിൽ പോകണം. நியூசிலாண்டில் போக வேண்டும். പോയിക്കോ, ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല. போகுவது தடை ஒன்றும் இல்லை. ദൈവം അനുവദിച്ചാ പോയിക്കോ. தேவனுடைய திட்டமாണെങ്കിൽ போக வேண்டும். നമുക്ക് പ്രധാനം യെരൂശലേമായിരിക്കണം. பிரியமுள்ளவரே, நமக்கு மிக முக்கியமான காரியம் எருசலேம் தான். ദൈവത്തിന്റെ സഭ, தேவனுடைய சபை. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദൈവത്തിന് ഏറ്റവും വലുത് ദൈവത്തിന്റെ സഭയാണ്. இந்த உலகத்தில் ഏറ്റവും முக்கியமான காரியம் தேவனுடைய சபைதான். ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന് ഈ ലോകത്തിൽ ഏറ്റവും വലിയത്. தேவனுடைய சபைதான் ஆண்டவருக்கு மிகவும் முக்கியமானது. ദൈവത്തിന് വലുതെന്തോ അത് നമുക്കും വലുതായിരിക്കണം. தேவனுக்கு பெரிய காரியம் அது நமக்கும் பெரிய காரியமாக இருக்க வேண்டும். എന്റെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. அவனுடைய பலகணிகள் எருசலேமுக்கு நேராக திறந்திருந்தது. അവൻ അന്യദേശത്ത് പാർക്കുകയാണ്. அவன் அந்நிய தேசத்து பார்த்தாலும், പ്രാരംഭത്തിൽ ബാബേലായിരുന്നു. அவன் ஆதி நாட்களில் பாபிலில் இருந்தாலும், മേദ്യ പെർഷ്യയായി മാറ്റപ്പെട്ടു. அவன் மேதிய பெர்சியில் காணப்பட்டாலும், ദൈവത്തിന്റെ സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചത്. அந்த காலகட்டங்களில் தான் ராஜா இப்படி ஒரு கட்டளை பிறப்பித்தார். രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ராஜாவினிடத்தில் மட்டுமே ஜெபிக்க வேண்டும். അങ്ങനെ നിയമം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. നമ്മൾ എന്ത് ചെയ്യും? இந்த காலங்களில் அப்படி ஒரு நியமம் வந்தால் நமக்கு என்ன செய்ய முடியும்? നമുക്കൊരു വാക്സിന്റെ വിഷയം വന്നേ ഉള്ളൂ, നമ്മളെ ആളുകൾ ഏറിയ പങ്ക് പോയി എടുത്ത ആദ്യം വാക്സിന്റെ കാര്യം വന്നപോது നമ്മൾ എല്ലാവരും പലരും പോയി എടുത്താர்கள். എടുത്തില്ലേ ആകെ കുഴപ്പമായി തീരുന്നോർത്ത് എടുക്കാവിട്ടാൽ പെരിയ കുഴപ്പമാകാൻ വേണ്ടി പോയത് TPM കാരാ. ആദ്യം ഓടിപ്പോയി എടുത്തത് TPM സഭക്ക്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് മറ്റു ബന്ധക്കോസ് വരെ പോയെന്ന് എനിക്ക് തോന്നുന്നു. அதற்கு பின்பாக தான் மற்றவர் போயிருப்பார்கள் என்று நினைக்கிறேன். മനുഷ്യരാണ് എത്രയോ പേര് എടുത്തില്ലെന്ന് അറിയാമോ? உலகத்தில் எத்தனையோ பேர் எடுத்திருக்கிறார்கள். ഹിന്ദുക്കൾ എടുത്തില്ല, മുസ്ലിങ്ങളൊന്നും എടുത്തില്ല. இந்துக்களும் முஸ்லிம்களும் பலரும் எடுக்கவில்லை. 40-50% ആളുകൾ അത് എടുത്തിട്ടേ ഇല്ല. 40-50% പേർ അത് എടുക്കவில்லை. നമ്മുടെ നേരെ ഇങ്ങനെ നിയമം വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് എതിരാக இப்படி ഒരു നിയമം വന്നാൽ என்ன செய்யும்? പ്രാർത്ഥിക്കാവുള്ളൂ, നമുക്ക് ജപിക്കാൻ முடியும். ഇവിടെ പ്രധാനമന്ത്രിയോടെ പ്രാർത്ഥിക്കാവുള്ളൂ, നാം മുഖ്യമന്ത്രിക്കാக ജപിക്കണം. അല്ലെ മറ്റുള്ളവരുടെ പ്രാർത്ഥിക്കാവുള്ളത് നിയമം വന്നാൽ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കാக ജപിக்க வேண்டும். എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? நம்முடைய பிரதிகരണം என்றாக இருக்க வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, தேவனுக்கு மகிமை உண்டாகட்ടെ. ദാനിയേലിന്റെ പ്രതികരണം നോക്കിയാട്ടെ. ദാനിയേലിൻ പ്രതികാരം. ദാനിയേല് രാജാവിനോട് പ്രാർത്ഥിച്ചേയില്ല. ദാനിയേൽ രാജാവിനിടത്തിൽ ജപിക്കവില്ല. രാജാവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവകൽപ്പന ലംഘനമാകും. தேவனிடத்தில் ஜெபித்தால் ராஜாவின் கல்பனை രാജാവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവകൽപ്പന ലംഘനമാകും. ராஜாவினோடு ஜெபித்தால் தேவனுடைய கல்பனைக்கு விரோதமாக இருக்கும். ദൈവകൽപ്പന ലംഘനമായി തീരും. രാജാവിനോട് രാജകൽപ്പന പാലനം ദൈവകൽപ്പന ലംഘനമാകും.
ராஜகல்பனையை கீழ்ப்படிந்தால் தேவனுடைய கற்பனைக்கு விரோதமாக இருக்கும். അത് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. அது அவருக்கு நன்றாக தெரியுமாக இருந்தது. ദൈവത്തിന്റെ ന്യായപ്രമാണമൊക്കെ അവരുടെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നു. தேவனுடைய நியாயப்பிரமாணம் அவருடைய இருதயத்தில் இருந்தது. അത് ബൈബിളിൽ മാത്രമല്ല ഇരുന്നത്, அது பைபிளில் மட்டுமல்ல, അവരത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. அவருடைய இருதயத்தில் அதை பாதுகாத்திருந்தார்கள். അതുകൊണ്ടാണ് അവർ രാജാവിനോട് പ്രാർത്ഥിക്കാതിരുന്നത്. அதனால்தான் அவன் ராஜாவினிடத்தில் ஜெபிக்கவில்லை. മനുഷ്യനെ ദൈവമാക്കാതിരുന്നത് അതുകൊണ്ടാണ്. அதனால்தான் மனிதர்களோடு வேண்டிக் கொள்ளவில்லை. ഇന്നാൾ ദൈവങ്ങൾ ധാരാളം വർദ്ധിച്ചു വരികയാണ്. நாடுகளில் தாராளம் பெருகி கொண்டிருக்கிறது. ദൈവങ്ങൾ ധാരാളം വർദ്ധിച്ചു വരുന്നു. தெய்வங்கள் அநேகம் வர்த்தித்துக் கொண்டிருக்கிறது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, தேவனுக்கு மகிமை உண்டாகட்டும். എന്നാൽ പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. பிரியமுள்ளவர்களே, நாம் நம் தேவனிடத்தில் മാത്രമേ ஜெபிக்க வேண்டும். അതേ, അവൻ ദൈവത്തോട് മുൻപേ ചെയ്തു വന്ന പോലെ പ്രാർത്ഥിച്ചു. அவன் தேவனிடத்தில் முன்பே செய்து வந்தது போல மீண்டும் செய்து கொண்டிருந்தான். അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, മുൻപേ ചെയ്തു വന്ന പോലെ അവൻ അതേ 3 വട്ടം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. அவன் முன்பு செய்து வந்தது போல തന്നെ 3 முறை அவன் முட்டுக்குத்தி அவன் ஜெபித்தான். കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. அவன் காலையிலும் மத்தியானம் அவன் உச்சைக்கும் சங்கடம் போதிப்பித்து அவன் அழுகிறவனாக இருந்தான். പഴയ നിയമ ഭക്തന്മാരുടെ അനുഭവം എന്നുള്ളത് இதுதான் பழைய நியம பக்தன்மாருடைய காரியம். കാലത്ത് ദൈവത്തോട് കരയുമായിരുന്നു, அவன் காலையில் தேவனோடு அழுகிறவர்களாக இருந்தான். ദൈവത്തോട് കരയുമായിരുന്നു, மதியானத்திலும் தேவனிடத்தில் அழுகிறவர்களாக இருந்தார். വൈകുന്നേരം ദൈവത്തോട് കരയുമായിരുന്നു, சாயங்கால வேளையிலும் அழுகிறவர்களாக இருந்தார். പകൽ 3 വേള, രാത്രി 3 വേള, பகல் 3 வேளையும் ராத்திரியில் 3 வேளையும். അങ്ങനെ ഒരു ദിവസം 6 വേള അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ஒரு ദിവസം ஒரு நாளில் 6 முறை ஜெபிக்கிறவர்களாக இருந்தார். പ്രാർത്ഥനയ്ക്ക് അവർ മുടക്കം വരുത്തിയിട്ടേ ഇല്ല. அந்த ஜெபத்துக்கு ஒரு முடக்கம் வருத்தவில்லை. എന്താണ് കാരണം? காரணம் என்ன? അവർക്കുണ്ടായിരുന്ന യെരൂശലേമിനെ കുറിച്ചുള്ള ദർശനമായിരുന്നു. அவருக்கு எருசலேமை குறித்ததான தரிசனம் இருந்தது. സ്വന്തം ദേശത്തെ കുറിച്ചുള്ള ദർശനം, சொந்த தேசத்தை குறித்ததான தரிசனம் இருந்தது. ദൈവമക്കളെ, നമുക്കൊരു സ്വന്തം ദേശമുണ്ട്. பிரியமுள்ளவர்களே, நமக்கும் ஒரு சொந்த தேசம் இருக்கிறது. ഈ മൂന്നാർ നമ്മുടെ സ്വന്തം ദേശമല്ല. இந்த மூணார் நம்முடைய சொந்த தேசம் அல்ல. കേരളം നമ്മുടെ സ്വന്തം ദേശമല്ല. இந்த கேரளம் நம்முடைய சொந்த தேசம் அல்ல. ഭാരതം നമ്മുടെ സ്വന്തം ദേശമല്ല. இந்தியா நம்முடைய சொந்த தேசம் அல்ல. അതെ, നമുക്കൊരു സ്വന്തം ദേശമുണ്ട്. நமக்கு ஒரு சொந்த தேசம் இருக்கிறது. അവരവിടെ അടിമകളായിരുന്ന പോലെ, அவர் அடிமைகளாக இருந்தது போல, അവരോട് പരദേശികളായിരുന്ന പോലെ, அவர் பரதேசிகளாக இருந்தது போல, അവർ അന്യരായിരുന്ന പോലെ, அவர்கள் அந்நியராசித்திருந்தது போல, നാമും അന്യരും പരദേശികളുമാണ്. நாமும் அந்நியர்களும் பரதேசிகளுமா இருக்கிறோம். നാം ഒരു പ്രവാസികളായി കാണപ്പെടുകയാണ്. நாமும் இப்போது பிரவாசிகளாக காணப்படுகிறோம். നമുക്കൊരു സ്വന്തം ദേശമുണ്ട്. நமக்கு ஒரு சொந்த தேசம் இருக்கிறது. ദർശനം നാം നഷ്ടപ്പെടുത്തി കളയരുത്. அந்த தரிசனத்தை நஷ்டப்படுத்த கூடாது. ദർശനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, அந்த தரிசனம் நஷ்டப்பட்டு போனால் വെളിയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോയി. நம்முடைய அனுபவம் நஷ்டப்பட்டு போகும். ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദർശനം അമേരിക്കയായി തീരരുത്. நம்முடைய தரிசனம் அமெரிக்காவாக இருக்க கூடாது. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ലോത്തിന്റെ കണ്ണായി മാറ്റപ്പെടരുത്. அப்படியானால் நம்முடைய கண்கள் லோத்தின் கண்களாக காணப்படும். അനേകരുടെ കണ്ണുകൾ ലോത്തിന്റെ കണ്ണാണ്. இன்னும் அநேகருடைய கண்கள் லோத்தின் கண்களை போல இருக்கிறது. ദൈവത്തിന് സ്തോത്രം, தேவனுக்கு ஸ்தோத்திரம். ലോത്തിന്റെ തിരഞ്ഞെടുപ്പ് നോക്കിയാട്ടെ. லோத்தின் தேர்ந்தெடுப்பை நாம் பார்க்கும்போது എവിടേക്കാണ് കണ്ണു പതിച്ചത്? லோத்து அவனுடைய கண்கள் எங்கே பதித்தான்? ഈ ലോകത്തിന്റേതായ അഭിവൃദ്ധിയിലേക്കാണ് കണ്ണു പതിച്ചത്. இந்த உலகத்தின் பல காரியங்களில் கண்களை பதித்தான். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு ஸ்தோத்திரம். അതിൽ മറഞ്ഞിരുന്ന കോപാഗ്നി അവന് കാണുവാൻ കഴിഞ്ഞില്ല. அதில் மறைந்திருந்ததான தேவனுடைய கோபாக்னியை அவன் காண முடியவில்லை. ലോകത്തിലേക്ക് കണ്ടുപതിപ്പിക്കുകയാണ്. அதனால்தான் லோகத்தில் கண்களை பதித்தான். ലോകത്തിന്റെ ധനം, മാനം, പുകഴ്ച ഇതിലെല്ലാം കണ്ടുപതിപ്പിച്ചിരിക്കുന്നു. இந்த உலகத்தில் தனம், மானம், புகழ்ச்சிகளில் கண் பதித்திருந்தார். പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിൽ ലോത്തിന്റെ കണ്ണായി തീരരുത്. பிரியமுள்ளவர்களே, நம்முடைய கண் லோத்தின் கண்களாக காணப்படக்கூடாது. ലോത്ത് കാഴ്ചയാൽ ജീവിച്ച വ്യക്തിയാണ്. லோத்து அவன் கண்டு ஜீவிக்கிறவனாக இருந்தான். എന്നാൽ അബ്രഹാം തികച്ചും വ്യത്യസ്തനായിരുന്നു. ஆனால் ஆபிரகாம் வித்தியாசமானவனாக இருந்தான். അബ്രഹാം വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ടിരുന്നു. ஆபிரகாமோ விசுவாச கண்களால் பார்த்து கொண்டிருந்தான். ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, நீ வலதுபுறம் போனால் நான் இடதுபுறம், നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. நீ வலதுபுறமானால் நான் இடதுபுறம். അത് വിശ്വാസത്തിന്റെ കണ്ണുകളെ വെളിപ്പെടുത്തുകയാണ്. அது ஒரு விசுவாசத்தின் கண்களை வெளிப்படுத்துகிறது. എവിടെ പോയാലും എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. நான் எங்கே போனாலும் என்னுடைய ஆண்டவர் என்னை ஆசீர்வதிப்பார். എന്റെ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. என்னுடைய ஆண்டவர் என்னோடு வாഗ്ദത്തം செய்திருக்கிறார். പ്രിയ ദൈവമക്കളെ, നമുക്ക് അതേ വിശ്വാസ കണ്ണുകളാൽ നമുക്ക് അതേ നമ്മുടെ യെരൂശലേമിനെ കാണാം. பிரியமுள்ளவரே, நமக்கும் அந்த விசுவாச கண்களால் நாமும் எருசலேமை பார்ப்போம். നാമം പറയണം, ഞാൻ അന്യനാണ്. நாமும் சொல்லுவோம், நாம் அந்நியனான, ഞാൻ പരദേശിയാണ് நான் ஒரு பரதேசி എന്ന് നാം ഏറ്റു പറയുന്നവരായിരിക്കണം. நாம் அறிக்கை செய்கிறவர்களாக இருக்க வேண்டும். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ഈ ലോകം മുഴുവൻ നമുക്കെതിരായി പ്രതികരിക്കുക. இந்த உலகம் முழுவதும் நமக்கு எதிராக இருக்கிறது. ഈ ലോകത്തിൽ കാണപ്പെടുന്ന സകലരും നമുക്കെതിരായി പ്രതികരിക്കുക. இந்த உலகத்தில் இருக்கிற சகல காரியம் நமக்கு எதிராக இருக்கிறது. പലപ്പോഴും നമുക്കിത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. பலപ്പോൾ நமக்கு அநேகம் நமக்கு இது புரிவதில்லை. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല.
நாம் இந்த உலகத்துக்கு உள்ளவர்கள் அல்ல. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். നമുക്ക് വേണ്ടി ദൈവം ഒരു രാജ്യം ഒരുക്കുന്നുണ്ട്. நமக்கு வேண்டிய ஆண்டவர் நமக்கு ஒரு ராஜ்யம் ஆயத்தப்படுத்துகிறார். യെരൂശലേം എന്ന വിശുദ്ധ നഗരം, புதிய எருசலேம் என்ற பரிசுத்த நகரம், അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. அது நமக்காக ஆண்டவர் ஆயத்தப்படுத்துகிறார். നമ്മെ ആത്മീക യെരൂശലേമാക്കി മാറ്റിയിരിക്കുകയാണ്. நம்முடைய ஆண்டவர் ஆவிக்குரிய எருசலேமாக மாற்றி இருக்கிறார். നിത്യ യെരൂശലേമായി നാം മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. நாம் நித்திய எருசலேமாக மாற்றப்பட வேண்டும். അതിന് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദർശനത്തെ പുതുപ്പിക്കുന്നവരായി തീരാം. ஆகையினால் நாம் நம்முடைய தரிசனத்தை புதுப்பித்துக் கொள்ள வேண்டும். അപ്പോൾ ദാനിയേൽ എന്താണ് ചെയ്തത്? தானியேல் என்ன செய்தார்? അവൻ രാജാവിന്റെ ദൈവകൽപ്പന പാലിച്ചു, രാജാവിന്റെ കൽപ്പനയെ ലംഘിച്ചു. அவன் தேவனுடைய கல்பனைக்கு கீழ்ப்பட்டார், ராஜ கல்பனை தள்ளிவிட்டார். ദൈവം ഒരു കൽപ്പന കൊടുത്തിരിക്കുക, അവർ 3 നേരം പ്രാർത്ഥിക്കണം എന്നുള്ളത്. தேவன் அவருக்கு கொடுத்ததான கல்பனை 3 நேரம் ஜெபிக்க வேண்டும். ദൈവത്തിന്റെ സ്തോത്രം. പഴയ ഭക്തന്മാർക്ക് അങ്ങനെ കൽപ്പന ദൈവം കൊടുത്തിരുന്നു. அப்படி இருக்குதான கற்பனைகள் அநேகருக்கு ஆண்டவர் கொடுத்திருந்தார். അപ്പോൾ ആ കൽപ്പന അവൻ അനുസരിച്ചു. அந்த கற்பனையை அவன் கீழ்ப்படிந்தார். കൽപ്പനയെ അവൻ ലംഘിച്ചു. ராஜாவின் கல்பனையை தள்ளிவிட்டார். അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് സംഭവിച്ചത് என்ன? സിംഹത്തിന്റെ ഗുഹയിൽ പോകേണ്ടി വന്നു. സിംഹത്തിന്റെ കുഴിയിൽ തള്ളപ്പെട്ടാൻ. സിംഹ ഗുഹയിൽ പോകേണ്ടി വന്നു. സിംഹത്തിൻ ഗവിയിൽ തള്ളപ്പെട്ടാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവം തന്റെ ദൂതനെ അവിടെ അയക്കുകയാണ്. ஆனால் தேவன் நம்முடைய தூதனை அங்கே அனுப்பினார். ദൈവകൽപ്പന പാലിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നെ ദൂതനെ അയക്കും. தேவனுடைய கற்பனை கீழ்ப்படுகிறவர்களுக்கு வேண்டி ஆண்டவர் நம்முடைய தூதர்களை அனுப்புவார். ഏത് സിംഹത്തിന്റെ ഗുഹ ആയിക്കൊള്ളട്ടെ, எந்த சிங்கத்தின் குழியில் இருந்தாலும் ഒരു സിംഹത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ ஒரு കഴിയത്തില്ല. சிங்கத்துக்கு நம்மை ஒன்றும் செய்ய முடியாது. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് അതിനെ ദൈവകൽപ്പന അനുസരിക്കുന്നവരായി തീരാം. பிரியமுள்ளவர்களே, நாம் தேவனுடைய கற்பனைகளுக்கு கீழ்ப்படிவர்களாக காணப்பட അതിന് வேண்டும். പ്രതികൂലമായി പ്രതിബന്ധമായി പല നിയമങ്ങൾ ചിലപ്പോൾ വന്നേക്കാം, വരാൻ പോകുകയാണ്. அதற்கு பிரதிகூலமாக எதிர்ப்பாக பல சட்டங்கள் நமக்கு வரலாம். ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. இப்பொழுது வந்து கொண்டிருக்கிறது, ഈ വേഗത്തിൽ വരാൻ പോകുകയാണ്. இனியும் வரப்போகிறது. നമുക്ക് നമ്മുടെ തീരുമാനത്തെ പുതുപ്പിക്കാം. நாம் நம்முடைய தீர்மானங்களை புதுப்பித்துக் கொள்ள வேண்டும். നമുക്ക് പുതുപ്പിക്കാം. நம்முடைய பிரதிஷ்டையை புதுப்பித்துக் கொள்ள வேண்டும். നമുക്ക് ചേർന്ന് നിൽക്കാം. பரிசுத்தவான்களோடு நாம் சேர்ந்து நிற்க வேண்டும். ഏത് പ്രശ്നം വന്നാലും, எந்த விதமான கஷ்டங்கள் வந்தாலும், ഏത് പ്രതിസന്ധി വന്നാലും, எந்த விதமான பிரதிகூலங்கள் வந்தாலும் നമ്മുടെ ദർശനം നഷ്ടപ്പെടുത്തി കളയരുത്. நாம் நம்முடைய தரிசனத்தை நஷ்டப்படுத்த கூடாது. എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? என்னதான் பரிசுத்த பவுல் சொல்லுகிறார்? സ്വർഗീയ ദർശനത്തിന് അനുസരിക്കേട് കാണിച്ചിട്ടില്ല. நான் பரலோக தரிசனத்துக்கு நான் கீழ்ப்படியாமல் காட்டவில்லை. സ്വർഗീയ ദർശനം അനുസരിച്ച് തന്നെ ജീവിക്കുകയാണ്. பரலோக தரிசனத்துக்கு அவர் கீழ்ப்படிந்து வாழ்ந்தார். അവൻ അന്ന് പ്രാപിച്ച ആ ദമസ്കോസിലെ പടിവാതിൽക്കൽ വെച്ച് പ്രാപിച്ച ദർശനം അവൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. அவர் പ്രാപിച്ചതാണ് அவர் தரிசனத்தை அவர் நஷ்டப்படுத்தி കളயவில்லை. കളയത്തക്ക ഒരുപാട് വിഷയങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. தள்ளிப்பட வேண்டியதான பல காரியங்கள் அவருடைய வாழ்க்கையில் வந்தது. ഒന്നും അവൻ തള്ളിക്കളഞ്ഞില്ല. அவன் ஒன்றையும் அவன் தள்ளிவிடவில்லை. ശരിയായ ദർശനത്തോട് ജീവിക്കുകയാണ്. சரியான வெளிப்படுத்தலோடு வாழ்ந்தார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കുന്നവരായി തീരാം. பிரியமுள்ளவர்களே, நாம் ஜெபிக்கிறவர்களாக காணப்படுவோம். കരഞ്ഞ് നിലവിളിക്കുന്നവരായി തീരാം. நாம் அழுது ஜெபிக்கிறவர்களாக காணப்படுவோம். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവത്തോട് പറയാൻ എനിക്കൊരു കണ്ണുനീരിന്റെ അനുഭവം തരണമേ. தேவனே, எனக்கு ஒரு கண்ணீர் அனுபவத்தை தாரும். എന്റെ ഹൃദയത്തെ ഉടയ്ക്കണമേ. என்னுடைய தகர்ந்து நொறுங்கியதுமான இருதயத்தை தாரும். കല്ലായുള്ള ഹൃദയം മാറ്റണമേ. கல்லான இருதயத்தை மாற்றும். ഒരു തകർന്ന് നുറുങ്ങിയ ഹൃദയം എനിക്ക് തരണമേ. நொறுங்குண்டதும் நறுங்குதுமான இருதயத்தை தாரும். ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരാം. என்று நாம் தேவனிடத்தில் ஜெபிக்கிறவர்களாக காணப்படுவோம். അവർക്ക് ദൈവം അങ്ങനെ ഒരു അനുഭവം, ദിവ്യ അനുഭവം തരാൻ പോകുകയാണ്. அப்படிப்பட்டதான ஒரு திவ்யமான அனுபவத்தை தர போகிறார். എന്തുകൊണ്ട് കർത്താവിന്റെ ചേർത്തുകൊള്ളപ്പെടണമെങ്കിൽ ആ ദിവ്യ അനുഭവം ഉണ്ടായേ മതിയാകൂ. நாம் தேவனிடத்தில் சேர்த்துக் கொள்ளப்பட வேண்டும் என்றால் அப்படிப்பட்ட அனுபவத்தை பெற்றுக் கொள்ள வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ வெளிப்படுத்தல் 12ஆம் அதிகாரத்தில் படிக்கும்போது നമുക്കൊരു ആൺകുട്ടിയെ കാണുവാൻ കഴിയുന്നുണ്ട്. நாம் அங்கு ஒரு ஆண் குழந்தையை பார்க்கிறோம். ഒരു സ്ത്രീയെ കാണുവാൻ കഴിയുന്നുണ്ട്. நாம் அங்கு ஒரு ஸ்திரீயை படிக்கிறோம். ഒരു മഹാസർപ്പത്തെ കാണുവാൻ ஒரு കഴിയുന്നുണ്ട്. பெரிய ஒரு வலுசர்ப்பத்தை படிக்கிறோம். ആ സർപ്പം സ്ത്രീയെ, ആ കുഞ്ഞിനെ വിഴുങ്ങുവാനായിട്ട് സ്ത്രീയുടെ മുൻപിൽ നിൽക്കുകയാണ്. அந்த வலுசர்ப்பம் குழந்தையை விழுங்கும்படியாக ஸ்திரீயின் முன்பாக வந்திருந்தது. പ്രസവിക്കാൻ ഉടൻ തന്നെ ആ കുട്ടിയെ വിഴുങ്ങിക്കളയുവാൻ വേണ്ടി அவள் பிரசவித்த உடன் തന്നെ அந்த ஆண் பிள்ளையை விழுங்கும்படியாக. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? அவனுக்கு என்ன செய்து கொண்டிருந்தது? അവൻ അതിന്റെ വാല് കൊണ്ട് ആകാശ നക്ഷത്രങ്ങളിൽ 3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിയുക. அவன் தன்னுடைய வாளினால் ஆகாயத்தில் இருக்கிற 3 பங்கை தீயிலே தள்ளிவிட்டு கொண்டிருக்கிறான். അതിപ്പോ വാലിന്റെ പ്രവൃത്തിയേ ഉള്ളു. അതൊരു മാലിന്യமான പ്രവൃത്തികളാக இருக்கிறது. ഇപ്പൊ അതിന് വാലിന്റെ പ്രവൃത്തിയേ ഉള്ളു. அது ஒரு வாளின் கிரியை தான். அங்கே തല കൊണ്ട് അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. அது தலை கொண்டு கிரியை செய்ய முடிவதில்லை. ഡ്യൂപ്ലിക്കേറ്റ് 7 തല ഇങ്ങനെ കാണുന്നുള്ളതേ ഉള്ളു. டூப்ளிகேட் ஆயிட்டு ஒரு 7 தலைகள் மட்டும் காணப்படுகிறது. നമ്മളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി 7 തലയായിട്ട് കാണുന്നുള്ളതേ ഉള്ളു. நம்மை பயப்படுத்தும்படியாக 7 தலைகள் காணப்படுகிறது. പരിശുദ്ധവാൻ പ്രസംഗിച്ച ഇപ്രകാരം പറഞ്ഞത്. ஒரு பரிசுத்தவான் இப்படியாக பிரசங்கம் பண்ணினார். കർത്താവായ കാൽവരിയിൽ തലയെ തകർത്തപ്പോൾ 7 തലയായിപ്പോയി. കാൽവരി സിലുവയിൽ ആண்டവരായ യേശു പിശാചിൻ തലയെ തകർത്തപ്പോൾ 7 മാറ്റപ്പെട്ടു. ഏദേൻ തോട്ടത്തിൽ 1 തലയേ ഉള്ളായിരുന്നു.
ഏദൻ തോട്ടത്തിൽ ഒരു തലയെ ഉണ്ടായിരുന്നത് എന്നാ ഇപ്പൊ 7 തല കാണപ്പെടുകയാണ്. ഇപ്പോൾ അത് 7 തലയാக മാറ്റപ്പെട്ടു. 7 തല യേശു ക്രൂശിൽ തകർത്താണെന്നാണ് പറയുന്നത്. 7 തലകളെ ആണ്ടവർ സിലുവയിൽ തകർത്താർ. 7 തല ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ആൺകുട്ടിയെ വിഴുങ്ങാൻ സാധിക്കാതെ വന്നത്. 7 തല ഇരുന്നതിനാൽ താൻ ആൺകുഴந்தையும் വിഴുങ്ങ முடியவில்லை. 7 തലയ്ക്കും ഒരു അഭിപ്രായമില്ല. 7 തലയ്ക്കും ഒരു അഭിപ്രായങ്ങളില്ല. 7 തലയ്ക്ക് 7 അഭിപ്രായം. 7 തലകൾക്കും 7 അഭിപ്രായ വ്യത്യാസം. 7 ചിന്താഗതിയാ, 7 ചിന്തകൾ இருக்கு. ഇപ്പൊ ആൺകുട്ടി ജനിച്ചിരിക്കുകയാണ്. இப்போது ஆண் குழந்தை பிறந்திருக்கிறது. ഒരു തല പറയാ നീ പോയി വിഴുങ്ങാ, ഒരു തല പറയുക. ஒரு തല சொல்லுகிறது നീ പോയി വിഴുങ്ങ്, മറ്റേ തല നീ വിഴുങ്ങ്, നീ പോയി വിഴുങ്ങ്. മറ്റേ 7 തലയും വിഴുങ്ങെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 7 தலைகளையும் நீ விழுங்கு என்று சொல்லுகிறது. സിംഹാസനത്തിലേക്ക് എടുത്തു കൊള്ളപ്പെട്ടു. இப்படி சொல்லப்பட்டு கொண்டிருக்கிற நேரத்தில் ஆண் குழந்தை சிங்காசனத்திற்கு எடுத்துக் கொள்ளப்பட்டது. ஹல்லேலூயா. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. அவள் கர்ப்பவதியாக பிரசவவேதனை இருந்த பிள்ளை வரும் வரை அலறினாள். ഒരു നിലവിളിയുടെ അനുഭവം വരാൻ പോകുകയാ. அங்க ஒரு அலறுகிறதான அனுபவத்தை வரப்போகிறது. നിലവിളിക്കാത്തവരൊക്കെ ദൈവം നിലവിളിക്കാൻ പോവുകയാണ്. நாம் அலறுகிறதான ஒரு அனுபவம். ദൈവസഭയ്ക്ക് ഒരു ശരിയായ പീഡനം വരാൻ പോകുകയാണ്. தேவனுடைய சபைக்கு ஒரு கஷ்டகாலம் வருகிறது. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். സാധാരണ പീഡനമല്ല പ്രിയപ്പെട്ടവരെ, சாதாரண காலம் அல்ல. ഈ അന്തരീക്ഷമൊക്കെ മാറ്റപ്പെടാൻ പോകുകയാണ്. இந்த சூழ்நிலைகள் எல்லாம் மாற்றப்படும். അനുകൂല സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ വളർച്ച ഉണ്ടാകത്തില്ല. நமக்கு அனுகூலமான சாகச்சரியங்கள் இருந்தால் வளர்ச்சி உண்டாகாது. അനുകൂല സാഹചര്യത്തിൽ ഒരിക്കലും ഉണർവ് ഉണ്ടാകത്തില്ല. நமக்கு எல்லாம் அனுகூலமா இருந்தால் ஒரு உணர்வு உண்டாகாது. 1 നൂറ്റാണ്ട് സഭയിൽ ഉണർവ് കാരണം എന്താ? ஆதி நூற்றாண்டில் எழுப்புதல் உண்டாக காரணம் என்ன? തികച്ചും പ്രതികൂലമായിരുന്നു. முழுவதும் எதிர்ப்பாக இருந்தது. എവിടെ നോക്കിയാലും പ്രശ്നം തന്നെ. எந்த பக்கம் திரும்பினாலும் எதிர்ப்புகள் தான். അപ്പോഴാണ് അവർ ശരിയായിട്ട് നിലവിളിച്ചത്. அதனால் தான் ஒரு அலறினார்கள். അപ്പോഴാണ് ശരിയായിട്ട് അവർ പ്രാർത്ഥിച്ചത്. அதனால் தான் அவர்கள் ஜெபித்தார்கள். അതുകൊണ്ടാണ് 1 നൂറ്റാണ്ട് സഭയിൽ ഉണർവുണ്ടായത്. அதனால் தான் ஆதி நாட்களில் ஒரு எழுப்புதல் உண்டானது. അത്ഭുതങ്ങൾ നടന്നത്, அற்புதங்கள் நடந்தது, അടയാളങ്ങൾ നടന്നത്, വലിയ വീര്യപ്രവൃത്തികൾ നടന്നത്, വലിയ വീര്യ പ്രവർത്തികൾ അത്ഭുതങ്ങൾ നടന്നത്. അതേ ഉണർവിന്റെ പരിണിതഫലമായിട്ടുണ്ടായതാണ് പ്രിയപ്പെട്ടവരെ. അതെല്ലാം எழுப்புதலினால் உண்டானதான காரியங்கள். അതെല്ലാം പ്രതികൂല സാഹചര്യമാണ് കാരണമാക്കി തീർത്തത്. അതെല്ലാം അനുകൂലമല്ലാത്ത കാര്യങ്ങൾ സംബന്ധമാണ്. എല്ലാം അനുകൂല സാഹചര്യമാണ്. இப்போது நமக்கு எல்லாம் அனுகூலமாக இருக்கிறது. നമ്മൾ പ്രതികൂലം ഒന്നും ഇപ്പൊ ആഗ്രഹിക്കുന്നേ ഇല്ല. இப்போது பிரதிகூலமாக ஒன்றும் இல்லை. ഇങ്ങനെ എങ്ങ് കർത്താവിന് ഒരു പോകണമെന്ന് നമ്മുടെ ചിന്താഗതി. எப்படியாவது ஆண்டோட வருகையில் போக வேண்டும் என்று விரும்புகிறோம். ഒരിക്കലും പോകാൻ ഒക്കത്തില്ല. இப்படி இருந்தால் ஒரு நாளும் போக முடியாது. ഒരു പ്രതികൂലത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുവരുവാൻ പോകുകയാണ്. மிகவும் பிரதிகூலமான ஒரு காலகட்டத்தில் போக வேண்டும். അതേറെ താമസിയാതെ സംഭവിപ്പാൻ പോകുകയാണ്. தாமதம் இல்லாமல் அது சம்பவிக்க போகிறது. അതിന് അധികം നാളൊന്നും ആവശ്യമില്ല, വേഗത്തിൽ അത് സംഭവിപ്പാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. அதிகம் நாட்கள் ஒன்றும் தேவையில்லை, வேகத்தில் சம்பவிக்க போகிறது. നമുക്ക് നമ്മുടെ ജീവിതത്തെ പുതുപ്പിക്കുന്നവരായി തീരാം. ஆகையினால் நாம் நம்முடைய வாழ்க்கையை புதுப்பிக்க வேண்டும். നമുക്ക് ദൈവത്തോട് നിലവിളിക്കുന്നവരായി തീരാം. நாம் தேவனோடு ஜெபிக்கிறவர்களாக காணப்பட வேண்டும். ഒരു വിജയപ്രദമായ ജീവൻ നയിപ്പാൻ വേണ്ടി நாம் ஒரு வெற்றிகரமான ஒரு வாழ்க்கை வாழும்படியாக ആൺകുട്ടി എന്ന് പറഞ്ഞ വിജയപ്രദമായ ജീവിതത്തെ വെളിപ്പെടുത്തുകയാണ്. ஆண் பிள்ளை என்று சொல்லும்போது வெற்றிகரமான ஒரு வாழ்க்கையை காட்டுகிறது. ആ സ്ത്രീ ആൺകുട്ടിയെ വിഴുങ്ങുന്ന സംഭവം അപ്പോൾ നടക്കാൻ പോകുന്ന മാത്രമല്ല, ஆண் பிள்ளையை விழுங்குகிறதான காரியம் அப்போது நடக்கிறதான காரியம் மட்டுமல்ல. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കർത്താവിന്റെ വരിയിൽ എടുത്തോളപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് கர்த்தருடைய வருகையில் நடப்பதான காரியம் என்று நாம் நினைப்போம். എന്നാൽ ഇപ്പോൾ ദൈവസഭയുടെ മുൻപിൽ ആ മഹാസർപ്പം അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ஆனால் இப்போது தேவனுடைய சபைக்கு முன்பாக அந்த வலு சர்ப்பம் நின்று கொண்டிருக்கிறது. നമ്മുടെ ജയജീവിതത്തെ വിഴുങ്ങിക്കളയുവാൻ വേണ്ടി, நம்முடைய ஜெயமுள்ள வாழ்க்கையை விழுங்கும்படியாக ജയജീവിതം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ஜெயஜீவிதம் நம்முடைய ஆண்டவர் நமக்கு வாக்குத்தத்தம் செய்திருக்கிறார். നമുക്ക് ഒരു ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ஜெயஜீவிதத்தை நம்முடைய ஆண்டவர் வாக்குத்தத்தம் பண்ணியிருக்கிறார். യേശയ്യപ്പച്ചന്റെ പ്രസംഗം കേട്ടപ്പോൾ, ஏசப்பாவின் பிரசங்கம் கேட்டபோது, ஏசியப்பச்சனோட பிரசங்கம் கேட்டும்போது, പല പ്രസംഗമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ஏசியப்பச்சன் பல பிரசங்கங்கள் நான் கேட்டிருக்கிறேன். ചെറുപ്പത്തിൽ കണ്ടിട്ടുമുണ്ട്. ഞാൻ சிறு വയதிൽ பார்த்தும் இருக்கிறேன். ദൈവത്തിൽ അത്ര അറിവൊന്നും ഇല്ല, അന്നും പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രസംഗം കേട്ടിരിக்கிறேன். ഇപ്പൊ സീഡിയിൽ പ്രസംഗം കേൾക്കുമ്പോൾ, ഇപ്പോൾ സിഡിയിൽ പ്രസംഗം കേൾക്കുമ്പോൾ ഇപ്രകാരം പറയാനുണ്ട്. ஏசியப்பச்சன் இப்படி சொல்லுகிறார், ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരുവാൻ ഒരു ദൂതുണ്ടെന്നുള്ളു. നിങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഒരു தூது இருக்கிறது. ആര് ഞങ്ങളുടെ അടുക്കൽ വന്നാലും ഞങ്ങൾക്ക് ഒരു ദൂത് തരാനുണ്ട്. யார் எங்களிடத்தில் வந்தாலும் அவர்களுக்கு கொடுக்க ஒரு தூது இருக்கிறது. ഏതെല്ലാം ഡിഗ്രി എടുത്തവരാണെങ്കിലും ശരി, எந்த விதம் எத்தனை டிகிரி எடுத்தவர்களாக இருந்தாலும், എത്ര ജ്ഞാനിയാണെങ്കിലും ശരി, எவ்வளவு ஞானியாக இருந்தாலும், ഏത് ബൈബിൾ കോളേജിൽ പഠിച്ച വ്യക്തിയാണെങ്കിലും ശരി, எந்த பைபிள் காலேஜில் படித்தவர்களாக இருந்தாலும், അവർക്ക് കൊടുപ്പാൻ ഞങ്ങളുടെ പക്കൽ ദൈവം ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. அவர்களுக்கு கொடுக்கும்படியாக எங்களுடைய பக்கல் ஆண்டவர் ஒரு தூது தேவ செய்தியை தந்திருக்கிறார். ഹല്ലേലൂയ. അത് ജയജീവിതത്തിന്റെ ദൂതാണ് പ്രിയപ്പെട്ടവരെ. அது ஜெயஜீவியத்தின் தூதாக இருக்கிறது. എല്ലാവർക്കും പ്രസംഗിക്കാൻ ഒക്കത്തില്ല, எல்லாவராலும் பிரசங்கிக்க முடியாது. ഒരു വിജയപ്രദമായ ജീവിതം, வெற்றிகரமான ஒரு வாழ்க்கை ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനാണ് തന്നെയും
இந்த பூமியில் வாழ்கிறவர்களாக இருந்தாலும் ഭൗമികരല്ല, ഭൂമി അവരെ വാഴുന്നില്ല. பூமிக்குரியவர்கள் அல்ல, பூமி அவர்களை வாழ்வதில்லை. ഭൂമി അവരെ വാഴുന്നില്ല. பூமி அவர்களை ஆண்டு கொள்வதில்லை. അവർ ഭൂമിയെ വാണുകൊണ്ടിരിക്കുന്നു. அவர்கள் பூமியை ஆளுகை செய்கிறார்கள். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. அப்படித்தான் வெளிப்படுத்தலில் படிக்கிறோம். അവരൊരു പുതിയ പാട്ട് പാടി. அவர்கள் புதிய பாட்டை பாடினார்கள். എന്താണ് അവർ പാടുന്ന പാട്ട്? அவர்கள் பாடின புதிய பாட்டு என்ன? ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് പാടുന്നു. அவர்கள் பூமியில் ஆளுகை செய்கிறார்கள் என்று படிக்கிறோம். ഭൂമി അവരെ വാഴുകയല്ല, അവർ ഭൂമിയെ വാഴുന്നു. பூமி அவர்களை ஆளுகை செய்யவில்லை, அவர்கள் பூமியை ஆளுகை செய்கிறார்கள். പ്രിയ ദൈവമക്കളെ, ഒരു വിജയപ്രദമായ ജീവിതം നമുക്ക് പ്രാപിപ്പാൻ കഴിയും. பிரியமுள்ளவர்களே, நாம் வெற்றிகரமான ஒரு ஜெயமுள்ளதான ஒரு வாழ்க்கை வாழ வேண்டும். എങ്ങനെയാണ് അത് പ്രാപിപ്പാൻ കഴിയുന്നത്? அது எப்படி பெற்றுக்கொள்ள முடியும்? നമുക്ക് ശരിയായ ഒരു പ്രാർത്ഥനാനുഭവം ആവശ്യമാണ്. அது நமக்கு சரியான ஒரு ஜெப வாழ்க்கை தேவை. ശരിയായ ഒരു കണ്ണുനീരിന്റെ അനുഭവം, நமக்கு சரியான ஒரு கண்ணீரின் அனுபவம் வேண்டும். അപ്പോഴാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. அப்போதுதான் தேவனால் உயர்த்தப்பட முடியும். ഇപ്പോൾ ആൺകുട്ടി സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. அப்போதுதான் தேவனுடைய ஆண் குழந்தை சிம்ஹாசனத்துக்கு உயர்த்தப்பட்டது. അത് നിലവിളിയുടെ പരിണിത ഫലമാണ് പ്രിയപ്പെട്ടവരെ. அது நிலவிழுது அலறினதான காரியத்தின் பிரதிபலம். ഉണ്ടായതല്ല ഒരു ആൺകുട്ടി എന്നുള്ളത്. அது சும்மா உண்டாக போகிறதில்லை ஆண் குழந்தை. നിലവിളിയാലാണ് ഒരു ആൺകുട്ടി ഉണ്ടായത്. அது நிலவிழிக்கிறதான ஒரு அனுபவத்தில் தான் ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. அந்த ஆண் குழந்தை சிங்காசனத்துக்குள் எடுத்துக்கொள்ளப்பட்டது. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ദാനിയേലിന് സംഭവിച്ചത്. அதுபோதுதான் தானியேலுக்கும் சம்பவித்தது. ദാനിയേൽ സിംഹക്കുഴിയിൽ ഉയർത്തപ്പെടുവാൻ ഇടയായി തീർന്നു. தானியேல் சிங்க குழியில் இருந்து உயர்த்தப்பட முடிந்தது. ലോകം മുഴുവൻ അവനെതിരായിട്ട് വരികയായി. முழு உலகம் அவனுக்கு எதிர்ப்பாக காணப்பட்டிருந்தது. പറഞ്ഞാൽ അവനെ സ്നേഹിച്ച രാജാവ് പോലും അവനെ കൈവിട്ട് കളഞ്ഞു. அவனை நேசித்ததான ராஜா போலும் அவனை கைவிட்டார். ഒറ്റ മനുഷ്യനും കൂടെ ഇപ്പൊ കാണുന്നില്ല. இப்போது ஒரு மனிதன் அவன் அனுகூலம் இல்லை. സഹപ്രവർത്തകരെ ഒന്നും കാണുന്നില്ല. அவன் கூட வேலை செய்வதில் ஒருவரும் இல்லை. അവൻ ഏകനായി നിൽക്കുകയാണ്. அவன் தனியாக நிற்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എന്നാൽ അവനോടുകൂടെ ജീവനുള്ള ദൈവം ഉണ്ടായിരുന്നു. ஆனால் தேவன் ஜீவனுள்ள தேவன் அவனோடு கூட இருந்தார். ഹല്ലേലൂയ. ஹல்லேலூயா. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് നിലവിളിക്കുന്നവരായി തീരാം. பிரியமுள்ளவர்களே, நாம் தேவனோடு ஜெபிக்கிறவர்களாக காணப்படுவோம். അധികം ഇനി എന്നെ കുറിച്ച് വിരിപ്പാൻ ധാരാളം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. அவர் சொல்ல நிறைய காரியங்கள் இருக்குதுണ്ടെങ്കിൽ நாம் அடுத்த காரியங்களை கடக்கும். തുടർന്ന് വ്രതൻ എന്ന് പറയുമ്പോൾ தொடர்ந்து விருது தெரிந்து கொள்ளப்படுவது சொல்லும்போது എല്ലാം തന്നെ സന്തോഷത്തോട് സഹിക്കുന്നവരാണ്. அவர் எல்லா காரியங்களும் சந்தோஷத்தோடு சகிக்கிறவர். എല്ലാം പ്രതിസന്ധി വന്നാലും எதெல்லாம் பிரதிகூலங்கள் வந்தாலும் അവിടെയെല്ലാം സന്തോഷത്തോട് സഹിക്കുക. சந்தோஷத்தோடு சகிக்கிறவர். പരാതിയില്ല, ஒரு பராதியும் இல்லை, ഒരു പരിഭവമില്ല. ஒரு பரிபிரமும் இல்லை. അതെ, ആമേൻ എന്ന് പറയുകയാണ്. அவர் எல்லா காரியங்களுக்கும் ஆமென் என்று சொல்லுகிறார். ഏത് പ്രതിസന്ധി വന്നാലും எந்த பிரதிகூலத்தின் பாதைகள் வந்தாலும் അവിടെ ആമേൻ എന്ന് പറയുന്നു ഒരു വ്രതൻ. அவர்கள் ஆமென் என்று சொல்லுகிறார்கள், தெரிந்து கொள்ளப்பட்டவர்கள். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். യെശയ്യാ 42 അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ 42 அதிகாரத்தில் படிக்கும்போது യേശുവിനെ കുറിച്ചുള്ള പ്രവചനം നമുക്ക് കാണാൻ കഴിയുന്നു. இயேசுவை குறித்து ஒரு தீர்க்கதரிசனம் படிக்கிறோம். ഇതാ എന്റെ ഉള്ളം താങ്ങുന്ന എന്റെ ദാസൻ. இதா என்னுடைய கழுத்தை தாங்குறதான் என்னுடைய தாசன், എന്റെ വ്രതൻ. என்னுடைய தெரிந்து கொள்ளப்பட்டவர். വേദവാക്യം വായിച്ചാട്ടെ. இதோ நான் ஆதரிக்கிற என் தாசன், நான் தெரிந்து கொண்டவரும் என் ஆத்மாவுக்கு பிரியமானவரும் இவரே. என் ஆவியை அவர் மேல் அமர பண்ணுகிறேன். அவர் புறஜாதிகளுக்கு நியாயத்தை வெளிப்படுத்துவார். அவர் கூக்குரல் இடவும் மாட்டார். அவர் கூக்குரல் இடவும் மாட்டார். മലയാളത്തിൽ വായിച്ചാട്ടെ. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. മുമ്പേ നിലവിളിക്കണമെന്ന് പറഞ്ഞപ്പോ നിലവിളിക്കില്ലെന്ന് പറയുന്നു. ഇതെന്താ വിരോധാഭാസമാണോ? அவள் கூக்குரலிடுவான்னு சொல்லும்போது இவங்க கூக்குரலிட மாட்டார் என்று சொல்லி നിലവിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിലവിളിക്കില്ലെന്ന് പറയുന്നു. அவள் சத்தத்தை உயர்த்துவார்னு சொல்லிட்டு ഇപ്പോൾ சத்தத்தை உயர்த்த மாட்டார். നിലവിളി പ്രാർത്ഥനാനുഭവത്തെ വെളിപ്പെടുത്തുക. இது ஒரு ஜெப வாழ்க்கையை தான் காட்டுகிறது. എന്നാൽ ഇപ്പോഴത്തെ നിലവിളി എന്ന് പറയുന്നതോ இப்போது சத்தம் எடுக்கிற அனுபவம் പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ സഹിക്കാൻ വയ്യാതുണ്ടാകുന്ന ഒരു പ്രതികാരത്തിന്റെ നിലവിളി എന്ന് വേണേ പറയാൻ. സഹിக்க முடியாத கஷ்டங்கள் வரும்போது ஜெபிக்கிற அனுபவம். എന്നാൽ വ്രതൻ എങ്ങനെയാണ് ചെയ്യുന്നത്? தெரிந்து கொள்ளப்பட்டவர்கள் என்ன செய்கிறார்கள்? നിലവിളിയുടെ ശബ്ദം പുറത്ത് കേൾക്കത്തേ ഇല്ല. அவர்களுடைய சத்தம் வெளியில் கேட்கவே கேட்காது. നിലവിളിക്കില്ല, ഒച്ചയുണ്ടാക്കത്തില്ല. அவர்கள் கூக்கிட மாட்டார்கள், சத்தம் உயர்த்தவும் மாட்டார்கள். എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? இதனுடைய அர்த்தம் என்ன? എല്ലാം സന്തോഷത്തോട് സഹിക്കുന്നു. எல்லாவற்றையும் பூர்ண சந்தோஷத்தோடு சகிக்கிறார்கள். പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അവരിലുണ്ട്. பரிசுத்த ஆவியின் சந்தோஷம் அவர்களுக்குள் இருக்கிறது. പിതാവ് തന്റെ ആത്മാവിനെ യേശുവിന്റെ മേൽ വെച്ചിരിക്കുകയാണ്. பிதாവ് தம்முடைய ஆத்மாவை அவர் மேல் வைத்திருக்கிறார். ആത്മാവിന്റെ സന്തോഷം, அவர் ആവിயின் സന്തോഷം, സന്തതിയെ കണ്ടതിനാൽ, ஆவின் சந்ததியை கண்டு பார்த்ததினால், വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് மும்பில் வைத்திருந்தான் சந்தோஷத்தை நினைத்ததினால் அவர் அவமானத்தை அலட்சியமாக்கினார். அவர் சிலுவையை சகித்தார். ദൈവ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. தேவனுடைய சிம்ஹாசனம் வலது பாகத்தில் அவன் உயர்த்தப்பட்டார்.
അതേ സഹിക്കുന്നവർക്ക് കൂടെ വാഴാൻ കഴിയത്തുള്ളൂ. கஷ்டங்களை சகிக்கிறவர்களுக்கு மட்டும்தான் ஆளுகை செய்ய முடியும். എല്ലാം സഹിക്കുന്നവരായിരിക്കണം. അതിനാൽ നാം എല്ലാവരെയും സഹിக்க வேண்டும். നിന്ന സഹിക്കുന്നവരായിരിക്കണം. നാം നിന്ദை സഹിக்க வேண்டும். ക്രൂശിനെ സഹിക്കുന്നവരായിരിക്കണം. നാം സിലുവയെ സഹിக்க வேண்டும். കഷ്ടം സഹിക്കുന്നവരായിരിക്കണം. കഷ്ടം സഹിக்க வேண்டும். എല്ലാറ്റിനും ആവശ്യമായ കൃപ ദൈവത്തിൽ പ്രാപിക്കണം. എല്ലാവറ്റും தேவையான கிருபை ஆண்டவரில் பெற்றுக்கொள்ள வேண்டும். ദൈവം അനുഗ്രഹിക്കുന്ന കഷ്ടങ്ങളെല്ലാം തന്നെ നമുക്ക് ആസ്വാദ്യകരമായി തീരണം. ദൈവം നമുക്ക് തരുന്ന കഷ്ടങ്ങൾ ഒരു ആശീർവാദമായി മാറ്റപ്പെടണം. അതെല്ലാം നല്ല ടേസ്റ്റി ഫുഡായി തീരണം. അതൊരു നല്ല രുചികരமான ആഹാരമായി മാറ്റപ്പെട வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். യേശുവിന്റെ കാൽവരിയെ കുറിച്ച് ഇപ്രകാരമാണ് വായിക്കുന്നത്. യേശുവിൻ കൽവാരിയെ പറ്റി പഠിக்கிறோம். യേശു കൃപയാൽ മരണത്തെ ആസ്വദിച്ചു. അവൻ കൃപയാൽ മരണത്തെ രുചി பார்த்தார். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். സാധാരണ മരണമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു സാധാരണ മരണമല്ല എന്ന് നമുക്ക് தெரியும். ക്രൂശ് മരണം, അതൊരു സിലുവൈ മരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എന്നാൽ മരണത്തെ ആസ്വദിപ്പാനായിട്ടിടയായി തീർന്നു. എന്നാൽ அந்த മരണത്തെ அவர் ருசி பார்க்க முடிந்தது. എങ്ങനെയാണ് മരണത്തെ ആസ്വദിച്ചത്? எப்படி அவர் ருசி பார்த்தார்? കൃപയാൽ മരണത്തെ ആസ്വദിച്ചു. அவர் கிருபையினால் மரணத்தை ருசி பார்த்தார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். വേളയിൽ യേശു പ്രകാരം പറയുകയുണ്ടായി. യേശു இப்படி கடை சொல்லுகிறார், പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമേ. பிதாவே முடியுமெങ്കിൽ இந்த பானபாத்திரம் என்னை விட்டு மாற்ற வேண்டும். എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാകട്ടെ. பிதாவே என்னுடைய சித்தத்தின்படியில் உம்முடைய சித்தத்தின்படியே. യേശുവിന്റെ സ്വന്തം ഇഷ്ടമൊന്നും അല്ല കേട്ടോ. യേശുവിൻ സ്വന്തം ഇഷ്ടമല്ല. നമ്മുടെ ടി വി അപ്പച്ചൻ എപ്പോഴും നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. ടി വി അപ്പച്ചൻ എപ്പോഴും നമുക്ക് சொல்லுவார், പിതാവ് കൊടുക്കുന്ന ആ പാനപാത്രം കുടിക്കാൻ തന്നെ യേശു വന്നത്. പിതാവ് തന്നതാണ് പാനപാത്രം കുടിക്കത്താണ് യേശു വന്നത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ് വന്നത്. പിതാവിന് ഇഷ്ടം ചെയ്യത്താണ് വന്നത്. ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു പറയുന്നു. പിതാവിന് ഇഷ്ടം ചെയ്യുന്നത് പ്രിയം എന്ന് சொன்னார். അതിനായിട്ട് കാതുകൾ തുളയ്ക്കപ്പെട്ടിരിക്കുന്നു. அதற்காக தான் காதுகள் துளைக்கப்பட்டது. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. എന്നാൽ ഇപ്പോഴെന്താ അങ്ങനെ പറയാൻ കാരണമായി തീർന്നത്? இப்போது அப்படி சொல்ல காரணம் என்ன? യേശുവിന്റെ സ്വന്തം ഇഷ്ടം വന്നാണോ? യേശുവിന് സ്വന്തം ഇഷ്ടം വന്നതാ? പാസ്റ്റർ യോപ്പ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതേ പിതാവ് തന്റെ മുഖം മറയ്ക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭം. ഈ വചനം சொல்லும்போது പിതാവിൻ മുഖം യേശുവിന് മറയ്ക്കപ്പെട്ടതാണ് സമയം. യേശു ഇപ്പോൾ ഒരു പാപിയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. യേശു ഇപ്പോൾ ഒരു പാപിയായി മാറ്റപ്പെട്ട. മനുഷ്യന്റെ പാപത്തെ ശാപത്തെ രോഗത്തെ യേശുവിന്റെ മേൽ ചുമത്തിയിരിക്കുക. എല്ലാ മനുഷ്യന്റെ പാപങ്ങളും ശാപങ്ങളും അവൻ മേൽ ചുമത്തപ്പെട്ടത്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പാപികളുടെ ജപത്തെ ആണ്ടവർ കേൾപ്പതില്ല. പാപിക്ക് മുഖം മറച്ചു കളയും. പാപികൾക്ക് പിതാവ് മുഖത്തെ മറയ്ക്കുകയാണ്. യേശു ഒരു പാപിയായി തീർന്നതിനാൽ, യേശു ഇപ്പോൾ ഒരു പാപിയായി മാറ്റപ്പെട്ടതിനാൽ നീതിമാന്മാരാക്കി തീർപ്പാൻ വേണ്ടി നമ്മെ നീതിമാന്മാരാക്കുம்படியாக യേശു പാപിയായി തീർന്നു. യേശു പാപിയാக മാറ്റപ്പെട്ടാர். പിതാവ് തന്റെ മുഖം യേശുവിന് മറയ്ക്കും. അതിനാൽ പിതാവ് തന്റെ മുഖത്തെ മറയ്ത്താർ. പിതാവിന്റെ മുഖം കാണാതെ യേശുവിന് ഇരിക്കാനേ ഒക്കത്തില്ല. പിതാവിൻ മുഖത്തെ பார்க்காமல் യേശുவால் இருக்க முடியாது. ഒരു നിമിഷം പോലും പിതാവിന്റെ മുഖം കാണാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു നിമിഷം പോലും இருக்க முடியாது. എന്നാൽ പിതാവിന്റെ മുഖം കാണാൻ വയ്യാത്തൊരവസ്ഥ. ஆனால் இப்போது பிதாவின் முகத்தை பார்க்க முடியவில்லை. പിതാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തൊരവസ്ഥ. இப்போது பிதாவின் சத்தத்தை கேட்க முடியவில்லை. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമേ. அதனால் தான் இயேசு சொன்னார், பிதாவே ஆடுமெങ്കിൽ இந்த பாத்திரம் என்னை விட்டு மாற்ற வேண்டும். കുടിക്കാതിരിക്കാൻ വേണ്ടിയല്ല, അല്ലാതെ தேவனுடைய சித்தம் செய்யும். ആ പാനപാത്രം കുടിപ്പാൻ തന്നെയാണ് യേശു വന്നത്. യേശു വന്നത് அந்த പാനപാത്രത്തെ കുടിക്കുம்படியாக. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். പിതാവ് കലക്കി കൊടുത്ത പാനപാത്രം, പിതാവ് കൊടുത്തതാണ് പാത്രം. ആ പാനപാത്രത്തെ ഇപ്പോൾ യേശു സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ്. அந்த பானபாத்திரத்தை യേശു ഇപ്പോൾ സന്തോഷത്തോടെ രുചി பார்க்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ മരണത്തെ രുചി പാർത്തു. അവൻ മരണത്തെ രുചി പാർത്താർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടമായിട്ട് പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് സ്വർഗ്ഗത്തിൽ കൃപ തനിക്ക് പകർന്നു കൊടുത്തു. அப்படி என்று சொல்லும்போது கர்த்தாவே, பிதாவே என்னுடைய இஷ்டமல்ல உம்முடைய இஷ்டம் என்று சொல்லும்போது பிதா தாராளமான கிருபையை கொடுத்தார். ആ കൃപയാലാണ് മരണത്തെ ആസ്വദിച്ചത്. அந்த கிருபையினால் தான் மரணத்தை ருசி നമുക്ക് பார்த்தார். മരണത്തെ ആസ്വദിപ്പാൻ കഴിയുമോ? நமக்கு மரணத்தை ருசி பார்க்க முடியுமா? മരണം വരുമ്പോഴേ അറിയത്തുള്ളല്ലേ. மரணம் வரும்போது தான் தெரியும். മരണദൂതൻ വരുമ്പോഴേ അറിയത്തുള്ളൂ ആസ്വദിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. மரணதூதன் வரும்போது தான் தெரியும் ருசி பார்க்க முடியுமா இல்லை. ഭക്തന്മാർ മരണത്തെ ആസ്വദിച്ചതിനെ കുറിച്ച് നമ്മുടെ അപ്പച്ചന്മാർ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഭക്തന്മാർ മരണത്തെ ആസ്വദിച്ചു. எத்தனையோ பக்தியுள்ளவர்கள் மரணத்தை ருசி பார்த்திருக்கிறார்கள். ഒരിക്കലും ഒരു സഹോദരൻ മരണസമയത്ത് അധികം പ്രായമൊന്നുമില്ല, യവനക്കാരനാ. പെട്ടെന്ന് ഞാൻ നോക്കിയിട്ട് ജീസസ് നന്ദി, താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാലിബ സഹോദരൻ മരണ നേരത്തിൽ യേശുവെ പാത യേശുവെ നന്ദി എന്ന് சொல்லி தேவனுடைய சமூகத்தில் பிரவேசித்தார். എത്ര നല്ലതായിട്ട് മരണത്തെ ആസ്വദിച്ചു. அது எவ்வளவு நல்ல விதங்களில் அவர் மரணத்தை ருசி பார்த்தார். സാധ്യമായി തീർന്നത് எப்படி அவரால் முடிந்தது? ദൈവത്തിന്റെ കൃപയാൽ. அது தேவனுடைய கிருபையினால். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എല്ലാം സഹിപ്പാൻ തീരുമാനിച്ചപ്പോൾ, எல்லாவற்றையும் சகிக்க தீர்மானித்த போது യാതൊരു ഒച്ചയില്ല, எந்த விதமான கூக்குரலிடவில்லை, യാതൊരു നിലവിളിയുമില്ല, எந்த விதத்தில் சத்தத்தை உயர்த்தவில்லை. സന്തോഷത്തോട് സഹിക്കുന്നു. அவர் சந்தோஷத்தோடு சகிக்கிறார். അവരാണ് വൃതൻ എന്ന് പറയുന്നത്. அவர்கள் தான் தெரிந்து கொள்ளப்பட்டவர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ
വ്രതന്മാരെ ദൈവം ഉയർത്താൻ പോവുകയാണ്. அப்படிப்பட்ட தெரிந்து கொள்ளப்பட்டவர்களை ஆண்டவர் உயர்த்த போகிறார். ഓ എത്രയും വേഗം വ്രതന്മാരെ അല്ലാതെ ഉയർത്താൻ പോകുന്നു. எத்தனையும் சீக்கிரத்தில் ஆண்டவர் தெரிந்து கொள்ளப்பட்டவர்களை உயர்த்த போகிறார். തിരിക്കുകയാണ്. ஆண்டவர் வருகை மிகவும் சமீபமாக இருக்கிறது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். മക്കളെ നമ്മുടെ നേരെ വരുന്ന എല്ലാം നമുക്ക് സഹിക്കുന്നവരായി തീരാം. பிரியமுள்ளவர்களே, நமக்கு விரோதமாக வருகிற எல்லாவற்றையும் நாம் சகிப்போம். ഓ ഇത് അവിടെ നിന്ന് പാനപാത്രമാണെന്ന് പറയാം. இது தேவன் தந்ததான பானபாத்திரம் என்று நினைப்போம். രാവിലെ മന്നാ വീഴുന്നത് പോലെ, ലേഖനം ചെല്ലുம்போது രാവിലെ മന്നാ വീഴുന്നത് പോലെ, காலையிலே மன்னா பொழிவது போல, ആദ്യം മന്നാ വീണപ്പോൾ, காலையில் மன்னா பொழியும் போது, ആദ്യം ഫസ്റ്റ് വീഴുമ്പോൾ, முதலாவது വീഴുம்போது, ആദ്യം അവർ കാണുകയല്ലേ, முதலாவது பார்க்கும் போது എല്ലാവരും കൂടാരത്തിന്റെ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, ഇതെന്നാ ഇതെന്നാ. எல்லாரும் கூடாரத்துக்கு வெளியே வந்துட்டு இது என்ன இது என்ன என்று கேட்டார்கள். ഇതെന്നാ മാൻഹു, இது என்ன என்று கேட்டுள்ளார். ഇതെന്നാ ഇതെന്നാ, இதெல்லாம் எபிராய பாஷையில் மேன்ஹியோ എന്നാണ്. ഇത് என்ன என்ன என்று. ഇതെന്നാ മറുപടി എന്താ? இதற்கு பதில் என்ன? ഇത് നിനക്ക് തിന്നാനുള്ളതാണ്, இது எனக்கு சாப்பிடக்கூடியதான். ചിലപ്പോൾ രാവിലെ ഇതെന്നാന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം. இது எனக்கு காலை சாப்பிடக்கூடியதான காரியங்கள். രാവിലെ എഴുന്നേക്കുമ്പോൾ ചില ഇതെന്നാന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. காலையில எழும்பும் போது இது என்ன என்று கேட்கக்கூடியதான ஒரு சூழ்நிலை வரலாம். സ്വർഗം എന്താ പറയുന്നത്? பரலோகம் என்ன சொல்லுகிறது? നിനക്ക് തിന്നാനുള്ളതാണ്, இது நீ சாப்பிடக்கூடியதான காரியம். ഈ കട്ടിയായുള്ള ആഹാരം ഭക്ഷിച്ച് നാം വളരേണ്ടിയിരിക്കുന്നു. இந்த கட்டியான ஆகாரத்தை சாப்பிட்டு நாம் வளர வேண்டும். എപ്പോഴും നാം കുളന്തകളായിരിക്കാൻ പാടില്ല. நாம் எப்போதும் காணப்படக்கூடாது. കട്ടിയായുള്ള ആഹാരം, நாம் கட்டியுள்ளதான ஆகாரம், ദൈവത്തിന് സ്തോത്രം, தேவனுக்கு ஸ்தோத்திரம். നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ നമ്മുടെ നേരെ വരുമ്പോൾ, நமக்கு இஷ்டப்படாத காரியங்கள் நமக்கு நேராக வரும்போது അതിനെല്ലാം നമുക്ക് ആമേൻ പറയാൻ കഴിയണം. அதனெல்லாம் நாம் ஆமென் சொல்ல வேண்டும். അങ്ങനെ സഹിക്കുന്നവരായി തീരണം. நாம் அப்படி சகிக்கிறவர்களாக இருக்க வேண்டும். അതാണ് പ്രിയപ്പെട്ടവരെ ഒരു വ്രതൻ എന്ന് പറയുന്നത്. அவர்கள் தான் தெரிந்து கொள்ளப்பட்டவர்கள். വ്രതനെ കുറിച്ച് ഇനി ഒരുപാട് വിവരിപ്പാനുണ്ട്. தெரிந்து கொள்ளப்பட்டவர்களை பற்றி சொல்ல நிறைய இருக்கிறது. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, என்னாகும் 6-ஆம் அதிகாரத்தில் படிக்கும் போது വ്രതനെ കാണുവാൻ കഴിയുന്നുണ്ട്. அங்கு ஒரு தெரிந்து கொள்ளப்பட்டவர்களை பார்க்க முடியுது. വ്രതമെടുക്കുന്നവർ, നാസീർ വ്രതക്കാർ, அவங்களுடைய நாசியர் விரதத்தை குறித்து படிக்கிறோம். ദൈവത്തിന് സ്തോത്രം, தேவனுக்கு ஸ்தோத்திரம். അവര് അതേ ഭക്ഷിപ്പാൻ പാടില്ലാത്ത, പാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. நசரை விரதத்தில் இருக்கிறவர்கள் சாப்பிடக்கூடாது இருக்கிற சில காரியங்களை படிக்கிறோம். തലയിൽ ക്ഷൗരക്കത്തി തുടരുന്നതാണ്. തലയിൽ ക്ഷൗരക്കത്തി തുടരുന്നത്. சவரகன் கத்தி அவர்கள் தலையில் படக்கூடாது. മുടി അവർ കത്തിരിച്ച് കളയരുത്. அவர்கள் முடியை வெட்டி போடக்கூடாது. മുടി നീട്ടി വളർത്തിക്കൊണ്ടേയിരിക്കണം. அவர்களுடைய முடி நீளமாய் வளர்ந்து கொண்டே இருக்க வேண்டும். മുടി എന്തിനെ വെളിപ്പെടുത്തുകയാണ്? முடி எதை வெளிப்படுத்துகிறது? പ്രതിഷ്ഠയെ വെളിപ്പെടുത്തുകയാണ്. முடி பிரதிஷ்டையை வெளிப்படுத்துகிறது. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். പ്രതിഷ്ഠ ഉള്ളവരായിരിക്കണം. நாம் பிரதிஷ்டை உள்ளவர்களாக இருக்க வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். പ്രതിഷ്ഠയില്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ വരവിൽ പോകാൻ കഴിയത്തില്ല. பிரதிஷ்டை இல்லாவிட்டால் தேவனுடைய வருகையில் போக முடியாது. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. பலி செய்து நியமனம் செய்தவர்களை என்னிடத்தில் கூட்டுங்கள். വിശുദ്ധന്മാരെ കൂട്ടുവീൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. பரிசுத்தவான்களை கூட்ட வேண்டும் சொன்னால் போதுமாக இருந்தது. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ஆனால் அப்படி சொல்லவில்லை. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. பலியினாலே உடன்படிக்கை செய்துதான் என்னுடைய பரிசுத்தவான்களை என்னோடு கூட்டுங்கள் என்று சொல்லப்பட்டிருக்கிறது. ദൈവത്തോട് നിയമം ചെയ്തുള്ള ഒരു ജീവിതം, தேவனோடு நியமனம் செய்ததான ஒரு அனுபவம், ദൈവത്തോട് പ്രതിഷ്ഠയുള്ള ഒരു ജീവിതം, தேவனோடத்தில் பிரதிஷ்டை செய்ததான ஒரு அனுபவம். 15-ാം സംഗീതത്തിലേക്ക് വരുമ്പോൾ 15வது சங்கீதம் படிக்கும் போது, ഇവിടെ കൂടാരത്തിൽ ആർ പാർക്കും? உம்முடைய கூடாரத்தில் யார் தங்க முடியும்? അവന്റെ വിശ്വസ്തൽ ആർ നിൽക്കും? உம்முடைய பரிசுத்த பர்வதத்தில் யார் வாசம் பண்ணுவார்? അവിടുത്തെ കൂടാരം എന്ന് പറയുന്നത് പുതിയ യെരൂശലേമിനെ കാണിക്കുക. அந்த கூடாரம் என்று சொல்வது புதிய எருசலேமை காட்டுகிறது. നിന്റെ കൂടാരം ശാലേമിലാണ്. உம்முடைய கூடாரம் சாலேமில் இருக்கிறது. നിന്റെ വാസസ്ഥലം സിയോനിലാണ്. உம்முடைய வாசஸ்தலம் சியோனில் ഈ இருக்கிறது. കൂടാരത്തിൽ എല്ലാവർക്കും പാർക്കാൻ കഴിയത്തില്ല. இந்த கூடாரத்தில் எல்லாருக்கும் தங்க முடியாது. ഇവിടെ എല്ലാവർക്കും നിൽപ്പാൻ കഴിയത്തില്ല. இங்கே எல்லாருக்கும் நிற்க முடியாது. സങ്കീർത്തനക്കാരൻ ചോദ്യം ചോദിക്കട്ടെ, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? சங்கீதக்காரன் கேள்வி கேட்கிறார், உம்முடைய கூடாரத்தில் யார் தங்குவார்? നിന്റെ വിശ്വസ്തൽ ആർ നിൽക്കും? உம்முடைய பரிசுத்த பர்வதத்தில் யார் வாசம் பண்ணுவார்? എന്നിട്ട് അതിനുള്ള മറുപടിയും സങ്കീർത്തനക്കാരൻ പറയുകയാണ്. அதுள்ளதான பதிலையும் அவர்தான் சொல்லுகிறார். ആൻസർ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ളதான பதிலும் சங்கீதக்காரன் சொல்லுகிறார். വിഷയമാണ് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. அவன் பிரதானமான காரியத்தை சொல்லும் போது ஆணையிட்டதில் தனக்கு நஷ்டம் வந்தாலும் தவறாதிருக்கிறான். സത്യം ചെയ്തിട്ട് തീരുമാനമെടുത്തിട്ട് നഷ്ടമുണ്ടായാലും മാറാത്ത വ്യക്തി. தான் ஆணையிட்டதில் தனக்கு நஷ்டம் வந்தாலும் அவன் அதில் தவறாதிருக்கிறான். തല പോയാലും വില കളയാത്ത വ്യക്തി. அவன் தலை நஷ்டப்பட்டு போனாலும் அவனுக்குள்ளதான விலையை நஷ்டப்படுத்தவில்லை. നമ്മുടെ ഒരു ഭാഷം അടിക്കടി പറയുവായിരുന്നു, ഒരു വലിയ അപ്പച്ചനായിരുന്നു. நம்முடைய ஒரு பெரிய அப்பச்சன் எப்படி சொல்லுவார்? നമ്മുടെ തല പോയാലും നമ്മുടെ വില കളയരുത്. நம்முடைய தலை போனாலும் நம்முடைய விலையை களையக்கூடாது. പലർക്കും വില മതി, തല വേണ്ടെന്ന. இது பலருக்கும் விலை போதும் தலை வேண்டாம் என்று நினைக்கிறார்கள். തല വേണ്ട, വില മതി എന്ന് അനേകർക്കും. பலருக்கும் தலை வேண்டாம், அதுக்குள்ளதான விலை போதும். നോക്കി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, മാന്യരായിരിക്കണം, മറ്റുള്ളവർ മുമ്പിൽ വില കിട്ടണം. தலை இல்லாவிட்டாலும் பரவாயில்லை, மற்றொரு முன்பில்
மதிப்பு குறைவா இருக்க வேண்டும் തല விரும்புகிறார். പോയാൽ നമ്മുടെ വില കളയരുത്. தலை போனாலும் நம்முடைய விலை களையக்கூடாது. നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. நமக்கு ஒரு தீர்மானம் இருக்க வேண்டும். കെട്ടിയടച്ച തോട്ടം പോലെ കാണപ്പെടണം. நாம் கட்டி அடைக்கப்பட்டதான தோட்டமாக இருக்க வேண்டும். ദൈവത്തിന്റെ സഭ കെട്ടിയടച്ച തോട്ടമാണ്. தேவனுடைய தோட்டம் ஒரு அடைக்கப்பட்டதான യഥേഷ്ടം കൊണ്ട് ഇറങ്ങി പോകാൻ ഒക്കത്തില്ല. இருந்து இறங்கி போக முடியாது. ഇങ്ങോട്ട് കയറി വരാനും ഒക്കത്തില്ല. இஷ்டத்துக்கு வரவும் முடியாது. കെട്ടിയടച്ച തോട്ടം, அவர் அடைக்கப்பட்டதான ஒரு தோட்டம், അടച്ചിട്ടിരിക്കുന്ന നീരളവ്, அது அடைக்கப்பட்ட ஒரு நீரூற்று, പോകാത്ത നീരളവ്, அது ஒரு മുന്തിരിക്കപ്പെട്ടதான കിണറ്, ശരിയായ ഒരു പ്രതിഷ്ഠയുള്ള ജീവിതം, ஒரு பிரதிஷ்டையின் வாழ்க்கை. ദൈവത്തിന് സ്തോത്രം, தேவனுக்கு ஸ்தோத்திரம். അതാണ് വൃതൻ എന്ന് പറയുന്നത്. ഒന്ന്, தெரிந்து கொள்ளப்படவில்லை என்று சொல்லும்போது അവന്റെ മുടി കത്തിരിക്കാൻ പാടില്ല, அவன் முடியை வெட்டக்கூடாது, തലയിൽ ക്ഷൗരക്കത്തി തുടരുത്, சவரகன் கத்தி அவன் தலையில் படக்கூடாது. എന്തിനാ ക്ഷൗരക്കത്തി എന്തിനാ വെളിപ്പെടുത്തുന്നത്? சவரகன் கத்தி என்னதை வெளிப்படுத்துகிறது? ക്ഷൗരക്കത്തി മനുഷ്യരുടെ ആശ്രയത്തെ വെളിപ്പെടുത്തിയ, சவரகன் கத்தி மனுஷனின் നമ്പുകൃതാണ് കാര്യം, മനുഷ്യരിൽ ആശ്രയിക്കുന്ന അനുഭവം, മനുഷ്യരിൽ നമ്പുകൃതാണ് കാര്യം. യശയ്യാ 7-ാം അധ്യായത്തിലേക്ക് വരും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ஏசாயா 7-ஆம் அதிகாரத்தில் നമുക്ക് പഠിக்க முடியும். കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് அவர் கூலிக்கு வாங்கினதான சவரகன் கத்தி என்று പഠിக்கிறோம். രാജാക്കന്മാർക്ക് രാജ്യത്തിനെതിരെ യുദ്ധം ഉണ്ടാകുമ്പോൾ, രാജാക്കന്മാർക്ക് രാജ്യത്തിൽ യുദ്ധം വരുമ്പോൾ ശക്തി കുറഞ്ഞ രാജാക്കന്മാരാണെങ്കിൽ ശത്രുവിന് നിൽപ്പാൻ കഴിയത്തില്ലെങ്കിൽ അവര് അവിടുത്തെ ഭണ്ഡാരത്തിലെ പണമെല്ലാം എടുത്തുകൊടുത്ത് വേറെ രാജ്യക്കാരെ രാജാവിനെ വിലയ്ക്കുവാ. അവരുടെ രാജ്യത്തിൽ ബലം കുറഞ്ഞവർ കാണപ്പെടുമ്പോൾ തങ്ങളുടെ പന്താരത്തിലേക്കാണ് പണമെല്ലാം കൊടുത്ത് വേറെ രാജ്യത്തേക്ക് കൂലിക്ക് വാങ്ങും. வேலை யுத்த வீரர்களை கூலிக்கு வாங்குவார்கள். அதான் അവിടെ പറഞ്ഞിരിക്കുന്നത്. அதுதான் அங்க சொல்லப்பட்டிருக்கிறது. കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട്. கூலிக்கு வாங்கினதான സവർഗൻ കത്തി എന്ന്. ആ വാക്യം ഒന്ന് വായിക്കാമോ? അന്നാളിൽ കർത്താവ് നദിക്കക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട്, കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട്, കൂലിക്ക് വാങ്ങിയ സവർഗൻ കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും. മനുഷ്യരിൽ ആശ്രയിക്കുന്ന അനുഭവം, அதுதான் மனிதனை நம்புகிறதான அனுபவம். പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്. பிரியமுள்ளவர்களே, மனிதனில் ஆசிரிக்க கூடாது. പ്രയാസം വന്നാലും, எந்த പ്രതികൂല കഷ്ടങ്ങൾ വന്നാലും ഒരിക്കലും നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്. ഒരുപോലും നാം മനുഷ്യരിൽ നമ്പக்கூடாது. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നമുക്കൊണ്ട് ജീവിക്കുന്നു. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദേവൻ ജീവിக்கிறார். നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ സുമ്മായിരുങ്ങൾ, ഞാൻ ഉங்களுக்காக യുദ്ധം பண்ணுவேன். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദേവനുക്ക് മഹിമ ഉണ്ടാകട്ടെ. ശത്രുക്കളെ പാതവിടമാക്കോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ശത്രുക്കളെ കീഴ്പ്പെടുത്തും വരെ നീ എന്റെ വലതു പാർശ്വത്തിൽ ഉட்காரும். ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ കൂലിക്കൊന്നും വാങ്ങണ്ട. ശത്രുക്കളെ കീഴ്പ്പെടുത്ത முடியாது നാം കൂലിക്ക് ഒന്നും വാങ്ങ വേണ്ട. ഒരു റെക്കമെന്റിനും പോകണ്ട. ഒരു റെക്കമെൻഡും നമുക്ക് தேவையில்லை. ഒരു മനുഷ്യരിലും ആശ്രയിക്കണ്ട. ഒരു മനുഷ്യരിലും നമ്മ தேவையில்லை. ഒരു പ്രഭുക്കന്മാരിലും ആശ്രയിക്കണ്ട. ഒരു പ്രഭുവിലും നമ്പ വേണ്ട. നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കാൻ പ്രിയപ്പെട്ടവരെ. പ്രിയമുള്ളവരെ, നാം ദേവനിൽ നമ്പുவோம். ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദേവനിൽ നമ്പുகிறவர் എന്നേക്കും കുലുങ്ങാൻ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. என்றைக்கும் அசையாதிருக்கிற சியோன் பர்வதத்தை போல இருப்பார்கள். ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആരും കുലുക്കാൻ കഴിയത്തില്ല. தேவனில் நம்பிக்கையா இருக்கிறவர் ஒரு நாளும் குலுங்கி போக மாட்டார்கள். നമുക്ക് ദൈവത്തിൽ തന്നെ ആശ്രയം വെക്കുന്നവരായിരിക്കാം. அதனால் நாம் தேவனில் மாத்திரம் ஆശ്രயிக்கிறவர்களாக இருக்க வேண்டும். 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-ஆம் அதிகாரத்தில் படிக்கும்போது എന്താണ് പ്രവാചകൻ പറയുന്നത്? திருத்தர்ஷன் என்ன சொல்லுகிறார்? യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കും ജനം ഭാഗ്യമുള്ളത്. கர்த்தரை நம்புகிறவன், கர்த்தரை மாத்திரம் நம்பிக்கையாக கொண்டிருக்கிற மனுஷன் பாக்கியவான். ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമല്ല, தேவனில் நம்புகிறது மாத்திரமல்ல, ദൈവം തന്നെ ആശ്രയമായിരിക്കുന്നു. ஆண்டவரை மாத்திரம் நம்பிக்கையாக கொண்டிருக்கிற மனுஷன். ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? தேவனில் நம்புகிறவன் பாக்கியவான் என்று சொன்னால் போதுமாக இருந்தது. പ്രവാചകൻ പറയും, യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കും. கர்த்தரை நம்பி இருக்கிற, கர்த்தரை மாத்திரம் நம்பி இருக்கிறவன் சொல்லப்பட்டது. ഇന്ന് ആധുനിക ശാസ്ത്രം വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. நவீனமான காலங்கள் பல காரியங்கள் வளர்ந்து வந்திருக்கிறது. വൈദ്യശാസ്ത്രം വളരെ വലുതായി വികസിച്ചിരിക്കുകയാണ്. மருத்துவ காரியங்களும் அநேக விதங்கள் வளர்ந்து வந்திருக்கிறது. നമുക്കറിയാം, ഹൃദയമൊക്കെ മാറ്റിവെക്കുന്നുണ്ട്. இந்த நாட்களில் ஹிருதயங்களை மாற்றி வைக்கிறார்கள். കാര്യമാണ് ആധുനിക വൈദ്യശാസ്ത്രം ചെയ്യുന്നത്. இந்த நாட்களில் வைத்திய சாஸ்திரம் பல காரியங்களை செய்கிறது. നമ്മൾ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിന്നാലെ പോകരുത്. அதனால் நாம் இந்த உலகத்தின் வைத்தியத்தின் பிறகு போகக்கூடாது. നമുക്കൊരു വൈദ്യശാസ്ത്രം ഉണ്ടത്. நமக்கு ஒரு வைத்தியங்கள் இருக்கிறது. നമുക്കൊരു വൈദ്യനുണ്ട്. நமக்கு ஒரு வைத்தியர் இருக்கிறார். നമുക്കൊരു വൈദ്യശാസ്ത്രമുണ്ട്. நமக்கு ஒரு பரிகாரி இருக்கிறார். നമ്മുടെ വൈദ്യൻ യേശുവാണ്. நம்முடைய வைத்தியர் ஆண்டவராக இயேசுதான். ഡോക്ടർ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. நம்முடைய மருத்துவர் இயேசு நம்முடைய மத்திய வந்திருக்கிறார். നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ സൗഖ്യമാക്കുക വേണ്ടി ഒരു മരുന്നിലും ആശ്രയം വെക്കണ്ട. ഒരു മരുന്നിലും നമ്പ தேவையில்லை. ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഒരു തീരുമാനം നാം എടുக்க வேண்டும். ഒരു വൈദ്യന്മാരിലും ആശ്രയിക്കണ്ട. ഒരു മരുന്നിലും ആശ്രയിക്ക தேவையில்லை. വൈദ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. மருத்துவர்கள் இருந்தால் தயவாக மன்னிக்க வேண்டும். വൈദ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ പറഞ്ഞാൽ നെബൂഖദ്നേസർ നിർത്തിയിരിക്കുന്ന ഒരു ബിംബമാണെന്ന് പറയാം. மருத்துவர்கள் சொன்னபோது நெபுகாத்நேசர் நிறுத்தியிருக்கிறான் ஒரு பிம்பம் என்று சொல்லலாம். നെബൂഖദ്നേസർ നിർത്തിയിരിക്കുകയാണെങ്കിൽ ദൂരാശ്വാസ സമഭൂമിയിൽ നെബൂഖദ്നേസർ எப்படி എല്ലാവരും കാണത്തക്ക രീതിയിൽ, എല്ലാവരും பார்க்கக்கூடிய விதத்தில் நிறுத்தி இருக்கிறது. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനോട് പോയി ഇങ്ങനെ നമസ്കരിക്കുക. இந்த மனிதர்கள் எல்லாம் அவരുടെ മുമ്പിൽ പോയി വീഴുகிறார்கள். ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഒരു മരുத்துவமனையில் போன போது നമ്മളെയൊന്നും ആരും കണ്ടാ ബഹുമാനിക്കുന്നത്. ഇത് കണ്ട ആരാ ബഹുമാനിക്കുന്നത്? നമ്മുടെ കോലം பார்த்தாൽ ആരും ഈ വേഷമൊക്കെ കണ്ട ആരാ ബഹുമാനിക്കുന്നത്? ലോകം വല്ല ബഹുമാനിക്കും.
ലോകത്തിൽ ആരും മതിക്കൂടിയതാണ് കാര്യമല്ല. ഞാനിങ്ങനെ ഡോക്ടർ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഒരു ധാരാളം ആളുകൾ ഇരിക്കുക. മരുത്തമണിയുടെ മുൻപിൽ അനേകം പേര് ഇരുന്നാറുകൾ. ഞാൻ അതിനങ്ങോട്ട് പോയി. ഞാൻ അതിന് മുൻപിലൂടെ കടന്നു പോണേ. നമ്മളെ ആരും മൈൻഡ് ചെയ്തില്ല. யாரும் அதில் மனதில் வைக்கவில்லை. ഞാൻ നോക്കുമ്പോൾ ഒരു ഡോക്ടർ അതിലേ വന്നു. ஒரு டாக்டர் அதில் வந்தார். ഡോക്ടർ വന്ന് എല്ലാവരും ചാടി എഴുന്നേറ്റു. டாக்டர் வந்தபோது எல்லாரும் எழும்பினார்கள். എല്ലാവരും ഡോക്ടറെ വണങ്ങുകയാണ്. எல்லாரும் டாக்டரை வணங்கினார்கள். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு மகிமை. പ്രിയ ദൈവമക്കളെ, ഇതൊരു ദൈവമാണ്, മാനുഷിക ദൈവം. இது மருத்துவன் சொல்லும்போது அது மானுഷിகமான ஒரு தெய்வம். നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കാം. நாம் தேவனில் ஆശ്രயம் வைக்க வேண்டும். ദൈവം തന്നെ ദൈവമായിരിക്കട്ടെ. നമ്മുടെ ദേവൻ മാത്രം നമുക്ക് ദേവനാக இருக்க வேண்டும். ഹല്ലേലൂയ. സാദ്രക്ക് മേശക്കിനെ പോലെ നമുക്ക് പറയാം. സാദ്രക്ക് മേശക്ക് ആബേദ്നെഗോവെ നാം சொல்ல வேண்டும். ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഞങ്ങളുടെ ആണ്ടവരെ എങ്ങളാൽ വിടുവിക്ക முடியும். മലയാളത്തിൽ അങ്ങനെയില്ല. മലയാളത്തിൽ அப்படி இல்லை. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഞങ്ങളുടെ ദേവനാൽ എങ്ങളെ വിടുവിക്ക முடியும். എവിടെന്നാ വിടുവിക്കുന്നത്? എവിടെന്ന് വിടുവിക്കറാർ? എരിയുന്ന തീച്ചുളയിൽ നിന്നും, എരിகிறதான തീച്ചുളയിലിരുന്നും, രാജാവിന്റെ കയ്യിൽ നിന്നും, രാജാവിൻ കയ്യിലിരുന്നും നെബൂഖദ്നേസറിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടാൻ സാധിക്കുമോ? நேபுகாத்நேச்சாரின் கையில் இருந்து விடுவிக்கப்பட முடியுமா? സാധാരണ ഒരു രാജാവാണോ? ചക്രാധിപതിയാ. അവൻ സാധാരണ രാജാവല്ല, വലിയൊരു ചക്രവർത്തിയാണ്. വിടുവിക്കപ്പെടാൻ കഴിയുമോ? അവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെட முடியாது. ചൂളയിൽ വിടുവിക്കപ്പെടാൻ കഴിയുമോ? அந்த சூளையிலிருந்து விடுவிக்கப்பட முடியுமா? 7 മടങ്ങ് ഉയരത്തിൽ തീ കത്തുകയാണ്. 7 മടങ്ങ് உள்ளதை விட 7 மடங்கு அதிகம் சூடாக்கப்பட்டவராണ്. ഒരു മടങ്ങ് എന്ന് പറഞ്ഞാൽ 10 അടിയാണെന്നാ പറയുന്നത്. ഒരു മടങ്ങ് എന്ന് சொல்லும்போது 10 അടി എന്ന് சொல்கிறார். 70 അടി ഉയരത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുക. 70 അടി ഉയരത്തിൽ തീ എരിഞ്ഞു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ഈ ദൈവമക്കൾ പറയുന്നത്, தேவனுடைய பிள்ளைகள் சொல்லுகிறார்கள். ബാലന്മാർ എന്താ പറയുന്നത്? இந்த பிள்ளைகள் என்ன சொல்லுகிறார்கள்? ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. எங்களுடைய ஆண்டவரை எங்களுக்கு விடுவிக்க முடியும். നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ കഴിയുന്നുണ്ട്? எத்தனை பேருக்கு சொல்ல முடியும்? എന്റെ ക്യാൻസറിന് എന്റെ ദൈവത്തിന് വിടുവിപ്പാൻ കഴിയും. എന്റെ കഷ്ടത്തെ എന്റെ ആണ്ടവർ വിടുതലയാക്ക முடியும். വായു തുറന്ന് പറഞ്ഞാട്ടെ. വായു തുറന്ന് சொல்லுவோம். എന്റെ ഈ രോഗത്തിൽ ദൈവത്തിന് വിടുവിപ്പാൻ കഴിയും. എന്റെ കഷ്ടത്തിൽ എന്റെ ആണ്ടവർ എന്നെ വിടുവിக்க முடியும். അങ്ങനെ പറയുകയാണ് ഈ ബാലന്മാർ. அப்படி சொன்னார்கள் இந்த பிள்ளைகள். രാജാവിനെ ഒന്നും അവർ ഭയപ്പെട്ടില്ല. അവർ രാജാവെ ഭയപ്പെടவில்லை. കൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. രാജാവിൻ കൽപ്പനയെ ഭയപ്പെടவில்லை. തീച്ചൂളയെ അവർ ഭയപ്പെട്ടില്ല. തീച്ചൂളയെ കണ്ട് അവർ ഭയപ്പെടவில்லை. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേവനുക്ക് മഹിമ ഉണ്ടാകട്ടെ. അവരുടെ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, അവർക്ക് മതിപ്പുള്ളതായ ഒരു വിശ്വാസം അവർക്കുള്ളിരുന്നു. അചഞ്ചലമായ ദൈവാശ്രയം, അത് മാറാത്തതാണ്. ഒരു ദേവനിൽ നമ്പിക്കയിരുന്നത്. ദൈവത്തിൽ ഒരു ആശ്രയം വെച്ചിരിക്കുകയാണ്. ദേവനിൽ പൂർണ്ണമാണ് നമ്പിക്കയിരുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഞങ്ങളുടെ ആണ്ടവർ ഞങ്ങളെ വിടുവിக்க முடியும். അത് അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്തി. അത് ദേവനുടെ മേലുള്ളതാണ് അവരുടെ വിശ്വാസത്തെ കാട്ടുகிறது. ദൈവത്തിലുള്ള ആശ്രയത്തെ വെളിപ്പെടുത്തി. അവർ ദേവൻ മേലുള്ള നമ്പിക്കയെ കാട്ടുகிறது. വീണ്ടും അവരെന്താ പറയുന്നത്? ദേവൻ என்ன சொல்லுகிறது? അഥവാ ഇനി വിടുവിച്ചില്ലെങ്കിലും, ஆனால் ഞങ്ങളെ വിടുവിക്കാமல் പോனாലും ഞങ്ങൾ ഒരിക്കലും ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. നിർത്തിതാണ് ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നില്ല. എത്ര വലിയ തീരുമാനമാണെന്നോ. ഒരു പെരിയ ഒരു തീരുമാനം. ഒന്ന് അവരുടെ വിശ്വാസം, ഒന്ന് അവരുടെ വിശ്വാസം, മറ്റൊന്ന് അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം. രണ്ടാമത് അവർക്ക് ദേവനുള്ളതായ അൻപ്. ദൈവസ്നേഹമാണ് അവർ പറയുന്നത്. വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ദേവനുடைய അൻപിനാൽ சொல்லுகிறார்கள், വിടുവിക്കാமல் പോனாലും அந்த ബിംബത്തെ നമസ്കരിക്കാൻ മാട്ടோம். നമസ്കരിച്ചാൽ ദൈവകൽപ്പന ലംഘനമാണ്. നമസ്കരിച്ചാൽ ദേവനുடைய കൽപ്പനയ്ക്ക് വിരോധമാകും. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ദേവനുடைய വചനം என்ன சொல்லுகிறது? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. என்னை நேசிக்கிறவர்கள் என்னுடைய கற்பனைகளை கீழ்ப்படிவார்கள். ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞാ പോരാ. കർത്തനെ നേസിക്കണം എന്ന് சொன்னால் പോരാ. കൽപ്പനകളെ പ്രമാണിക്കുന്നുണ്ടോ? കൽപ്പനകളെ നാം പ്രമാണിக்கிறோமா? കൽപ്പനകൾ ഭാരമുള്ളവയല്ല. നമ്മൾ അവരുടെ കൽപ്പനകൾ ഭാരമുള്ളവകൾ അല്ല. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് ഒരു ഭാരവും ഇല്ല പ്രിയപ്പെട്ടവരെ. ദേവനുடைய കൽപ്പനകൾ ഭാരമുള്ളവകൾ അല്ല. അത് മൃദുവും ലഘുവാണ്. അത് മികവും ലഘുവാണ് കാര്യം. ദൈവസ്നേഹമാണ് കൽപ്പനകളെ പ്രമാണിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. ദേവനുடைய സ്നേഹം നമ്മെ കൽപ്പനകളെ പ്രമാണിക്കുമ്പടിയാകും. ദൈവസ്നേഹം നമ്മളെ നിർബന്ധിക്കും. ദേവനുடைய സ്നേഹം നമ്മെ നെരുക്കിയേവും. എന്താണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? വിശുദ്ധ പൗൽ என்ன சொல்லுகிறார்? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്നത് ആർ? ക്രിസ്തുവിൻ സ്നേഹത്തെ വിട്ട് നമ്മെ വേർപിരിപ്പത് ആർ? കഷ്ടതയോ, സങ്കടങ്ങളോ, ഉപദ്രവങ്ങളോ, പട്ടിണിയോ, നഗ്നതയോ, നിർവാണമോ, ആപത്തോ, വാളോ, പട്ടയമോ, ഇതിലൊന്നും തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേർപിരിപ്പാൻ കഴിയില്ല. ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇതൊന്നും ക്രിസ്തുവിൻ അൻപിൽ നിന്ന് ഞങ്ങൾ വേർപിരിക്ക முடியாது என்று நம்பியிருக்கிறோம். ദൈവസ്നേഹം അവരെ നിർബന്ധിച്ചു. ദേവനുடைய സ്നേഹം നെരുക്കിയത്. ദൈവസ്നേഹത്തിൽ പ്രേരക ശക്തിയുണ്ട്. ദേവനുடைய അൻപുക്ക് അത് നെരുക്കുന്നതാണ് ഒരു അനുഭവം இருக்கிறது. ദൈവത്തിന് സ്തോത്രം. ദേവനുக்கு സ്തോത്രം. താമധ്യായത്തിലും വീണ്ടും പൗലോസ് പറയുന്നു, വീണ്ടും പൗൽ சொல்லுகிறார், ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ അൻപ് ഞങ്ങളെ നെരുക്കിയേവുகிறது. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവർക്കുமாக ஒருவர் மரித்திருக்கும் போது, എല്ലാവരും മരിച്ചുവെന്നും எல்லாവർക്കും മരിத்தார்கள் என்றுം, ജീവിക്കുന്നവർ ഇനി வாழ்கிறவர்கள் തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കാக அல்ல, നമ്മൾ ഇനി നമുക്ക് വേണ്ടി ജീവിക്കരുത്. നാം നമുക്കാக வாழக்கூடாது. നമുക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവിനായി ജീവിക്കാം. നമുക്കാக മരിத்து வாழ்கிறതാണ് യേശുவுக்காக வாழ வேண்டும். കരങ്ങളെ ഓർത്ത് ശക്തമായിട്ട് ഹല്ലേലൂയ വിളിക്കട്ടെ. சத்தமாக ஒரு அல்லேலூயா சொல்லுவோம்.
അതേ മരിച്ചുയർത്ത് യേശുവിന് വേണ്ടി ജീവിക്കാം. மரித்து உயிர்த்தெழுந்து தான் இயேசுவுக்காக வாழ்வோம். ദൈവ സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ. அந்த தேவனுடைய அன்பினால் நிறைந்து வாழ்வோம். നമ്മുടെ യേശു വരാറായി. நம்முடைய ആண்டவர் வரப்போகிறார். നമുക്ക് വൃതന്മാരായി ജീവിക്കാം. நாம் தெரிந்து கொள்ளப்பட்டவர்களாக வாழ்வோம். വൃതന്മാരെ ഉയർത്തുവാൻ പോകുകയാണ്. தெரிந்து கொள்ளப்பட்டவர்களை உயர்த்த போகிறார். നമുക്ക് ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കാം. நாம் தேவனில் மாத்திரம் நம்பிக்கை வைப்போம். നമ്മുടെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. நம்முடைய தலையில் சவரகன் பத்தி படக்கூடாது. 100% ദൈവത്തിൽ ആശ്രയിക്കാം. 100% தேவனில் நம்பிக்கை வைப்போம். ഏത് വിഷയമായിക്കൊള്ളട്ടെ, எந்த காரியங்களாக இருந்தாலும் ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് തീരുമാനിക്കാം. தேவனில் பூர்ணமாக நம்பிக்கை வைக்க தீர்மானிப்போம். അങ്ങനെയുള്ളവർ എങ്ങനെയാണ് കാണപ്പെടുന്നത്? நாம் என்ன பெறுகிறோம்? അങ്ങനെയുള്ളവർ എങ്ങനെ കാണപ്പെടും? அப்படி உள்ளவர்கள் எப்படி காணப்படுவார்கள்? ആറ്റരികത്ത് നട്ടു നിൽക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. ஆற்றருகில் நட்டப்பட்டிருக்கான மரத்தை போல இருப்பார்கள். അതിന്റെ അർത്ഥം എന്താണ്? அப்படி சொன்னதன் அர்த்தம் என்ன? പോലെ ഫലം കായ്ച്ചു. அவர் எல்லா நேரத்திலும் பழம் கொடுக்கிறவர்களாக இருப்பார். എപ്പോഴും ഫലം ഉണ്ടായിരിക്കും. எப்போதும் பழம் உள்ள ഏത് സമയത്തും ഫലം. எல்லா காலங்களிலும் பழம் கொடுக்கிறவர். ഉഷ്ണം തട്ടുമ്പോൾ വാടിപ്പോകത്തില്ല. அவர் வெயில் வரும்போது வாடி போக மாட்டார். ഏത് ഉഷ്ണം വന്നാലും ശരി, எந்த வேனல் வந்தாலும் சரி. നല്ല ഉഷ്ണമല്ലേ? നല്ല ഉഷ്ണം. இந்த நாட்களில் உஷ்ணம் தான். ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். ഉഷ്ണം തട്ടുമ്പോൾ അത് വാടിപ്പോകത്തില്ല. எவ்வளவு வெயில் வந்தாலும் அது வாடி போகாது. പച്ചയായിട്ടിരിക്കും. அது எப்போதும் பச்சையாயிருக்கும். ഫലങ്ങളാൽ നിറയപ്പെട്ടിരിക്കും. அது எப்போதும் அநேகம் கனிகளால் நிறைஞ்சிருக்கும். ഫലങ്ങൾ നിറഞ്ഞ് அது ஆவியின் கனிகளால் വെളിച്ചത്തിന്റെ ഫലത്താൽ നിറഞ്ഞ്, அது வெளிச்சத்தின் கனிகளால் മാനസാന്തരത്തിന്റെ ഫലത്താൽ നിറഞ്ഞ്, அது மனம் திரும்புதலின் கனிகளால் நிறைந்திருக்கும். നീതിയുടെ ഫലത്താൽ அது നിറഞ്ഞ്, நீதியின் கனிகளால் நிறைந்திருக்கும். എല്ലാ ഫലങ്ങൾ ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നുണ്ടോ? தேவனுடைய வசனம் யாரெல்லாம் கீழ்ப்படுகிறார்களோ ഫലങ്ങളെല്ലാം നിറഞ്ഞവരായി കാണപ്പെടും. அவர்கள் எல்லா விதமான கனிகளால் நிறைந்திருப்பார்கள். നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കാം. நாம் தேவனில் நம்பிக்கை வைப்போம். മനുഷ്യരിൽ ആശ്രയിക്കുന്ന അവസ്ഥ എന്താണ്? மனிதரில் நம்பிக்கை வைத்தால் எப்படி? ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യരിൽ ആശ്രയിച്ച് மனுஷரில் നம்பிக்கை வைத்து ജഡത്തെ തന്റെ ഭുജമാക്കി மாம்சத்தை தன் பலமாக்கிக்கொண்டு ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവൻ. தன் இருதயத்தினால் தேவனை விட்டு மாறுகிறவன் அவன் சபிக்கப்பட்டவன். മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമ്മുടെ ഭുജം ജഡമായി മാറും. மனுஷனில் ஆசிரியத்தால் நம்முடைய கரம் அது നമ്മുടെ ഭുജം നമ്മുടെ പ്രവൃത്തി ജഡത്തിന്റെ അനുസരിച്ചായി മാറും. நம்முடைய கிரைகள் அது மாம்ச பிரகாரமாய் மாற்றப்படும். മനുഷ്യരിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, நாம் மனிதனில் ஆசிரியத்தால் അവൻ ചൂരച്ചെടിയുടെ ചവിട്ടി കിടക്കുന്ന പോലെ ആയിരിക്കും. சூறை செடியின் கீழ் படுத்திருக்கிறது போல இருக்கும். നന്മ വരുമ്പോ അവന് കാണാനേ ഒക്കത്തില്ല. நன்மை வரும்போது அவனால் பார்க்க முடியாது. ഒരു ദൈവിക നന്മയെ അനുഭവിപ്പാൻ കഴിയത്തില്ല. ஒரு தேவனுக்குரிய நன்மை அனுபவிக்க முடியாது. സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. வருஷத்தை நன்மையினால் முடிசூட்டுகிற ஆண்டவர் നമ്മുടെ மத்தியில் இருக்கிறார். കരുണയും നമ്മുടെ ആയുഷ്കാലം നമ്മെ പിന്തുടരുവാൻ പോകുകയാണ്. நன்மையும் கருமையும் ஆயுஷ்காலம் முழுவதும் நம்மை பின்தொடரும். നേരോട് നടക്കുന്നവന് ഒരു നന്മയും മുടക്കയില്ല. உண்மையாய் நடக்கிறவர்களுக்கு ஆண்டவர் ஒரு நன்மையும் முடக்குவதில்லை. ഇരകിട്ടാതെ വിശദരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. சிங்கக்குட்டிகள் தாழ்ச்சி என்று பட்டினியாயிருக்கும். கர்த்தரை தேடுகிறவர்களுக்கு ஒரு நன்மைக்கும் குறைவில்லை. എല്ലാ നന്മകളാലും നിറയപ്പെട്ടവരായി നമുക്ക് മാറ്റപ്പെടാം. நாம் எல்லா நன்மையினால் நிறைந்தவர்களாக காணப்பட வேண்டும். നമ്മുടെ കർത്താവിന്റെ ഒരു വേറ്റെടുത്തിരിക്കുകയാണ്. நம்முடைய ஆண்டவர் எப்படி சொல்லு? യേശുവിന്റെ വരവേറ്റെടുത്തിരിക്കുന്നു. நம்முடைய ஆண்டவர் இயேசு அதிகமா இருக்கிறது. നമുക്ക് വൃതന്മാരായി ജീവിക്കാം. நாம் தெரிந்து கொள்ளப்பட்டவர்களாக காணப்படுவோம். ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ വാക്കുകളെ ചുരുക്കുക. நாம் வசனத்தை சுருக்குகிறேன். വൃതനെ കുറിച്ച് എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. தெரிந்து கொள்ளப்பட்ட அநேகம் காரியம் சொல்ல இருக்கிறது. വൃതന്മാരെ ഉയർത്തുവാൻ പോകുകയാണ്. தெரிந்து கொள்ளப்பட்டவர்களை தேவன் உயர்த்த போகிறார். തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുക്കാൻ വേഗം വരാൻ പോകുകയാണ്. தெரிந்து கொள்ளப்பட்டவர்களை தேவன் உயர்த்தும்படி வேகம் வரப்போகிறார். വിളിക്കപ്പെട്ടവർ അനേകരാണ്. அழைக்கப்பட்டவர்கள் அநேகர் இருக்கிறார்கள். തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമാണ്. தெரிந்து கொள்ளப்பட்டவர்களோ சுருக்கம். പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി തീരാം. பிரியமுள்ளவர்களே, நாம் தெரிந்து கொள்ளப்பட்டவர்களை கூட்டத்தில் இருப்போம். സ്വർഗ്ഗത്തിന് മീതെ ഉയർത്തുവാൻ എത്രയും വേഗം യേശു വരാൻ പോകുകയാണ്. நம்முடைய ஆண்டவர் வான ஆதிவானங்களுக்கு மேலாக நம்ம உயர்த்தும்படியாக எத்தனை வேகத்தில் வரப்போகிறார். സ്വർഗ്ഗ സിയോൻ എന്ന് പറയുന്നത് மேலான சொர்க்க சியோன் என்று சொல்லும்போது യേശുവിനെ പിതാവായ ദൈവം ഏറ്റവും ഉയർത്തി. நம்முடைய பிதாவை ஆண்டவர் கர்த்தராகிய இயேசுவை மிகவும் உயர்த்தினார். എന്താണ് അതിന്റെ അർത്ഥം? அதற்கு அர்த்தம் என்ன? ഇനി ഉയർത്താൻ അല്പം പോലും ഇല്ലെന്ന് അതിന്റെ അർത്ഥം. இனி அதற்கு மேலாக உயர்த்த ஒன்றுமே இல்லை. ഏറ്റവും ഉയർത്തി. அவனை மிகவும் எல்லாவற்றுக்கும் மேலாக உயர்த்தினார். എല്ലാ നാമങ്ങൾക്കും മേലായ നാമം നൽകി. எல்லா நாமங்களுக்கும் மேலான நாமத்தை கொடுத்தார். ഹല്ലേലൂയ. അവിടേക്ക് നമ്മെ ഉയർത്താൻ പോകുകയാണ്. അവിടെ അങ്ങ് നമ്മை ഉയർത്ത പോകുகிறார். അങ്ങനെ ഒരു നാമം നമുക്ക് തരാൻ പോകുകയാണ്. அப்படி ஒரு நாமத்தை நமக்கு தரப்போகிறார். എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയുന്നുണ്ട്? எத்தனை பேர் விசுவாசிக்கிறீர்கள்? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. நமக்கு நம்முடைய கண்களை அடைப்போம். നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ நாம் അടച്ചാൽ நம்முடைய கண்களை மூடுவோம். കേട്ട വചന പ്രകാരം നമുക്ക് നമ്മെ തന്നെ நாம் സമർപ്പിക്കുന്നവരായി கேட்ட வசனத்தை நம்மை ஒப்பு கொடுப்போம். നമ്മുടെ ഉള്ളത്തിൽ വചനം പ്രവേശിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു അഭിഷേകം ഉണ്ടാകും. உள்ளத்தில் வசனம் பிரவேசித்து ஒரு அபிஷேகம் ഈ உண்டாகும். സത്യം നിങ്ങളുടെ ഉള്ളത്തിൽ പ്രവേശിച്ചെങ്കിൽ இந்த வசனங்கள் உங்களுடைய இருதயத்தில் பிரவேசித்திருந்தால் സത്യത്തോടെ കൃപയും കൂടെ വരാൻ പോകുകയാണ്. அன்னைய கிருபையும் வரப்போகிறது. അതിന് പ്രകാരം ജീവിപ്പാനുള്ള ഒരു കൃപ, அதன்படி வாழ்கிறதான ஒரு கிருபை.
എല്ലാവരും എഴുന്നേറ്റ് എന്നാട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും അല്പസമയത്തിനുള്ളിൽ നമ്മുടെ കൂട്ടം നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. വായു തുറന്നാട്ടെ. എല്ലാവരും കണ്ണുകളിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനെ കൊടുത്താട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിനെ അഭിഷേകത്തിൽ സന്തോഷിച്ചാട്ടെ. എല്ലാവരും കൈകളിൽ തട്ടി ആവിൽ നിന്ന് സന്തോഷപ്പെട്ടു. ആരും മൗനമായിട്ട് എല്ലാവരും വായി തുറക്കുക. ആരും മൗനമാകരുത്. സന്തോഷിക്കുക. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സന്തോഷപ്പെടുക. വലിയ അഭിഷേകം നമുക്ക് തരാൻ പോകുക. വലിയ അഭിഷേകത്തിൽ തരപ്പോകുക. പകരുവാൻ പോകുക. ആശീർവാദം തരപ്പോകുക. ദൈവമാണ് ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ആണ്ടൂർദാൻ എന്ന വസന്തത്തെ നമുക്ക് തന്ന അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. എന്നോട് അഭിപ്രായമല്ല ഞാൻ എല്ലാവരും കരങ്ങളിൽ ബലപ്പെടുക. എല്ലാവരും ദൈവനുடைய സന്തോഷത്താൽ നിറയപ്പെടുക. ശക്തികളെല്ലാം തകരട്ടെ. എല്ലാ സാത്താനും ശത്രുവും തകരപ്പെട്ടു. എല്ലാവരും കരങ്ങൾ അടിച്ചാട്ടെ. എല്ലാവരും കൈകളിൽ തട്ടുവോ. എല്ലാവരും ആത്മാവ് സന്തോഷിച്ചാട്ടെ. എല്ലാവരും ആവിയിൽ നാം സന്തോഷപ്പെടുക. ആരും മൗനമായിട്ടിരിക്കേണ്ട. യാരും മൗനமாக இருக்க வேண்டாം. ശക്തമായി വ്യാപരിക്കുകയാണ്. പരിശുദ്ധാവിയാനവർ വല്ലമയായി ക്രിയിക്കുകയാണ്. നമുക്ക് നൃത്തം ചെയ്യുന്നവരായി തീരാം. നൃത്തം ചെയ്യുന്നവരായി തീരാം. നാം നടനമാടി ആരാധിപ്പോം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും വായി തുറക്കുക. എല്ലാവരും വായി തുറക്കുക. ഹല്ലേലൂയ. 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 സന്തോഷിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ആണ്ടൊരു ഭാവിയിൽ നിന്ന് സന്തോഷപ്പെടുവോ. ശരീരത്തെ വിട്ടുകൊടുക്കാം. ശരീരത്തെ വിട്ടുകൊടുക്കാം. ശരീരത്തെ വിട്ടുകൊടുത്ത് ആവിൽ നിറയുമ്പോ അന്യഭാഷകൾ സംസാരിക്കുക. അന്യഭാഷകളിൽ പുതിയ ഭാഷകളിൽ നമ്മെ നിയന്ത്രിക്കട്ടെ. അത് നീതിയായി മാറട്ടോ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. പരിശുദ്ധ ആവിയാനവർ നിങ്ങളെ ആയുധപ്പെടുത്തതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകർ നൃത്തം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അനേകർ നടനമാടുമ്പടി ആയുധപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും നൃത്തം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാവരും നടനമാടി ആരാധിപ്പോ. സാത്താൻ നമ്മുടെ കാൽ കീഴാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും സഹോദരന്മാരും കരങ്ങളടിച്ച് എല്ലാവരും കരങ്ങളടിച്ച് എല്ലാവരും ബലപ്പെടുക. എല്ലാവരും കൈകളിൽ തട്ടി ആവിലിരുന്ന് സന്തോഷത്തെ പെற்றுകൊള്ളുവോ. ഹല്ലേലൂയ. 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 എല്ലാവരും വായി തുറക്കുക. എല്ലാവരും വായി തുറക്കുക. ആരും മൗനമായിരിക്കേണ്ട. യേശു നമ്മുടെ സമീപമേ ഉണ്ട്. ഹല്ലേലൂയ. അഗ്നി പരീക്ഷകൾ ജയിപ്പാൻ ആവശ്യമായ അഭിഷേകം. പരീക്ഷകളിൽ ജയിക്കുന്നതാണ് ഒരു അഭിഷേകം. പ്രാർത്ഥനയ്ക്കാനുള്ള അഭിഷേകം. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതാണ് അഭിഷേകം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കുന്ന പുറകിലിരിക്കുന്നവരും കസേരയിരിക്കുന്നവരും എല്ലാവരും ആത്മാവിൽ ബലപ്പെടുക. ഹല്ലേലൂയ. എല്ലാവരും ആവിൽ സന്തോഷം. ഈ മൂന്നാർ പട്ടണം ഇളകി മറിയട്ടെ. മൂന്നാർ പട്ടണം അസയട്ടോ. ഈ മൂന്നാർ അസയട്ടെ. മൂന്നാർ പട്ടണം അസയട്ടോ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും കരങ്ങളടിച്ചാൽ മാത്രം ആരും മൗനമായിരിക്കേണ്ട. ആരും കാഴ്ചക്കാരായിരിക്കേണ്ട. ഹല്ലേലൂയ. ആരും കണ്ടുകൊണ്ടിരിക്ക വേണ്ട. അവരെ വീട് സന്തോഷപ്പെടുവോ. ഹല്ലേലൂയ. 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 ആമേൻ. 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 ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി അനുഭവിക്കൊണ്ടിരിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ശക്തി പരിമാറിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. പൂർണ്ണമായ ശരീരങ്ങളെ ഒപ്പുകൊടുക്കുക. ഒരല്പസമയം കൂടി മാത്രം. അല്പസമയം കൂടി മാത്രം. ഒരു കൊഞ്ച നേരം ദൈവത്തിന്റെ സമുദ്രം ഒപ്പുകൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ ഉള്ളങ്ങളും സന്തോഷിക്കണം. എല്ലാ ഉള്ളങ്ങളും സന്തോഷിക്കണം. എല്ലാവരും സന്തോഷപ്പെടും. എല്ലാവരും സന്തോഷപ്പെടും. ഹല്ലേലൂയ. 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 എൻ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ എൻ പ്രിയന്മാർവിൽ എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. മന്യമല്ലത് എൻ പ്രിയന്മാർവിൽ എല്ലാവരും കലടിച്ചോണം. എല്ലാവരും കലടിച്ചോണം. മന്യമല്ലത് എൻ പ്രിയന്മാർവിൽ എല്ലാവരും നിർത്തം ചെയ്യുക. എല്ലാവരും നടനമാടി ആരാധിപ്പോ. സാത്താനിൻ വല്ലഭകൾ ഓടിപ്പോകട്ടോ.
എന്ത് മധുരം വന്യമല്ലത് എല്ലാവരും നൃത്തം ചെയ്യുക. ഈ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യാം. സോദരം 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 ദേവൻ നമ്മെ ഉയർത്ത ചിത്തം കൊണ്ടപടിയിനാൽ സ്തോത്രം പണ്ണുവോം. ദൈവം നമ്മെ ഉയർത്തുവാൻ പ്രസാദിച്ചിരിക്കുക. നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. സോദരം 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 എന്നെന്ന കാര്യങ്ങൾ പിൻപറ്റ വേണ്ടുമോ അതെല്ലാം പിൻപറ്റ ദേവൻ നമുക്ക് കൃപ തരുപടിയാക സ്തോത്രം പണ്ണുവോം. എന്തെല്ലാം കാര്യങ്ങൾ പിൻപറ്റണമോ അതെല്ലാം പിൻപറ്റുവാൻ ദൈവം നമുക്ക് കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 அதற்காக தேவன் நம்மை தெரிந்தெடுத்தபடியினால் ஸ்தோத்திரம் பண்ணுவோம். അതിനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിനാൽ സ്തോത്രം ചെയ്യാം. சோதரம் 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 തെരഞ്ഞെടുക്കപ്പെട്ടവർ ജപജീവിയത്തെ പാതുകാക്ക വേണ്ടും എന്ന് കേട്ടോം. അതற்காக സ്തോത്രം பண்ணுவோம். വൃതന്മാർ തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സൂക്ഷിക്കണമെന്ന് കേട്ടുവല്ലോ. അതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. സോദരം 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 തെരഞ്ഞെടുക്കപ്പെട്ടവർ എല്ലാവറ്റേയും സഹിക്ക വേണ്ടും എന്ന് കേട്ടോം. സ്തോത്രം பண்ணுவோம். വൃതന്മാർ സകലവും സഹിക്കണമെന്ന് കേട്ടുവല്ലോ. സ്തോത്രം ചെയ്യാം. സോദരം 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 തെരഞ്ഞെടുക്കപ്പെട്ടവர்கள் നസ്രേയ വ്രതത്തെ പാതുകാക്ക വേണ്ടും. അതற்காக സ്തോത്രം பண்ணுவோம். വൃതന്മാർ നാസിർ വ്രതത്തെ സൂക്ഷിക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 ഉലകത്തിലോ മനുഷ്യനിലോ സായാമിൽ ദേവനിലെ സാർദ്ധ ജീവിക്ക കൃപ തരുപടിയാക സ്തോത്രം பண்ணுவோம். ലോകത്തിലോ മനുഷ്യരിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 ദേവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ആറ്റരികൾ തോട്ടത്ത് നട്ടപ്പെട്ടതാന മരത്തെ പോലെ ചെഴിപ്പാക വളരുവാൻ അതற்காக സ്തോത്രം பண்ணுவோம். ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആറ്റരകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ പുഷ്ടി പ്രാപിക്കും, വളരും. അതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. സോദരം 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 അവർ നേർക്കാലുകളിൻ ഓരமாக നടപ്പെട്ട് തൻ കാലത്തിൽ കനിയെ കൊടുത്ത് ഇலை உதிராமல் இருக்கும் വൃക്ഷത്തെ പോലെ ഇരിപ്പാൻ അവൻ ചെയ്വതെല്ലാം വായിക്കും. സ്തോത്രം பண்ணுவோம். ആറ്റരകത്ത് നട്ടിരിക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. അതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 அப்படிப்பட்ட தேவ ஜனமாக നമ്മെ യാവരെയും മാറ്റിനപടിയിനാൽ സ്തോത്രം பண்ணுவோம். അപ്രകാരമുള്ള ദൈവമക്കളായി നമ്മെ എല്ലാം മാറ്റിയതിനാൽ നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. സോദരം 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 ദൈവിക സുഖത്തിൽ നിലത്തിരുക്ക ഇമ്മട്ടും കൃപ തന്നപടിയിനാൽ സ്തോത്രം பண்ணுவோம். ദൈവിക സൗഖ്യത്തിൽ ഇത്രത്തോളം നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ദേവൻ തന്ന എല്ലാ ആശീർവാദങ്ങൾക്കാക സ്തോത്രം பண்ணுவோம். ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം തന്റെ ജീവനുള്ള സാക്ഷിക്കാക സ്തോത്രം பண்ணுவோம். നൽകിയ ജീവനുള്ള സാക്ഷിക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം പാടലുകളെ പാടി ദേവനെ മഹിമപ്പെടുത്ത തന്റെ കൃപയ്ക്കാക സ്തോത്രം பண்ணுவோம். പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം ഇന്ത്യക്ക് ദേവസമൂഹത്തിൽ കൊണ്ടുവന്ന എല്ലാ ആത്മാക്കൾക്കാക സ്തോത്രം பண்ணுவோம். ഇന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം എല്ലാ തുതി ഘന മഹിമ കർത്തർക്ക് സെലുത്തി സ്തോത്രം பண்ணுவோம். എല്ലാ സ്തുതി ഘന മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം പിതാ കുമാരൻ പരിശുദ്ധാവിയാനവർക്കായി സ്തോത്രം பண்ணுவோம். പിതാപുത്ര പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യാം. നാം ജപം பண்ணுவோம். പ്രാർത്ഥിക്കാം. പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ കൺവെൻഷന്റെ ഈ രണ്ടാം രാത്രി യോഗത്തിനായി തിരുവനിക്ക് സ്തോത്രം. ഞങ്ങളുടെ മധ്യേ അതിശയവനായ ദൈവമായി, അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി, ഞങ്ങളോട് ഇടപെട്ട് ഞങ്ങളെ ഉയർത്തുന്ന ദൈവമായി, സിയോനിൽ നിന്ന് അവിടുത്തെ കരവുമായി ഞങ്ങളുടെ മധ്യ ഉലാപിക്കൊണ്ടിരുന്നതിനാൽ തിരുവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾക്കും സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. നാഥ, ഇന്നും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, സകല രോഗങ്ങൾക്കും സൗഖ്യം തരുന്ന ദൈവം ഞങ്ങൾ ഇന്നും ജീവിക്കുന്നുവെന്ന്, പ്രത്യേകിച്ച് ദൈവിക രോഗശാന്തി ഇന്ന് സാധ്യമാണെന്നും അതിനുള്ള കൃപ ദൈവം തരുന്നുവെന്നും വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യം തന്നതിനായി തിരുമേനെ സ്തുതിക്കുന്നു. ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഉയർച്ച വരുന്നത് വടക്ക് നിന്ന് സിയോനിൽ നിന്നായിരിക്കയാൽ സൗന്ദര്യത്തിന് പോണതായ സിയോൻ ഞങ്ങളുടെ ദൈവം വസിക്കുന്നു.
ഞങ്ങളെ പാപത്തിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവേ നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞേറ്റ് നിങ്ങളെ ഉയർത്തി ഞങ്ങളുടെ കാലുകളെ ക്രിസ്തു എന്ന പാറവേൽ നിർത്തി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്ന് ഞങ്ങളെ ഉയർത്തി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണെങ്കിൽ സ്തുതിക്കുന്നു. കർത്താവെ ഉയർത്തപ്പെടുവാൻ വേണ്ടി താഴ്മയുള്ളവരായി ജീവിപ്പാൻ, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ, സർവ്വോപരി വൃതസ്ഥന്മാരായി ജീവിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചു തരാൻ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ യേശു വീണ്ടും വരും. പൂർണ്ണപ്പെട്ട വിശുദ്ധന്മാർ പറന്നുപോകും. പൂർണ്ണപ്പെട്ട സഭ ചേർക്കപ്പെടും. അന്ന് എടുക്കപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ, സിയോൻ യെരൂശലേമായി തീരുവാൻ തിരുവചനം കേട്ടവരെയും സഹായിക്കേണ്ടതിനായിട്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനത്തെ ഘോഷിക്കുവാൻ ദാസന്മാരെ ഉപയോഗിച്ചതിനാൽ സ്തോത്രം. ഇനിയും ബലപ്പെടുത്തണമേ. ഇനിയുള്ള നാളത്തെ യോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞായറാഴ്ചയുള്ളതായ എല്ലാ യോഗങ്ങളും അനുഗ്രഹിച്ച് ഇത് ഈ പ്രാവശ്യം കൺവെൻഷന് ഏറ്റവും വിജയവും 100 മേനി വിളവും തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വരവിനായവർക്കും ജനം മടങ്ങിപ്പോകുന്നവരുടെ യാത്രയിൽ സൂക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗപിതാവേ, ആമേൻ.